പ്രൈസിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിക്കാൻ പോകണമെന്നുള്ളതാണ്. അപ്പോൾ പ്രൈസിങ് ഡിസിഷൻസ് തിയറി ഓഫ് പ്രൈസ് ഉണ്ട്, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ മോഡലുണ്ട്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പ്രൈസിങ് ഉണ്ട്, ഡിഫറെൻറ്റ് മാർക്കറ്റ് സ്ട്രക്ചർ. അപ്പോൾ പെർഫെക്റ്റ് PMMC ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൈസിങ് ഉണ്ട്, ഡിഫറെൻറ്റ് മാർക്കറ്റ് സ്ട്രക്ചർ. പിന്നെ പ്രൈസിങ് പോളിസി, പ്രിൻസിപ്പിൾസ് ഓഫ് പ്രൊഡക്റ്റ് പ്രൈസിങ്, പ്രൈസ് സെൻസിറ്റിവിറ്റി, പ്രൈസ് കസ്റ്റമൈസേഷൻ അതധികം ഇമ്പോർട്ടൻ്റ് അല്ല. പിന്നെ പ്രൈസ് അഡ്ജസ്റ്റ്മെൻറ്റ് പോളിസീസും ഇമ്പോർട്ടൻ്റ് അല്ല, അത് ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട് ഇതൊക്കെ കൊടുക്കണം. പിന്നെ പ്രൈസിങ് മെത്തേഡ്സ് പറഞ്ഞാൽ കോമ്പറ്റീഷൻ ബേസ്ഡ്, കോസ്റ്റ് ബേസ്ഡ്, വാല്യൂ ബേസ്ഡ്. ഇത് ലേശം ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പ്രൈസിങ് ഇൻ പീരീഡ്സ് ഓഫ് റിസഷൻ, പ്രൈസിങ് ബിലോ മാർജിനൽ കോസ്റ്റ് കുഴപ്പമില്ല. പ്രൈസിങ് ഓഫ് സർവീസസ്, കീ ഇഷ്യൂസ് എന്താണെന്നുള്ളത്. പിന്നെ സ്ട്രാറ്റജിക് പ്രൈസിങ് ഓഫ് ന്യൂ പ്രൊഡക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. സ്കിമ്മിങ് ആൻഡ് പെനട്രേഷൻ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പ്രൈസിങ് ആൻഡ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ, അതായത് പല ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് സെല്ലിങ് പ്രൈസിൻ്റെയും കോസ്റ്റിൻ്റെയും അണ്ടർ IGMT, ഇൻട്രൊഡക്ഷൻ, ഗ്രോത്ത്, മെച്യൂരിറ്റി, ഡിക്ലൈൻ. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ബോക്സ് ഇമ്പോർട്ടൻ്റ് ആണ്, പിന്നെ ഈ ഒരു ബോക്സും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കുഴപ്പമില്ല, ഇതും ഒന്ന് ചെക്ക് ചെയ്യുക. ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഭാഗങ്ങൾ. ഈ പ്രൈസിങ് ഡിസിഷൻ എന്ത് ക്വസ്റ്റ്യൻ വന്നാലും ഇൻട്രോ എഴുതി വയ്ക്കാനുള്ള ലൈൻസ് ഒന്നും ഇല്ല. എ പ്രൈസിങ് ഡിസിഷൻ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ക്രൂഷ്യൽ ആൻഡ് ഡിഫിക്കൽട്ട് ഡിസിഷൻ ദാറ്റ് എ ഫേം ഹാസ് ടു മേക്ക്. സച്ച് എ ഡിസിഷൻ എഫക്ട്സ് ദ ലോങ് ടേം സർവൈവൽ ഓഫ് എനി പ്രോഫിറ്റ് ഓറിയൻറ്റഡ് എൻ്റർപ്രൈസ്. But generally, pricing decisions are influenced by the pricing policy followed by an organization. Pricing policies are made taking overall objectives of the organization into account. Okay. Thus, before fixing the price of a product, objectives of the organization must be understood first to achieve the organization goal. അപ്പോൾ എന്താണ് ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് എന്ന് ശരിക്കും മനസ്സിലാക്കണം. The objective of an organization may either to maximize the profit ആയിരിക്കാം, or to maximize the sale, or maximize the output, or optimum utilization of resources. അങ്ങനെ പല ഇതുകളുണ്ട് ഒബ്ജക്റ്റീവ്സ് അപ്പോൾ പല കാറ്റഗറി ഉണ്ട്. എന്താ മാക്സിമൈസ് ദ പ്രോഫിറ്റ്, മാക്സിമൈസ് ദ സെയിൽസ്, മാക്സിമൈസ് ദ ഔട്ട്പുട്ട്, മാക്സിമൈസ് ദി ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. അങ്ങനെ എന്ത് വേണമെങ്കിലും ആയിരിക്കും. അപ്പോൾ പ്രൊഡക്റ്റ് ഫിക്സ് ചെയ്യുന്നതിനേക്കാളും മുമ്പ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ മസ്റ്റ് ബി അണ്ടർസ്റ്റുഡ് ഫസ്റ്റ് ടു അച്ചീവ് ദ ഓർഗനൈസേഷൻസ് ഗോൾ. അപ്പോൾ അത് എല്ലാ പ്രൈസിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസിലും എഴുതി വയ്ക്കാം. ഇനി ഓരോരോ ടോപ്പിക്കായിട്ട് അടുത്ത പോയിന്റ് വന്നിട്ട് തിയറി ഓഫ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയറി ഓഫ് പ്രൈസ് പറയുന്ന പോയിന്റ് ഒപ്റ്റിമം സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് പ്രൈസ് വിച്ച് ഗിവ്സ് മാക്സിമം ടോട്ടൽ പ്രോഫിറ്റ്. അതാണ് തിയറി ഓഫ് പ്രൈസ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കറണ്ട് സെല്ലിംഗ് പ്രൈസ് 25, വേരിയബിൾ കോസ്റ്റ് 17, ഫിക്സഡ് കോസ്റ്റ് 20,000, കറണ്ട് ഡിമാൻഡ് 10,000 യൂണിറ്റ്സ് എന്ന് വിചാരിക്കാം. ഇഫ് ഐ ചേഞ്ച് the selling price by 1 rupee, then the increase or decrease in demand is by 1,000 rupees. അപ്പോൾ ഒരു രൂപ സെല്ലിംഗ് പ്രൈസ് കൂട്ടിക്കഴിഞ്ഞാൽ ഡിമാൻഡ് കുറയും ബൈ എത്രയാണ് 1000 യൂണിറ്റ്സ്. അതൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സെല്ലിംഗ് പ്രൈസ് 23, വേരിയബിൾ 16, കോൺട്രിബ്യൂഷൻ 6, ഡിമാൻഡ് 12,000 ആണെന്ന് വിചാരിക്കാം. ടോട്ടൽ കോൺട്രിബ്യൂഷൻ എത്ര, ഫിക്സഡ് കോസ്റ്റ് എത്ര, പ്രോഫിറ്റ് എത്ര. ഫിക്സഡ് കോസ്റ്റ് മാറില്ല. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് കൂട്ടി 24 ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ഡിമാൻഡ് കുറയും, 11,000 ആയി. 24, 25 ആയി, 11, 10 ആയി, 25, 26, 27. അപ്പോൾ ഡിമാൻഡ് ഇങ്ങനെ കുറഞ്ഞു വരാം. അപ്പോൾ ഏത് സെല്ലിംഗ് പ്രൈസിലാണോ ദ പ്രോഫിറ്റ് ഈസ് മാക്സിമം, പ്രോഫിറ്റ് എത്രയാണ് മാക്സിമം 61,000. അത് ഏത് സെല്ലിംഗ് പ്രൈസിലാണ് 26. ഇതാണ് അപ്പോൾ എന്നിട്ട് ഒപ്റ്റിമം സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ ഒപ്റ്റിമം സെല്ലിംഗ് പ്രൈസ് ഇത് പ്രൈസ് അറ്റ് വിച്ച് വിച്ച് ഗീവ്സ് മാക്സിമം ടോട്ടൽ പ്രോഫിറ്റ്. അപ്പോൾ ഇതിങ്ങനെ വലിയൊരു ഇതാണെങ്കിൽ ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒപ്റ്റിമം സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കാനായിട്ടൊന്നിട്ട് അവർ വേറെ മോഡലൊന്നും, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്റ്റിമം സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗ്ഗമാണിത്. ദ പ്രോഫിറ്റ് ഈസ് മാക്സിമം അറ്റ് എവിടെ മാക്സിമം വെർ മാർജിനൽ റവന്യൂ ഈസ് ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ്. അപ്പോൾ ഈ മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത് എന്നിട്ട് A-2BQ. ഇതിലാണ് ഈ ലെവലിലാണ് എന്നിട്ട് ഒപ്റ്റിമം സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ ഫസ്റ്റ് അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് ഈസ് മാക്സിമം വെയർ മാർജിനൽ റവന്യൂ ഈസ് ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയബിൾ കോസ്റ്റ്, മാർജിനൽ റവന്യൂ എന്ന് പറഞ്ഞാൽ A-2BQ. അപ്പോൾ A-2BQ വെച്ചിട്ട് നമ്മൾ Q ആണ് കണ്ടുപിടിക്കുന്നത്, ക്വാണ്ടിറ്റി. ഈ ക്വാണ്ടിറ്റിയിൽ പ്രൈസ് എത്രയായിരിക്കും, ഇതാണ് ഒപ്റ്റിമം സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ 2 സ്റ്റെപ്പ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർജിനൽ റവന്യൂ ഈസ് ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ്. ഇതിലാണ് എന്ത് വരിക, മാക്സിമം പ്രോഫിറ്റ്സ് വരിക. അപ്പോൾ അതിങ്ങനെ A-2BQ മാർജിനൽ റവന്യൂ, മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ ഈ ഫോർമുല വെച്ചിട്ട് നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നത്, Q കണ്ടുപിടിച്ചു ആദ്യം, A-2BQ.
ക്യൂ കണ്ടുപിടിച്ചിട്ട് ഈ ക്വാണ്ടിറ്റി ലെവലിൽ എത്രയാണ് പ്രൈസ് എന്ന് സെക്കൻഡിൽ കണ്ടുപിടിച്ചു. പി ഈസ് ഈക്വൽ ടു എ മൈനസ് ബി ക്യൂ. പ്രൈസ് ഈസ് ഈക്വൽ ടു എ മൈനസ് ഡി ക്യൂ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുമ്പോൾ 2 ബാർബിക്യൂ, പിന്നെ 1 ബാർബിക്യൂ. പി ഈസ് ഈക്വൽ ടു എ മൈനസ് ബി ക്യൂ. അപ്പോൾ ഈ ക്വാണ്ടിറ്റി ലെവലിൽ എത്രയാണ് പ്രൈസ് എന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ പി എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ്. ഓക്കെ, പി. എ എന്ന് പറഞ്ഞാൽ കൊണ്ട് സെല്ലിംഗ് പ്രൈസ് അറ്റ് വിച്ച് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു 0. ഡിമാൻഡ് എപ്പോഴാണോ 0 അപ്പോൾ. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ പ്രൈസ് രൂപ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ഡിമാൻഡ്. ചേഞ്ച് ഇൻ പ്രൈസ് ബി എന്ന് പറയുമ്പോൾ എന്താണ്, ചേഞ്ച് ഇൻ പ്രൈസ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ഡിമാൻഡ്. ക്യൂ എന്ന് പറയുമ്പോൾ ഒപ്റ്റിമം ഡിമാൻഡ് ക്വാണ്ടിറ്റി. ക്യൂ എന്ന് പറയുമ്പോൾ എന്താ, ഒപ്റ്റിമം ഡിമാൻഡ് ക്വാണ്ടിറ്റി. ഒരു എക്സാമ്പിൾ അപ്പോൾ എന്നിട്ട് വേരിയബിൾ കോസ്റ്റ് 17. എ എന്ന് പറയുന്നത് എന്നിട്ട് ദ പ്രൈസ് അറ്റ് വിച്ച് ഡിമാൻഡ് ഇസ് ഇക്വൽ ടു 0. ഇപ്പോൾ 35. ഇതിപ്പോൾ തന്നിട്ടില്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. അതെങ്ങനെയാണ്, നമുക്ക് എന്നിട്ട് പ്രൈസ് അറ്റ് വിച്ച് ഡിമാൻഡ് ഇസ് ഇക്വൽ ടു 0. അപ്പോൾ എ കണ്ടുപിടിക്കണം. അപ്പോൾ എ കണ്ടുപിടിക്കുമ്പോൾ പി ഇസ് ഇക്വൽ ടു എ മൈനസ് ബി ക്യൂ എന്ന് എഴുതി അതിൽ എ കണ്ടുപിടിക്കും. കറണ്ട് പ്രൈസ് എത്രയാണ്, കറണ്ട് പ്രൈസ് തന്നിട്ടില്ല, കറണ്ട് പ്രൈസ് കോസ്റ്റിൽ തന്നിട്ടുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ 25 ആണെന്ന് വിചാരിക്കാം. ഇനി എ മൈനസ് ബിയും തന്നിട്ടുണ്ടായിരിക്കും 1/1000 ഇൻറ്റു ക്യൂ. ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഒപ്റ്റിമം ഡിമാൻഡ് ക്വാണ്ടിറ്റി 10,000, കറണ്ട് ക്വാണ്ടിറ്റി ലെവൽ. അപ്പോൾ പി ഈസ് ഇക്വൽ ടു എ മൈനസ് ബി ക്യൂ എന്ന് എ കണ്ടു. പി എന്ന് പറയുമ്പോൾ കറണ്ട് പ്രൈസ് എടുക്കുക, ക്യൂ എന്ന് പറയുമ്പോൾ കറണ്ട് ക്വാണ്ടിറ്റി എടുക്കുക. അപ്പോൾ എ 35 കിട്ടും, ഇനി 35. ബി എന്തായാലും തന്നിട്ടുണ്ടായിരിക്കും ചേഞ്ച് ഇൻ പ്രൈസ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി, പിന്നെ ക്വാണ്ടിറ്റിയും പ്രൈസും. അപ്പോൾ ഫസ്റ്റ് നമ്മളപ്പോൾ എന്തിട്ട് ചെയ്യുക, ഫസ്റ്റ് സ്റ്റെപ്പ് മാർജിനൽ റവന്യൂസിലുള്ള മാർജിനൽ കോസ്റ്റാണ്. അപ്പം ഇവിടെ എ മൈനസ് 2BQ ഇസ് ഈക്വൽ ടു വേരിയബിൾ മാർജിനൽ കോസ്റ്റ്, അതായത് വേരിയബിൾ കോസ്റ്റ്. ഇതിന് നമുക്ക് ക്വാണ്ടിറ്റി കിട്ടും. ഈ ക്വാണ്ടിറ്റി വെച്ചിട്ട് പ്രൈസ് കണ്ടുപിടിക്കുക. അതിൻ്റെ ഫോർമുല എന്നിട്ട് പ്രൈസ് ഇസ് ഈക്വൽ ടു എ മൈനസ് ബി ക്യൂ. ഈ ക്യൂ വെച്ചിട്ട് പ്രൈസ് കണ്ടുപിടിച്ചു. ഇതാണ് ഒപ്റ്റിമം സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എ മൈനസ് 2BQ ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ്. അതിന് നമുക്ക് ക്വാണ്ടിറ്റി കിട്ടി. ക്വാണ്ടിറ്റി എത്ര കിട്ടിയ 9000 യൂണിറ്റ്സ്. ആ ഒപ്റ്റിമം ക്വാണ്ടിറ്റി വെച്ചിട്ട് സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിച്ചു. പ്രൈസ് ഈക്വൽ ടു എ മൈനസ് ബി ക്യൂ, എ മൈനസ് ബി ക്യൂ. അപ്പോൾ പ്രൈസ് എത്രയാണെന്ന് കിട്ടി, ഈക്വൽ ടു 26 rupees. അപ്പോൾ സ്റ്റെപ്സ് ഫോർ കാൽക്കുലേറ്റ് ഒപ്റ്റിമം സെല്ലിംഗ് പ്രൈസ്. കാൽക്കുലേറ്റ് ഒപ്റ്റിമം ഡിമാൻഡ് ക്വാണ്ടിറ്റി ബൈ യൂസിങ് ഇത്. സെക്കൻഡ്, ഒപ്റ്റിമം സെല്ലിംഗ് പ്രൈസ് ബൈ യൂസിങ് പി ഈക്വൽ ടു എ മൈനസ് ബി ക്യൂ. ഇഫ് ഓൺലി സെല്ലിംഗ് പ്രൈസ് ഈസ് റിക്വയർഡ് ടു ബി കാൽക്കുലേറ്റഡ് ഇൻ ദി അബവ് ഫോർമുല. സെല്ലിംഗ് പ്രൈസ് മാത്രം കണ്ടുപിടിച്ചാൽ മതി എന്ന് പറയുകയാണെങ്കിൽ ഡയറക്റ്റ്ലി യൂസ് പി ഈസ് ഈക്വൽ ടു എ മൈനസ് ബി ക്യൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ഇത് എന്നിട്ട് പറയുക, പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്ത് നിന്ന് ചോദിച്ചോണം. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ മോഡൽ അല്ലെങ്കിൽ ഒപ്റ്റിമം സെല്ലിംഗ് പ്രൈസ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അടുത്ത ഇമ്പോർട്ടൻറ്റ് ഭാഗം വരുന്നത് സ്കിമ്മിങ്ങും പെനട്രേഷനും പ്രൈസിങ് സ്ട്രാറ്റജീസ് ഓഫ് എ ന്യൂ പ്രൊഡക്റ്റാണ്. പിന്നെയാണ് വേറെ കുറച്ച് അവേഴ്സ് സ്റ്റഫുകൾ വരുന്നത്. അപ്പോൾ ആദ്യം എപ്പോഴും ഇത് നോക്കാം. അടുത്ത ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, സ്ട്രാറ്റജിക് പ്രൈസിങ് ഓഫ് ന്യൂ പ്രൊഡക്ട്സ്. ഇപ്പം ന്യൂ പ്രൊഡക്ട്സാണ്, അത് എപ്പോഴും ശ്രദ്ധിക്കണം. ന്യൂ പ്രൊഡക്ട്സിന് എന്താ പ്രത്യേകിച്ച്, ന്യൂ പ്രൊഡക്റ്റ് വാസ് എ ബിഗ്ഗർ പ്രോബ്ലം. കാരണം എന്താ, അൺസർട്ടനിറ്റീസ് ഇൻവോൾവ് ഇൻ എസ്റ്റിമേഷൻ ഓഫ് ദിയർ ഡിമാൻഡ്. എത്രയാണ് അവർ ഡിമാൻഡ് ചെയ്യാന്ന് നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഹയസ്റ്റ് പ്രൈസ് yielding ആണെങ്കിൽ ദ ലാർജസ്റ്റ് യൂണിറ്റ് കോൺട്രിബ്യൂട്ടറി മാർജിൻ നീഡ് നോട്ട് നെസസറിലി മാക്സിമൈസ് ദ പ്രോഫിറ്റ്. അതായത് the highest price yielding the largest unit contributory margin need not necessarily maximize the profits. Okay, individually per unit ഭയങ്കരമായിരിക്കും, പക്ഷേ അതിൻ്റെ വോളിയം വെച്ച് നോക്കുമ്പോൾ അത് ഭയങ്കര അടിപൊളിയായിരിക്കില്ല എന്നാണ് പറയുന്നത്. A lower price may well go to maximize the profits, but at the same time if a product is priced very low to attract more demand, it may be difficult in the future to raise the price as it may not be acceptable to the customers. So pricing of a new product is a very critical issue. It should be decided through market study and consumer behavior analysis. മാർക്കറ്റ് സ്റ്റഡിയും വേണം, കൺസ്യൂമർ ബിഹേവിയർ അനാലിസിസും വേണം. എപ്പോഴും നമ്മൾ ന്യൂ എന്ന് പറയുമ്പോൾ NEW, ഇതെന്ന് പറയുമ്പോൾ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുക, ഡബ്ല്യുവിനെ തിരിച്ചിടുക MI, EENA NRI. ഇപ്പം ന്യൂ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് റെം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് എന്നിട്ട് റെവല്യൂഷണറി പ്രൊഡക്റ്റ് വരും, എവല്യൂഷണറി പ്രൊഡക്റ്റ് വരും, പിന്നെ W എന്ന് പറയുമ്പോൾ M എന്ന് പറയുമ്പോൾ ഇവിടെ Me2. റെവല്യൂഷണറിയുടെ ഒരു എക്സാമ്പിൾ എന്നിട്ട് റെവല്യൂഷണറി പ്രൊഡക്റ്റ് ഉണ്ട് നമുക്ക് പറയാം. ഇപ്പോൾ റെവല്യൂഷണറി പ്രൊഡക്റ്റ് ആണെങ്കിൽ ഫസ്റ്റ് ടെസ്ല വന്നു, അത് റെവല്യൂഷണറി ആയിരുന്നു. പിന്നെ ഇവോൾവ് ചെയ്തിട്ട് എന്ത് കൂടുന്നു, സൈബർ ട്രക്ക് വന്നു, അത് എവല്യൂഷണറി ആയി. പിന്നെ ഇത് എല്ലാം ഇലക്ട്രിക് വണ്ടികളും തുടങ്ങിയപ്പോൾ ഇവിടെ എം ജി എന്ത് തോന്നുന്നു, അവർ വണ്ടി കൊണ്ടുവിടാം, MG അസ്ത്ര അങ്ങനെ എന്തോ
ആസ്ട്ര എം ജി വെക്ടർ ഹെക്ടർ അങ്ങനത്തെ, അതാണ് മീ ടു. ഇപ്പോൾ റെവല്യൂഷണറി, എവല്യൂഷണറി, മീ ടു. ഇപ്പോൾ റെവല്യൂഷണറി പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ഈസ് സെറ്റ് ടു ബി റെവല്യൂഷണറി വെൻ ഇറ്റ് ഈസ് ന്യൂ ഫോർ ദ മാർക്കറ്റ് ആൻഡ് ഹാസ് ദ പൊട്ടൻഷ്യൽ ടു ക്രിയേറ്റ് ഇറ്റ്സ് ഓൺ വാല്യൂ. ദിസ് ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് ഹാസ് എവല്യൂഷണറി ഇമ്പാക്ട് ഓൺ ദ മാർക്കറ്റ് ആൻഡ് കൺസ്യൂമർ ബിഹേവിയർ. അതായത് ഇറ്റ്സ് ഓൺ വാല്യൂ. ഇലക്ട്രിക് വണ്ടി, അപ്പോൾ റോഡ്സ്റ്റർ, ടെസ്ല റോഡ്സ്റ്റർ ആണ് എക്സാമ്പിൾ. ഇറ്റ് റീപ്ലേസസ് ദ എക്സിസ്റ്റിംഗ് മെത്തേഡ് ഓർ ടെക്നോളജി ആൻഡ് ദ അപ്രോച്ച് ടു ഡൂയിങ് എ വർക്ക് ഈസ് ക്വൈറ്റ് ഡിഫറെൻറ്റ് ആൻഡ് യൂണിക്. ഇപ്പോൾ റീപ്ലേസ് ചെയ്യുന്നു, പുതിയ ടെക്നോളജി കൊണ്ടുവരുന്നു. These products enjoy the benefit of product differential and have potential of being a market leader. മാർക്കറ്റ് ലീഡർ ആവാനുള്ളൊരു പൊട്ടൻഷ്യൽ ഉണ്ട് മാസ് പ്രൊഡക്ഷൻ ആയി കഴിഞ്ഞാൽ. ഇപ്പോൾ റെവല്യൂഷണറി പ്രൊഡക്റ്റ് മേ എൻജോയ് ദ പ്രീമിയം പ്രൈസ്. ഓക്കെ, പ്രീമിയം പ്രൈസ് കിട്ടും, ചാർജ് ചെയ്യാൻ പറ്റും. ഭയങ്കര പ്രൈസിലാണ് അത് അവരുണ്ടാക്കി വിറ്റിരുന്നത്. കാരണം എന്താ വെച്ചാൽ ഇറ്റ്സ് എ റിവാർഡ് ഫോർ ഇറ്റ്സ് ഇന്നോവേഷൻ ആൻഡ് ടേക്കിംഗ് ഫസ്റ്റ് ഇനീഷ്യേറ്റീവ്. വേറൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ റിവ്യൂൻ ട്രക്ക് $72,000. അതെന്തുകൊണ്ടാണ്? പ്രീമിയം പ്രൈസ്, റിവാർഡാണ് ഫോർ ഇറ്റ്സ് ഇന്നോവേഷൻ ആൻഡ് ടേക്കിംഗ് ഫസ്റ്റ് ഇനീഷ്യേറ്റീവ്. എവല്യൂഷണറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസസ് അപ്ഗ്രേഡഡ് വേർഷൻ വിത്ത് ഫ്യൂ അഡീഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ പ്രൊഡക്റ്റ് ഈസ് നോൺ ആസ് എവല്യൂഷണറി പ്രൊഡക്റ്റ്. അപ്പോൾ ഈ സെയിം പ്ലാറ്റ്ഫോമായിരുന്നു റോഡ്സ്റ്ററിൻ്റെ, അതെടുത്തിട്ട് ടെസ്ല പ്ലേഡ്, മോഡൽ എസ്, മോഡൽ എക്സ് ഒക്കെ കൊണ്ടുവന്നു. അപ്പോൾ ഇതൊരു എവല്യൂഷണറിയാണ് വിത്ത് സം ആഡഡ് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ആഡഡ് ക്യാരക്ടറിസ്റ്റിക്സ്. എവല്യൂഷണറി പ്രൊഡക്ട്സ് മേ പ്രൈസ് ടേക്കിംഗ് കോസ്റ്റ്, ബെനിഫിറ്റ്, കോമ്പറ്റീറ്റർ ആൻഡ് ഡിമാൻഡ് ഫോർ ദ പ്രൊഡക്റ്റ് ഇൻ ടു കൗണ്ട്. അങ്ങനെ പ്രൈസ് ചെയ്യും. അതിൻ്റെ പ്രൈസിങ്ങും മൂന്നെണ്ണത്തിൻ്റെ എങ്ങനെയാണെന്ന് നമുക്ക് അവസാനം പറയാം. മീ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പ്രൊഡക്റ്റ് ഈസ് സെറ്റ് ടു ബി മീ ടു വെൻ എമർജൻസി ഇസ് എ റിസൾട്ട് ഓഫ് ദ സക്സസ് ഓഫ് എ റെവല്യൂഷണറി പ്രൊഡക്റ്റ്. ഇതെല്ലാം സക്സസ് ആയി. റെവല്യൂഷൻ വന്നു, എവല്യൂഷൻ വന്നു, ഇത് സക്സസ് ആയപ്പോൾ എന്താ മീ ടു കൂടി വന്നു. എമർജൻസ് ഇസ് എ റിസൾട്ട് ഓഫ് ദ സക്സസ് ഓഫ് ദ റെവല്യൂഷണറി പ്രൊഡക്റ്റ്. These type of products are very similar to revolutionary or evolutionary products. അപ്പോൾ generally follows the similar production process and technology that is used by other firms. These are known as market followers, price takers. The price is determined by the market, mainly by the competitive forces. ഇനി ഓരോ പ്രൊഡക്റ്റിനും എന്ത് പ്രൈസ് ചാർജ് ചെയ്യാന്നുള്ളത്. ഫസ്റ്റ് മീ ടു പ്രൊഡക്റ്റ് പറഞ്ഞാൽ പ്രൈസ് ടേക്കറാണ്, മാർക്കറ്റ് ഫോളോവർ. അപ്പോൾ മാർക്കറ്റ് പ്രൈസാണ് ദാറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ കോമ്പീറ്റൻറ്റ് ഫോഴ്സസ് ഫോർ സക്സസ്ഫുൾ പ്രൊഡക്റ്റ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ വന്നിട്ട് ഒരു വർക്ക് ടേബിൾ ഉണ്ടാക്കി ലൈക്ക് എ സ്റ്റൂൾ ഹാസ് ബീൻ സക്സസ്ഫുള്ളി ക്യാപ്ചറിങ് ദ മാർക്കറ്റ്. അങ്ങനെ ഒരു സ്റ്റൂൾ ഉണ്ട് ഓൾറെഡി. കമ്പനി എക്സ് മേക്സ് എ സ്മോൾ വേരിയൻറ്റ് ഓഫ് ദിസ് പ്രൊഡക്റ്റ്. അങ്ങനെയാണെങ്കിൽ അതെന്താ മീ ടു ആയി. R&D ഹാസ് ബീൻ കംപ്ലീറ്റഡ് ഫോർ ഓൺ എൻ ഇന്നോവേറ്റീവ് കമ്പ്യൂട്ടർ പ്രോസസർ ഇൻ ദ ഷേപ്പ് ഓഫ് എ പെൻ. is expected to get the laptops out of business due to the extreme case of portability or just like 3D. ഇത് ന്യൂവാ, കംപ്ലീറ്റ്ലി ന്യൂവാ. അപ്പോൾ ഇതിൻ്റെ റെവല്യൂഷണറി പ്രൊഡക്റ്റ്. അപ്പോൾ പ്രീമിയം പ്രൈസിങ്, ബട്ട് പ്രീമിയം പ്രൈസിങ് പ്രൈസ് മേക്കറാണ്. മീ ടു പ്രൈസ് ടേക്കറാണ്, റെവല്യൂഷണറി പ്രൈസ് മേക്കർ. A successful mobile manufacturing company has built into its latest mobile phone an additional sliding screen. ഇപ്പോൾ ഗാലക്സി ഫ്ലിപ്പ്, അതാണ് ഇനി എവല്യൂഷണറി പ്രൊഡക്റ്റാണ്. അപ്പോൾ എന്നിട്ട് ഡിമാൻഡ് ബേസ്ഡ് പ്രൈസിങ് ആയിരിക്കും. Price higher than the earlier version to justify its cost and benefits subject to what amount can be stepped up in the market. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ പ്രൊഡക്ട്സിനെ ഇപ്പോൾ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുക: റെവല്യൂഷണറി, എവല്യൂഷണറി, പിന്നെ മീ ടു. മീ ടു ആകുമ്പോൾ പ്രൈസ് ടേക്കർ, റെവല്യൂഷൻ കൊണ്ടുവരുമ്പോൾ എന്നിട്ട് പ്രൈസ് മേക്കർ. എവല്യൂഷണറി എന്ന് പറയുമ്പോൾ ഇവിടെ ഡിമാൻഡ് പ്ലസ് പ്രൈസിങ്. ഒരു റെവല്യൂഷണറി ചാർജ് കോസ്റ്റിനേക്കാളും നേരം കൂടുതൽ. പ്രൈസ് ഹയർ ദാൻ ദ ഏർലിയർ വെർഷനേക്കാളും. ഓക്കെ, മീ ടുവിന് മാർക്കറ്റ് പ്രൈസ്, റെവല്യൂഷണറിന് പ്രീമിയം പ്രൈസിങ്, എവല്യൂഷണറിക്ക് ഡിമാൻഡ് ബേസ്ഡ് പ്രൈസിങ്. ഇനി അത്രയാണ്. അടുത്തുനിന്ന് ന്യൂ പ്രൊഡക്റ്റാണ് ഇസ് എൻറ്ററിങ് ദ മാർക്കറ്റ്. അപ്പോൾ എന്ത് സ്ട്രാറ്റജിയാണ്? ന്യൂ പ്രൊഡക്റ്റാണ്. അപ്പോൾ ന്യൂ പ്രൊഡക്റ്റ് എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് സ്ട്രാറ്റജി ഉപയോഗിക്കാം. ഇവിടെ പ്രൈസ് സ്കിമ്മിങ്ങും പിന്നെ പെനട്രേഷനും. ഫസ്റ്റ് സ്കിമ്മിങ് എന്താണെന്ന് പറയാം. സ്കിമ്മിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് ലെയർ എടുക്കുക, ക്രീമി ലെയർ ആണ്. ഇവിടെ നിന്ന് ഇങ്ങനെ സ്കിം ചെയ്തെടുക്കുക, സ്കിമ്മിങ്. അപ്പോൾ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ ഇൻട്രൊഡക്ഷൻ, ഗ്രോത്ത്, മെച്യൂരിറ്റി, ഡിക്ലൈൻ. ഇൻട്രൊഡക്ഷൻ ഫേസിൽ വന്നിട്ട് ഹൈ സെല്ലിംഗ് പ്രൈസസ് വയ്ക്കും. കാരണം എന്നിട്ട് ഏർലി പീരീഡ് ഓഫ് പ്രൊഡക്ട്സ് എക്സിസ്റ്റൻസ്. അപ്പോൾ ഹൈ പ്രൊമോഷണൽ എക്സ്പെൻഡിച്ചർ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈ സെല്ലിംഗ് പ്രൈസ് വയ്ക്കും. അപ്പോൾ ഹൈ സെല്ലിംഗ് പ്രൈസ് ഡ്യൂറിങ് ഏർലി പീരീഡ് ഓഫ് പ്രൊഡക്ട്സ് എക്സിസ്റ്റൻസ് ഗ്രാജുവലി റെഡ്യൂസ്ഡ്. കാരണം initial introduction with a high capital expenditure like promotion expenditure is incurred. Reasons: skim the top layer of the market that is relatively insensitive to price. ഈ ടോപ്പ് ലെയർ, ഫോർ എക്സാമ്പിൾ ഈ ഐഫോണൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഹൈ പ്രൈസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക,
അപ്പോൾ ആദ്യം പോയി വാങ്ങിക്കുന്ന ഏർലി അഡോപ്റ്റേഴ്സ് എന്ന് പറയും. അവരൊന്നുമില്ല, റിയലി ഇൻസെൻസിറ്റീവ് ടു ദ പ്രൈസാണ്. ഗ്രാജുവലി റിഡക്ഷൻ ഓഫ് പ്രൈസസ് ഈക്വൽ ടു ഇൻക്രീസ് ഇൻ സെയിൽസ് ക്വാണ്ടിറ്റി. പിന്നീട് പ്രൈസ് കുറയ്ക്കുമ്പോൾ വോളിയം ഇൻക്രീസ് ആവും. ഫോർ എക്സാമ്പിൾ ആമസോൺ സെയിൽ, ഫ്ലിപ്കാർട്ട് ഡേ സെയിലൊക്കെ ഉണ്ടാവും ദിവാളി സമയത്ത്. അപ്പോൾ പ്രൈസ് ഭയങ്കരമായിട്ട് കുറയ്ക്കും, അപ്പോൾ ക്വാണ്ടിറ്റി കൂടും, വോളിയം കൂടും. അപ്പോൾ സ്കിം ദ ക്രീം ഓഫ് ദ മാർക്കറ്റ്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഏർലി സ്റ്റേജസിൽ എന്നിട്ട് ഡിമാൻഡ് ഈസ് ഇൻഎലാസ്റ്റിക്, സ്ട്രെയിറ്റ് ലൈനാണ്. ഇൻഎലാസ്റ്റിക് പ്രൈസ് എന്തായാലും ശരി, ഡിമാൻഡ് സ്ട്രെയിറ്റാണ്. ഡിമാൻഡ് ഈസ് ഇൻഎലാസ്റ്റിക് ടിൽ ദ പ്രൊഡക്റ്റ് ഈസ് വെൽ എസ്റ്റാബ്ലിഷ്ഡ്. ഓക്കെ. ഇനീഷ്യൽ പീരീഡ്സിൽ ഡിമാൻഡ് ഈസ് അൺനോൺ. ഡിമാൻഡ് അൺനോൺ ആണ്. ഹൈ പ്രൈസസ് കവർ ദ ഇനീഷ്യൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ. എത്ര ഡിമാൻഡ് ചെയ്യണമെന്ന് നമുക്കറിയില്ല. നമുക്ക് ആദ്യം ഈ ഫോണൊന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് R&D ഇതൊക്കെ ഭയങ്കരമായിട്ടുണ്ടാവും. ഇനീഷ്യൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഭയങ്കര ഹൈ ആണ്. അപ്പോൾ ഹൈ ആകുമ്പോൾ എന്നിട്ട് ഹൈ പ്രൈസസ് വെക്കണം, സെല്ലിംഗ് പ്രൈസ് ടു എന്നിട്ട് കവർ ഇത് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഈ നമ്മുടെ കയ്യിൽ നിന്ന് പോയത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഹൈ പ്രൈസസ് ചാർജ് ചെയ്യും. ഡിമാൻഡ് ഈസ് അൺനോൺ. പിന്നെ ഹൈ ഇനീഷ്യൽ ക്യാപിറ്റൽ ഔട്ട്ലേസ് വരും. ദാറ്റ് ഈസ് ഫോർ മാനുഫാക്ചറിങ്, പ്രൊമോഷൻ, R&D എക്സെട്ര. ഹ്യൂജ് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ്, ഹൈ ഇനീഷ്യൽ ക്യാപിറ്റൽ ഔട്ട്ലേസ്. ഇതാണ് വരാൻ. എന്നിട്ട് ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടാനുള്ള കാരണം എന്നിട്ട് ഹൈ ഇനീഷ്യൽ ക്യാപിറ്റൽ ഔട്ട്ലേസ്. ഫോർ എക്സാമ്പിൾ മാനുഫാക്ചറിങ്, ഹൈ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്രീസ്ഡ് കോസ്റ്റ്. ഈ കോസ്റ്റ് ഫിനാൻസ് ഹൈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ ഹൈ പ്രൈസ് ചാർജ് ചെയ്യും. അതാണ് ഇവിടെ സ്കിമ്മിങ്. അപ്പോൾ ഒരു എക്സാമ്പിൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് ഹൈ സെല്ലിംഗ് പ്രൈസസ് ഡ്യൂറിങ് ഏർലി പീരീഡ് ഓഫ് പ്രൊഡക്റ്റ് എക്സിസ്റ്റൻസ്, ഗ്രാജുവലി റെഡ്യൂസ് സെല്ലിംഗ് പ്രൈസ്. ഹൈ പ്രൈസസ് എന്നിട്ട് ഹൈ പ്രൊമോഷണൽ എക്സ്പെൻഡിച്ചർ ആയ കാരണം. റീസൺസ്: ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്കിം ദ ക്രീം ഓഫ് ദ മാർക്കറ്റ്, ദാറ്റ് ഈസ് റിലേറ്റീവ്ലി ഇൻസെൻസിറ്റീവ് ടു പ്രൈസ്. ഗ്രാജുവൽ റിഡക്ഷൻ ഓഫ് പ്രൈസസ് ഈസ് ഈക്വൽ ടു ഇൻക്രീസ് ഇൻ സെയിൽസ് ക്വാണ്ടിറ്റി, ദാറ്റ് ഈസ് വോളിയം. ഡിമാൻഡ് ഇൻഎലാസ്റ്റിക് ആണ് ടിൽ ദ പ്രൊഡക്റ്റ് ഈസ് വെൽ എസ്റ്റാബ്ലിഷ്ഡ്. പിന്നെ തേർഡ് എന്നില്ല, ഇനീഷ്യൽ പീരീഡ്സിൽ ഡിമാൻഡ് ഈസ് അൺനോൺ, ദെർഫോർ ഹൈ പ്രൈസസ് കവർ ദ ഇനീഷ്യൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഹൈ ആവണത് എന്തുകൊണ്ടാണ്? ഹൈ ഇനീഷ്യൽ ക്യാപിറ്റൽ ഔട്ട്ലേറ്റ്സ് ഫോർ മാനുഫാക്ചറിങ്, പിന്നെ ഹ്യൂജ് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ്, ദെർഫോർ ഈസ് ഈക്വൽ ടു ഇൻക്രീസ്ഡ് കോസ്റ്റ്. ഹൈ പ്രൈസസ് ടു ഫിനാൻസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അതിനാണ് സ്കിമ്മിങ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇതാണ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ. ഇവിടെ IGMD, മെച്യൂരിറ്റി, ഗ്രോത്ത്, ഡിക്ലൈൻ. ഇത് പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഫേസ് ഉണ്ട്. അപ്പോൾ ഇത് ലാഭം. ഫസ്റ്റൊക്കെ ലോസാണ്, പിന്നെ ഗ്രോത്തിൽ നിന്നോട്ടാണ് പ്രോഫിറ്റ് ഉണ്ടാവുക. ഹൈ പ്രോഫിറ്റ് എന്ന് പറയുന്നത് മെച്യൂരിറ്റിയിൽ, പിന്നെ സ്റ്റാർട്ട്സ് ടു ഡിക്ലൈൻ. ഹൈ സെയിൽസും മെച്യൂരിറ്റി ഫേസിലുണ്ടാവുക. ഇവിടെ ഗ്രോത്തിൽ ഭയങ്കര ഇൻക്രീസിങ് റേറ്റ്, മെച്യൂരിറ്റിയിൽ ഇൻക്രീസിങ് ഡിക്രീസിങ് റേറ്റ്, ദെൻ ബിഗിൻസ് ടു ഡിക്രീസ്, ഗ്രാജുവൽ ഡിക്രീസസ്. ഓക്കെ. അപ്പോൾ സ്കിമ്മിങ് ഈസ് അപ്ലിക്കബിൾ ഇൻ ദ ഫോളോയിങ് സർക്കംസ്റ്റാൻസസ്. ഏതൊക്കെ സർക്കംസ്റ്റാൻസസിൽ അപ്ലിക്കബിൾ എന്നുള്ളതാണ്. ഫസ്റ്റ് എന്നിട്ട് പ്രൊഡക്റ്റ് ആസ് ഇന്നോവേറ്റീവ് ഫീച്ചേഴ്സ്. ഭയങ്കര ഇന്നോവേഷനാണ്. ഫോർ ഗാലക്സി ഫ്ലിപ്പ് അല്ലെങ്കിൽ എന്നിട്ട് ടൊയോട്ട ഇന്നോവേറ്റീവ് ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ നമ്മളുടെ സ്കിമ്മിങ് ഈസ് അപ്ലിക്കബിൾ. സ്കിം ദ ക്രീം ബൈ സെല്ലിംഗ് ഔട്ട് ഫ്യൂ യൂണിറ്റ്സ് ഓൺ ഹയർ പ്രോഫിറ്റ്സ്. അത് പഗാനി കാർ. അതായത് നമ്മുടെ ഫ്യൂ യൂണിറ്റ്സ് ഹയർ പ്രോഫിറ്റ്സ്, പഗാനി കാർ. ഡിമാൻഡ് ഈസ് ഇൻഎലാസ്റ്റിക്. നമ്മുടെ ഫെറാറി എക്സാമ്പിൾ. എത്ര പ്രൈസ് വെച്ചാലും വാങ്ങിക്കാൻ ആളുണ്ടോ. ഹൈ ഇനീഷ്യൽ കോസ്റ്റ് ഇൻകേർഡ് ആസ് R&D കോസ്റ്റ്, പാറ്റന്റ് കോസ്റ്റ് എക്സെട്ര. അങ്ങനെ എന്നിട്ട് റിവിയൻ, R1T. പ്രൊഡക്റ്റ് ലോഞ്ച് ഇൻ ഹൈലി പ്രൈസ്ഡ് സെഗ്മെൻറ്റ്. ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ലംബോർഗിനി ഹൈലി പ്രൈസ്ഡ് സെഗ്മെൻ്റ് ആണെങ്കിൽ സ്കിമ്മിങ്. റിഡക്ഷൻ ഇൻ പ്രൈസ് ഇൻ ലേറ്റർ ഇയേഴ്സ് മേ ഇൻക്രീസ് ദ സെയിൽസ്. ഫോർ എക്സാമ്പിൾ എന്നിട്ട് ടാറ്റ കാർസ്, ഏറ്റവും ചീപ്പ് ടാറ്റ. അതായത് പ്രൈസ് ഭയങ്കരമായിട്ട് കുറയ്ക്കും എക്സ്യൂവരെ വിൽക്കാണ്ട് പോകുമ്പോൾ. അപ്പോൾ ഇൻക്രീസ് ഇൻ സെയിൽസ്. അപ്പോൾ അപ്ലിക്കബിൾ ഇൻ ദ ഫോളോയിങ് സർക്കംസ്റ്റാൻസസ് ആ സ്കിമ്മിങ്. ഏതൊക്കെയാണ് ചുരുക്കി പറഞ്ഞാൽ ഇന്നോവേറ്റീവ് ഫീച്ചേഴ്സ് പ്രൊഡക്റ്റിനുണ്ട്, സെല്ലിംഗ് ഔട്ട് ഫ്യൂ യൂണിറ്റ്സ് ആണ് ആൻഡ് ഏൺ ഹയർ പ്രോഫിറ്റ്സ്. തേർഡ്, ഡിമാൻഡ് ഈസ് ഇൻഎലാസ്റ്റിക്, ഹൈ ഇനീഷ്യൽ കോസ്റ്റ്, ഹൈലി പ്രൈസ്ഡ് സെഗ്മെൻറ്റിലാണ് പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. റിഡക്ഷൻ ഇൻ പ്രൈസ് ഇൻ ലേറ്റർ ഇയേഴ്സ് മേ ഇൻക്രീസ് സെയിൽസ്. അപ്പോൾ എന്തൊക്കെ എക്സാമ്പിൾ? ഇന്നോവ, പഗാനി, ഫെറാറി, റിവിയൻ, ലംബോർഗിനി, ടാറ്റ. അതാണ് അതിൻ്റെ എക്സാമ്പിൾസ് സ്കിമ്മിങ്. പിന്നെ പെനട്രേഷൻ പ്രൈസിങ്. വാട്ട് ഈസ് പെനട്രേഷൻ? പെനട്രേറ്റ് ചെയ്യുക മാർക്കറ്റ്, അതാണ് ഉദ്ദേശിക്കുന്നത്. പെനട്രേറ്റ് ദ മാർക്കറ്റ്. പെനട്രേഷൻ പ്രൈസിങ് എന്ന് പറയുന്നത് ലോ പ്രൈസ്, ദാറ്റ് ഈസ് ലോ പ്രൈസ് ഫോർ പെനട്രേറ്റിംഗ് മാസ് മാർക്കറ്റ്സ് as early as possible, as quickly as possible. പെനട്രേറ്റ് ചെയ്യുന്നത് മാസ് മാർക്കറ്റ്സ്. ഫോർ എക്സാമ്പിൾ ഈ ലോ പ്രൈസ് എന്തായിരിക്കണം? ഫോർ ദ ലോങ് ടേം സർവൈവൽ ആൻഡ് പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ കമ്പനി. അപ്പോൾ റിക്വയർസ് കൺസിഡറബിൾ എമൗണ്ട് ഓഫ് മാർക്കറ്റ് റിസർച്ച് ആൻഡ് ഫോർകാസ്റ്റിംഗ്. ഓക്കെ. ലോ പ്രൈസ് വെക്കുമ്പോൾ ഇതെന്തിനാ നമ്മളെ ഇതിനെ ബാധിക്കും, ലോങ് ടേം സർവൈവൽ ആൻഡ് പ്രോഫിറ്റബിലിറ്റി. കാരണം അധികം ലാഭം ഇല്ലെങ്കിൽ നമുക്ക് ലോങ് ടേമിൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല. ലോ പ്രൈസസ് കിട്ടുന്നുണ്ട് ലോങ് ടേം സർവൈവൽ ആൻഡ് പ്രോഫിറ്റബിലിറ്റി ബാധിക്കും. അതുകൊണ്ട് തന്നെ ഇത് ഇറക്കണേക്കാളും നമ്മുടെ മാർക്കറ്റ് റിസർച്ചും നല്ല ഫോർകാസ്റ്റിങ്ങും വേണം. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജസിൽ കമ്പനി മേ നോട്ട് ഏൺ പ്രോഫിറ്റ്സ്. കണ്ട, ഇനീഷ്യൽ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് ഫുൾ ലോസാണ്.
ഗ്രോത്ത് ഫേസ് എത്തുമ്പോൾ ഗ്രോത്ത് കഴിഞ്ഞ് ഗ്രോത്തിലാണ് പ്രോഫിറ്റ് തുടങ്ങുന്നത് തന്നെ. ഇനീഷ്യലി ലോസ് ആയിരിക്കും. ഇനീഷ്യൽ സ്റ്റേജ് കമ്പനി മേ നോട്ട് ഏൺ പ്രോഫിറ്റ്സ്, ദാറ്റ് ഈസ് ലോസ്. പ്രൈസ് മേ ബി ഇൻക്രീസ്ഡ് അറ്റ് എ ലേറ്റർ സ്റ്റേജ് ആസ് ആൻഡ് വെൻ ദ ഡിമാൻഡ് പിക്സപ്പ്. അതായത് ഗ്രോത്ത് ഫേസിൽ പ്രൈസ് കൂട്ടാം. ഇൻട്രൊഡക്ടറി സ്റ്റേജിൽ വെരി ലോ പ്രൈസ്, അതായത് വേരിയബിൾ കോസ്റ്റ് മാത്രം. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ലോ പ്രൈസിലാകുമ്പോൾ ഇറ്റ് ക്രിയേറ്റ്സ് എ ബാരിയർ ടു എൻട്രി, ഡിസ്കറേജസ് ന്യൂ കൺസേൺസ് ടു എൻ്റർ ദ മാർക്കറ്റ്. ഒരു ബാരിയർ ടു എൻട്രി ഡിസ്കറേജസ് ന്യൂ കൺസേൺസ് ടു എൻ്റർ ഇൻ ടു ദ മാർക്കറ്റ്. എന്നിട്ട് പെനട്രേഷൻ വേഴ്സസ് പ്രിഡേറ്ററി. അപ്പോൾ പെനട്രേഷൻ വേഴ്സസ് പ്രിഡേറ്ററി പ്രൈസിങ്. പെനട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ പ്രൈസ് ചാർജ് ചെയ്യുക. പ്രിഡേറ്ററി പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ കോസ്റ്റിനേക്കാളും കുറവ് ചാർജ് ചെയ്യുക. ബിലോ കോസ്റ്റ് ലീഡിങ് ടു ലോസ്. അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്നിട്ട് ഡ്രൈവ് ഔട്ട് കോമ്പറ്റീറ്റേഴ്സ് ആൻഡ് ക്രിയേറ്റ് ബാരിയർ ടു എൻട്രി ഫോർ പൊട്ടൻഷ്യൽ ന്യൂ കോമ്പറ്റീഷൻ. ഓക്കെ, ഇവിടെ ലോ കോസ്റ്റാണ്, അതായത് വേരിയബിൾ കോസ്റ്റിംഗിലും ചാർജ് ചെയ്യും. ലോ പ്രൈസിങ് ഇവിടെ എന്ന് പറഞ്ഞാൽ ടോട്ടൽ കോസ്റ്റിനേക്കാളും കുറവാണ്. അപ്പോൾ എന്തായാലും ലോസ് ഉണ്ടാവും. ടു ഡ്രൈവ് ഔട്ട് കോമ്പറ്റീഷൻ, ക്രിയേറ്റ് ബാരിയേഴ്സ് ടു എൻട്രി, അതാണ് പ്രിഡേറ്ററി പ്രൈസിങ്. അപ്പോൾ ഈ ലോ പ്രൈസിങ് പെനട്രേഷൻ പ്രൈസിങ് എന്ന് പറയുന്നല്ലോ. ലോ പ്രൈസസ് ആർ ചാർജ് ടു പെനട്രേറ്റ് ദ മാസ് മാർക്കറ്റ്സ്. അപ്പോൾ അതിൻ്റെ സർക്കംസ്റ്റാൻസസ് വേർ ഇറ്റ് ഈസ് അപ്ലിക്കബിൾ, വേർ ഡിമാൻഡ് ഈസ് എലാസ്റ്റിക്, അതായത് പ്രൈസ് കൂട്ടിക്കഴിഞ്ഞാൽ ഡിമാൻഡ് കുറയും. ഇൻവേഴ്സ്ലി റിലേറ്റഡ്. അപ്പോൾ എലാസ്റ്റിക് ആണ്, ഡിമാൻഡ് ഈസ് ഇലാസ്റ്റിക്. അങ്ങനെയാണെങ്കിൽ എലാസ്റ്റിക് ആണെങ്കിൽ അവിടെ അവിടെ പെനട്രേഷൻ വരും. അടുത്ത സബ്സ്റ്റാൻഷ്യൽ സേവിങ്സ് ഓൺ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ. ഓക്കെ, എക്കോണമീസ് ഓഫ് സ്കിൽ. ലാർജ് സ്കെയിൽ മാസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സേവിങ്സ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ അവിടെ പെനട്രേഷൻ. പിന്നെ ത്രെഡ് ടു കോമ്പറ്റീഷൻ. എനിക്ക് ഭയങ്കര ത്രെഡ് ടു കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ ഞാൻ പ്രൈസ് കുറച്ച് ചാർജ് ചെയ്യുള്ളൂ. അപ്പോൾ സ്കിമ്മിങ് അല്ല പെനട്രേഷൻ. അപ്പോൾ പെനട്രേഷനിലെ 3 സ്ഥലങ്ങളിലുള്ള ഡിമാൻഡ് ഈസ് എലാസ്റ്റിക്, സബ്സ്റ്റാൻഷ്യൽ സേവിങ്സ് ഇൻ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ആൻഡ് ത്രെഡ് ടു കോമ്പറ്റീഷൻ. ആ 3 ഏരിയാസിൽ അപ്ലിക്കബിൾ. പിന്നെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് സിറ്റുവേഷൻ. ഫോർ എക്സാമ്പിൾ ഈസ് ന്യൂ പ്രൊഡക്റ്റ് ആണ് ഫോർ ദ കമ്പനി ആൻഡ് ദ മാർക്കറ്റ്. കമ്പനിക്കും മാർക്കറ്റും പുതിയതാണ്. അപ്പോൾ മാർക്കറ്റിൽ വേറെ പ്രൈസ് കമ്പയർ ചെയ്യാനില്ല. ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ, ലോങ് ടേം സർവൈവൽ ഇൻ ദ മാർക്കറ്റ്, ഡിമാൻഡ് ഈസ് എക്സ്പെക്റ്റഡ് ടു ബി എലാസ്റ്റിക്. ഇതൊക്കെ തന്നിട്ടില്ലെങ്കിൽ ഇത് പെനട്രേഷൻ പ്രൈസിങ്ങാണ്. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ പ്രൊഡക്റ്റ് ആണ് കമ്പനിക്ക് ബട്ട് നോട്ട് ഫോർ ദ മാർക്കറ്റ്. അതായത് മാർക്കറ്റ് ഓൾറെഡി ഉണ്ട്. ഇറ്റ്സ് ക്രൂഷ്യൽ ഫോർ ദ കമ്പനി സർവൈവൽ. ന്യൂ പ്രൊഡക്റ്റ് ഫോർ ദ കമ്പനി ബട്ട് നോട്ട് ഫോർ ദ മാർക്കറ്റ്. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് പ്രൈസ് ജസ്റ്റ് ബിലോ ദ മാർക്കറ്റ് പ്രൈസ്. ഇത് കോമ്പറ്റീഷൻ ഡ്രൈവ് ഔട്ട് ചെയ്യാൻ വേണ്ടി പ്രൈസ് ബിലോ ദ മാർക്കറ്റ് പ്രൈസ്, മാർക്കറ്റ് ഷെയർ പിടിക്കാൻ. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ന്യൂ പ്രൊഡക്റ്റ് ടു ദ കമ്പനി ആൻഡ് ദ മാർക്കറ്റ്. ഓക്കെ, ഇൻ എലാസ്റ്റിക് ഡിമാൻഡ്, ഹൈ ഇനീഷ്യൽ കോസ്റ്റ്, അൺയൂഷ്വൽ സോഴ്സ് ഓഫ് ക്യാപിറ്റൽ, ഹാവ് അൺസർട്ടനിറ്റീസ് ബ്ലോക്കിംഗ് ദം. ഇതൊക്കെയാണെങ്കിൽ സ്കിമ്മിങ്. ഡി ഈസ് പെറിഷബിൾ ആയിട്ട്. പെറിഷബിൾ ആണെങ്കിൽ എനി ക്യാഷ് റിയലൈസബിൾ വാല്യൂ. അപ്പോൾ ഇൻട്രൊഡക്ടറി സ്റ്റേജ്, ഗ്രോത്ത് സ്റ്റേജ്. ഒരു ന്യൂ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതാണ് ഇൻട്രൊഡക്ഷൻ സ്റ്റേജ്. 2 എടുക്കാം. സ്കിമ്മിങ് കൊടുക്കാം, പെനട്രേഷൻ എടുക്കാം. സ്കിമ്മിങ് പോളിസി എന്ന് പറഞ്ഞാൽ ഹൈ പ്രൈസസ് ബട്ട് ലോ പ്രോഫിറ്റ് മാർജിൻ ഡ്യൂ ടു ഹൈ ഫിക്സഡ് കോസ്റ്റ്. പെനട്രേഷൻ എന്ന് പറഞ്ഞാൽ എൻ്റർ ദ മാർക്കറ്റ് ആൻഡ് ഗെയിൻ എ ഹൈ ഷെയർ. ലോ പ്രൈസ് ചാർജ് ചെയ്യുക ആൻഡ് ഗെയിൻ എ ഹൈ ഷെയർ ക്വിക്ക്ലി ടു പ്രിവെൻറ്റ് കോമ്പറ്റീറ്റേഴ്സ് ഫ്രം എൻറ്ററിങ്. പിന്നെ ഗ്രോത്ത് സ്റ്റേജിലും മെച്യൂരിറ്റി സ്റ്റേജ്, ഡിക്ലൈൻ സ്റ്റേജിലൊക്കെ ഉണ്ടാവണം എന്നുള്ളതാണ്. അത് ഇവിടെ നിന്ന് പറയാം. ഫോർ എക്സാമ്പിൾ നമുക്ക് എത്ര ഫേസ് ഉണ്ട്? ഇൻട്രൊഡക്ടറി, ഗ്രോത്ത്, മെച്യൂരിറ്റി, ഡിക്ലൈൻ ഉണ്ട്. ഇപ്പോൾ സെല്ലിംഗ് പ്രൈസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സാണ് പറയണത്. ഇപ്പോൾ സ്കിമ്മിങ്ങിൽ സെല്ലിംഗ് പ്രൈസ് ആണെങ്കിൽ ഹൈ സെല്ലിംഗ് പ്രൈസാണ് നമ്മൾ ചാർജ് ചെയ്യുക. കാരണം നമുക്ക് ഹൈ ഫിക്സഡ് കോസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് 2 ഹൈ ആയ കാരണം ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവും, കാരണം ഹൈ ഫിക്സഡ് കോസ്റ്റ്. അപ്പോൾ നമുക്ക് ഉണ്ടാവുക ലോ പ്രോഫിറ്റ് മാർജിൻ ഉണ്ടാവുക ഇൻട്രൊഡക്ടറി ഇതിൽ. പിന്നെ ഗ്രോത്തിൽ റെഡ്യൂസ് ദ സെല്ലിംഗ് പ്രൈസ് നമ്മൾ കുറയ്ക്കും. അതെന്തുകൊണ്ടാണ്? പ്രൊഡക്റ്റ് ലെസ് യൂണീക്ക്. കാരണം റൈവൽസ് റീ എഞ്ചിനീയർ ചെയ്തിട്ട് നമ്മുടെ ഫീച്ചേഴ്സ് കണ്ടുപിടിച്ച് അവരുണ്ടാക്കി തുടങ്ങി, മാർക്കറ്റിൽ എത്തിച്ചു തുടങ്ങി. അപ്പോൾ റെഡ്യൂസ് ദ സെല്ലിംഗ് പ്രൈസ്. സെക്കൻഡ് ടു ഡിസ്കറേജ് അതർ കോമ്പറ്റീറ്റേഴ്സ്. സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഡിസ്കറേജ് അതർ കോമ്പറ്റീറ്റേഴ്സ്. പ്രൈസ് റെഡ്യൂസ് ദ സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് കുറയ്ക്കാനുള്ള കാരണം പ്രൊഡക്റ്റ് ലെസ് യൂണീക്കാണ്, റൈവൽസ് റീ എഞ്ചിനീയർ ചെയ്യുന്നു. സെക്കൻഡ് ടു ഡിസ്കറേജ് അതർ കോമ്പറ്റീറ്റേഴ്സ്. തേർഡ് ഗെയിൻ ദ മാർക്കറ്റ് ഷെയർ, ഗ്രോത്ത് ഇൻ വോളിയം. അപ്പോൾ ഗ്രോത്ത് സ്റ്റേജിൽ ഭയങ്കര വോളിയം ഗ്രോത്ത് ആയിരിക്കും. അപ്പോൾ ഗ്രോത്തിൽ ഗെയിൻ മാർക്കറ്റ് ഷെയർ സ്കിമ്മിങ്ങിൻ്റെ സമയത്ത്. പിന്നെ മെച്യൂരിറ്റി ആകുമ്പോൾ ഹയസ്റ്റ് ഇതിലെത്തി, ഇൻക്രീസിങ് ആയിട്ട് ഡിക്രീസിങ് റേറ്റ്, ദെൻ ബിഗിൻസ് ടു ഡിക്ലൈൻ. അപ്പോൾ റെഡ്യൂസ് ദ സെല്ലിംഗ് പ്രൈസ് ആണ്. ഓർ കോൺസ്റ്റൻറ്റ്, അതായത് ആഡ് ഓൺസ് വയ്ക്കുക, പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്യുക, അതിനെ ആഡ് ചെയ്യുക. ഒന്നില്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് വയ്ക്കുക. ഇങ്ങനെ കോൺസ്റ്റൻ്റ് വയ്ക്കുക, ഫീച്ചേഴ്സ് ആഡ് ചെയ്യുക, ആഡ് ഓൺസ് കൊടുക്കുക. അങ്ങനെ ഡിക്ലൈൻ ഫേസിൽ വീണ്ടും റെഡ്യൂസ് ദ സെല്ലിംഗ് പ്രൈസ്, കാരണം കോസ്റ്റ് ഓർ ബിലോ കോസ്റ്റ്, അതായത് മാർക്കറ്റിൽ പോയി കൺസോളിഡേറ്റ് ചെയ്യാൻ സമയം. അപ്പോൾ നമ്മുടെ കോസ്റ്റ് ഓർ ബിലോ കോസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ സ്കിമ്മിങ്ങിൽ സെല്ലിംഗ് പ്രൈസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്
ഗ്രോത്തിൽ ഹൈ സെല്ലിംഗ് പ്രൈസ്, ഇൻട്രൊഡക്ഷനിൽ ഹൈ സെല്ലിംഗ് പ്രൈസ് ആയിരിക്കും, ഗ്രോത്തിൽ റെഡ്യൂസ് ആവും, മെച്യൂരിറ്റിയിൽ റെഡ്യൂസ് ആവും, അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് ഡിക്ലൈനിൽ വീണ്ടും റെഡ്യൂസ് ആവും സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ ഇൻട്രൊഡക്ഷനിൽ എന്തുകൊണ്ടാണ് ഹൈ സെല്ലിംഗ് പ്രൈസ്, ഹൈ ഫിക്സഡ് കോസ്റ്റ്, ലോ പ്രോഫിറ്റ് മാർജിൻ. ഗ്രോത്തിൽ റെഡ്യൂസ് ദ സെല്ലിംഗ് പ്രൈസ്, കാരണം പ്രൊഡക്റ്റ് ലെസ് യൂണിക്, റൈവൽസ് റിവേഴ്സ് എഞ്ചിനീയർ ടു ഡിസ്കറേജ് അതർ കോമ്പറ്റീറ്റേഴ്സ് ഗെയിൻ മാർക്കറ്റ് ഷെയർ. മെച്യൂരിറ്റിയിൽ റെഡ്യൂസ് ദ സെല്ലിംഗ് പ്രൈസ് ഓർ കോൺസ്റ്റൻറ്റ്, ഡിക്ലൈനിൽ റെഡ്യൂസ് ദ സെല്ലിംഗ് പ്രൈസ് ഓർ കോസ്റ്റ് ബിലോ ഓർ റെഡ്യൂസ് ദ സെല്ലിംഗ് പ്രൈസ് അറ്റ് കോസ്റ്റ് ഓർ ബിലോ കോസ്റ്റ്. ഓക്കെ, ഇനി നമുക്കിപ്പോൾ സ്കിമ്മിങ്ങിൽ തന്നെ എന്താ കോസ്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയാം. സ്കിമ്മിങ്ങിൽ നമ്മുടെ കോസ്റ്റിന് എന്താ സംഭവിക്കുക എന്നുള്ളതാണ്. ഇൻട്രൊഡക്ടറി ഫീൽഡിൽ നമുക്ക് ഹൈ കോസ്റ്റാണ്, ഇനീഷ്യൽ ക്യാപിറ്റൽ ഔട്ട്ലേ, R&D ഒക്കെ ഭയങ്കര കൂടുതലായിരിക്കും, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഭയങ്കര ഹൈ ആണ്. ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റ്, ഹൈ R&D ആൻഡ് ഹൈ റിസർച്ച് വരും. ഗ്രോത്തിൽ എന്താ സംഭവിക്കണം, ഗ്രോത്തിലാകുമ്പോൾ സെയിൽസ് കൂടും, സെയിൽസ് കൂടുമ്പോൾ റെഡ്യൂസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമ്മുടെ കുറയും. കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ടാക്കാൻ വന്ന കോസ്റ്റ് ഭയങ്കര കുറവായിരിക്കും. കാരണം എന്താ, ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ, ബൾക്ക് ഡിസ്കൗണ്ട്. നമ്മൾ കുറേ സാധനങ്ങൾ വാങ്ങിക്കും, നെഗോഷിയേറ്റ് വിത്ത് സപ്ലൈ. ലാർജ് സ്കെയിൽ പ്രൊഡക്ഷന് വേണ്ടി കുറേ സാധനങ്ങൾ വാങ്ങിക്കും, അപ്പോൾ നമുക്ക് ബൾക്ക് ഡിസ്കൗണ്ട് കിട്ടും, നെഗോഷിയേഷൻ വിത്ത് സപ്ലൈസ്. പിന്നെ ലേണിംഗ് കർവിൻ്റെ ബെനിഫിറ്റ്സ് ഉണ്ടായിരിക്കും എംപ്ലോയീസിന്. ഓക്കെ, ഇങ്ങനെ കറക്റ്റ് പ്രൊഡക്ഷനും ഇതൊക്കെ പഠിച്ചു വരുന്നുള്ളൂ, അപ്പോൾ ലേണിംഗ് കർവിൻ്റെ ബെനിഫിറ്റ് കിട്ടും. പിന്നെ ഫിക്സ്ഡ് കോസ്റ്റ് സ്പ്രെഡ് അക്രോസ് ഓവർ ലാർജ് നമ്പർ ഓഫ് യൂണിറ്റ്സ്, കാരണം എന്താ, എക്കോണമീസ് ഓഫ് സ്കെയിൽ. ഓക്കെ, അപ്പോൾ ഗ്രോത്ത് ഫേസിൽ റെഡ്യൂസ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യും. അതിന് കാരണം എന്താ, ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ. ഇപ്പോൾ ലാർജ് സ്കെയിൽ കാരണം ലാർജ് വോളിയം വാങ്ങിക്കും, അതുകൊണ്ട് നമുക്ക് ബൾക്ക് ഡിസ്കൗണ്ട് കിട്ടും. പിന്നെ ലാർജ് സ്കെയിൽ ആയതുകൊണ്ട് ലേണിംഗ് കർവിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടും. പിന്നെ ലാർജ് സ്കെയിൽ യൂണിറ്റ്സ് ആയ കാരണം, ലാർജ് നമ്പർ ഓഫ് യൂണിറ്റ്സ് ആയാലും ഫിക്സ്ഡ് കോസ്റ്റ് സ്പ്രെഡ് അക്രോസ് ലാർജ് നമ്പർ ഓഫ് യൂണിറ്റ്സ്, ദാറ്റ് ഈസ് എക്കോണമീസ് ഓഫ് സ്കെയിൽ. മെച്യൂരിറ്റി ഫേസിലും ഉണ്ടാവുക, മെച്യൂരിറ്റിയിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കോൺസ്റ്റൻ്റ് ആയിരിക്കും. കാരണം എന്താ, ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ നോ ലോങ്ങർ ഫീസിബിൾ. കാരണം എന്താ, വോളിയം ഗ്രോത്ത് ഇല്ല, ബിഗിൻസ് ടു ഡിക്ലൈൻ. വോളിയം ബിഗിൻസ് ടു ഡിക്ലൈനാണ്. അപ്പോൾ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഇല്ല, നോ ലോങ്ങർ ഇൻക്രീസസ്. പിന്നെ ലേണിംഗ് കർവ് എഫക്റ്റ്, മെറ്റീരിയൽ ലേബർ ഓവർ ഹെഡ്സ് എന്നിട്ട് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ലേണിംഗ് കർവിൻ്റെ എഫക്റ്റ് ഒക്കെ കഴിഞ്ഞു, ഡിസ്കൗണ്ട് കിട്ടില്ല അങ്ങനെ, അപ്പോൾ ഇതും കോൺസ്റ്റൻ്റ് ആയി. മെച്യൂരിറ്റി ഫേസിൽ അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കോൺസ്റ്റൻ്റ് ആണ്. ഡിക്ലൈൻ ഫേസിൽ കോസ്റ്റ് ഇൻക്രീസ് ആവും. കാരണം എന്താ, ലോവർ വോളിയം ആയത് കാരണം കോസ്റ്റ് ഇൻക്രീസ് ആവും, അബ്സോർപ്ഷൻ കുറയും, നമ്മുടെ ലോവർ വോളിയം പ്രൊഡക്ഷനായി. അപ്പോൾ കോസ്റ്റിൻ്റെ ഈ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണ്, ഇൻട്രൊഡക്ഷനിൽ ഹൈ, ഗ്രോത്തിൽ റെഡ്യൂസ് ചെയ്യും, മെച്യൂരിറ്റിയിൽ കോൺസ്റ്റൻറ്റ്, ഡിക്ലൈനിൽ ഇൻക്രീസ്. അതാണ് ഈ ലൈൻ ഉദ്ദേശിക്കുന്നത്. സ്കിമ്മിങ്ങിൽ കോസ്റ്റ്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് പെനട്രേഷൻ്റെ സെല്ലിംഗ് പ്രൈസാണ്. അപ്പോൾ ഈ പെനട്രേഷനിലെ സെല്ലിംഗ് പ്രൈസ് IGMD ഭയങ്കര ലോ സെല്ലിംഗ് പ്രൈസാണ് നമ്മൾ വയ്ക്കുക, അതായത് മാർജിനൽ കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്. പിന്നെ നമ്മൾ ഇൻക്രീസ് ചെയ്യും സെല്ലിംഗ് പ്രൈസ്, മെച്യൂരിറ്റിയിൽ നമ്മൾ ഇൻക്രീസ് ചെയ്യും, പിന്നെ ഡിക്ലൈനിൽ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് വയ്ക്കും. അതാണ് പെനട്രേഷനിലെ സെല്ലിംഗ് പ്രൈസിൻ്റെ പ്രത്യേകത. അത് എവിടെയും പറഞ്ഞിട്ടില്ല, അത് കാരണം അധികം ഇമ്പോർട്ടൻസ് ഇല്ല അതിന്. പെനട്രേഷനിൽ കോസ്റ്റ് എന്നിട്ടാണ്, പെനട്രേഷനിൽ നമുക്ക് ഫസ്റ്റ് തന്നെ ലോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആയിരിക്കും. കാരണം ലാർജ് സ്കെയിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അധികം ഭയങ്കര മാസ് മാർക്കറ്റ്സിന് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യണം, ഹൈ ക്വാണ്ടിറ്റി നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്നിട്ട് ലോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആയിരിക്കും. പിന്നെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഗ്രോത്ത് സ്റ്റേജിൽ നിന്നുകൊണ്ട് റെഡ്യൂസസ്, കാരണം സെയിൽസ് കൂടി, പ്രൊഡക്ഷൻ ക്വാണ്ടിറ്റി വീണ്ടും കൂടും, അപ്പോൾ കുറയും. മെച്യൂരിറ്റിയിൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും, പിന്നെ ഡിക്ലൈൻ ഇൻക്രീസ് ആവും. അപ്പോൾ സ്കിമ്മിങ്ങിൽ കോസ്റ്റ് പോലെ തന്നെ പെനട്രേഷൻ കോസ്റ്റിങ് ഫസ്റ്റ് ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ സെയിമാണ്. സ്കിമ്മിങ്ങിൽ ഇൻട്രൊഡക്ഷൻ ഫേസിൽ ഹൈ കോസ്റ്റാകും, പെനട്രേഷനിൽ ഇൻട്രൊഡക്ടറി ഫേസിൽ ലോ കോസ്റ്റാകും. ആ ലോ കോസ്റ്റ് അവിടെ നിന്നും റെഡ്യൂസ് ആവും, പിന്നെ കോൺസ്റ്റൻ്റ് ആവും, പിന്നെ ഇൻക്രീസ് ആവും. ഇവിടെ ഹൈ ഇതിലാണ് പോണത്, പിന്നെ ഗ്രോത്തിൽ റെഡ്യൂസ് ആവും, കോൺസ്റ്റൻ്റ് ആവും, ഇൻക്രീസ് ആവും. അതിൻ്റെ ഇത് പിന്നെ നമ്മൾ വേറൊരു ചാപ്റ്ററിലാണ് ഇത് ശരിക്കും പറയണത്, പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ് ചാപ്റ്റർ 4 ഗ്രോത്തും മെച്യൂരിറ്റിയിലും എന്താണ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ളതാണ്. അതവിടെ പറയുന്നുണ്ട്, എന്നാലും ഇവിടെ പറഞ്ഞു പോകും. ഫോർ എക്സാമ്പിൾ ഗ്രോത്ത് ഫേസിലും മെച്യൂരിറ്റി ഫേസിലും ഇപ്പോൾ സ്കിമ്മിങ് ആണെന്ന് വിചാരിക്കുക, അപ്പോൾ സെല്ലിംഗ് പ്രൈസിന് എന്തോ സംഭവിക്കും. ഗ്രോത്ത് ഫേസിൽ പ്രൊഡക്റ്റ് ബിക്കം ലെസ് യൂണിക് ബിക്കോസ് കോമ്പറ്റീറ്റേഴ്സ് റിവേഴ്സ് എഞ്ചിനീയർ ടു പ്രൊഡ്യൂസ് ദെയർ വേർഷൻ ഓഫ് ദ പ്രൊഡക്റ്റ്. അപ്പോൾ ടു ഡിസ്കറേജ് കോമ്പറ്റീഷൻ നമ്മുടെ സെല്ലിംഗ് പ്രൈസ് കുറയ്ക്കും. സ്കിമ്മിങ്ങിൽ ഇൻട്രൊഡക്ഷനിൽ ഹൈ സെല്ലിംഗ് പ്രൈസ് പിന്നെ കുറയ്ക്കും, therefore unit profitability reduces. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് കുറയുമ്പോൾ പ്രൊഡക്റ്റ് ബിക്കംസ് മോർ അട്രാക്റ്റീവ് ടു ഡിഫറെൻറ്റ് മാർക്കറ്റ് സെഗ്മെൻറ്റ്സ്.
അതുകൊണ്ട് ഇൻക്രീസ് ഇൻ ഡിമാൻഡ്, ദെർഫോർ ഗ്രോത്ത് ഇൻ സെയിൽസ് ക്വാണ്ടിറ്റി. ഓക്കെ. മെച്യൂരിറ്റി ഫേസിൽ എന്താണ് സ്കിമ്മിങ്ങിൻ്റെ സെല്ലിംഗ് പ്രൈസ് അൺലൈക്ലി ടു റെഡ്യൂസ് ഇനി ലോങ്ങർ. ഓക്കെ. ടൈം ഫോർ കൺസോളിഡേഷൻ, സെല്ലിംഗ് പ്രൈസ് ഫെയർലി കോൺസ്റ്റൻറ്റ് വയ്ക്കും, അല്ലെങ്കിൽ നമ്മുടെ ഒക്കേഷണൽ ഓഫേഴ്സ് ആഡ് ഓൺസ് ടു ടെംപ്റ്റ് ടു ബൈ ആണ് നമ്മുടെ സ്കിമ്മിങ്ങിൻ്റെ സെല്ലിംഗ് പ്രൈസിൻ്റെ പ്രത്യേകത. ഇൻട്രൊഡക്റ്റിൽ ഭയങ്കര ഹൈ ആയിരുന്നു, ഗ്രോത്തിൽ നമ്മൾ കുറയ്ക്കും, മെച്യൂരിറ്റിയിൽ കോൺസ്റ്റൻറ്റ്, പിന്നെ കൂടും, പിന്നെ വീണ്ടും കുറയ്ക്കും. സെല്ലിംഗ് പ്രൈസ് ആയിരുന്നു വീണ്ടും ഡിക്ലൈൻ, വീണ്ടും റെഡ്യൂസസ് കോൺസ്റ്റൻറ്റ് റെഡ്യൂസസ്. പിന്നെ യൂണിറ്റ് പ്രൊഡക്ഷൻ കോസ്റ്റ്, ഇത് സ്കിമ്മിങ്ങിൻ്റെ കേസിൽ യൂണിറ്റ് പ്രൊഡക്ഷൻ കോസ്റ്റ് എന്നുണ്ടായിരിക്കുന്നത് ഗ്രോത്ത് ഫേസിൽ നമുക്ക് പ്രൊഡക്ഷൻ്റെ വാല്യൂ കുറയും. നമ്മുടെ ഡയറക്റ്റ് മെറ്റീരിയൽസ് ബ്രോട്ട് ഇൻ ലാർജ് ക്വാണ്ടിറ്റി, ദെർഫോർ ബെറ്റർ നെഗോസിയേഷൻ, ദെർഫോർ യൂണിറ്റ് മെറ്റീരിയൽ കോസ്റ്റ് റെഡ്യൂസസ്. ഓക്കെ. പിന്നെ ഡയറക്റ്റ് ലേബർ, അപ്പോൾ ഈ യൂണിറ്റ് ഒരു എക്സാമ്പിൾ, അതായത് ഇത് പെട്ടെന്ന് ഓർക്കാനായിട്ട് യൂണിറ്റ് പ്രൊഡക്ഷൻ കോസ്റ്റ് അതിനെ ഡിവൈഡ് ചെയ്യുക, ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, അതർ വേരിയബിൾ ഓവർഹെഡ്സ്, ഫിക്സ്ഡ് ഓവർഹെഡ്സ്. ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ റെഡ്യൂസസ്, കാരണം ബോട്ട് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ്. ഡയറക്റ്റ് ലേബർ എന്ന് പറഞ്ഞാൽ റെഡ്യൂസസ് ഡ്യൂറിങ് ഗ്രോത്ത്, ഡ്യൂ ടു ലേണിംഗ് കർവ് എഫക്റ്റ്. അതർ വേരിയബിൾ ഓവർഹെഡ്സ് എന്ന് പറഞ്ഞാൽ റെഡ്യൂസസ് ഡ്യൂ ടു ലാർജ് ബാച്ച് സൈസസ്, റെഡ്യൂസസ് കോസ്റ്റ് പെർ യൂണിറ്റ്. ഫിക്സ്ഡ് ഓവർഹെഡ് റെഡ്യൂസസ് കാരണം ലാർജ് വോളിയം ഷെയർഡ് ബൈ ഗ്രേറ്റർ നമ്പർ ഓഫ് യൂണിറ്റ്സ്. ഇനി മെച്യൂരിറ്റി ഫേസിലെ യൂണിറ്റ് പ്രൊഡക്ഷൻ കോസ്റ്റ് അണ്ടർ സ്കിമ്മിങ് എന്താണ്, ഈ ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞത് കോൺസ്റ്റൻ്റ് പിന്നെ കൂടാം, കാരണം എന്നിട്ട് ലെസർ ക്വാണ്ടിറ്റീസ് റിക്വയർഡ്, ലോസ് ഓഫ് നെഗോഷിയേഷൻ പവർ, അപ്പോൾ സപ്ലയർക്ക് കൂടുതൽ നെഗോഷിയേഷൻ പവർ വരെ, കാരണം എന്നിട്ട് ഞാൻ കുറവ് വോളിയം വാങ്ങിക്കുന്നുള്ളൂ. ഇനി ഡയറക്റ്റ് ലേബർ, ലേണിംഗ് കർവ് എഫക്റ്റ് എൻഡഡ്, അൺലൈക്ലി ടു ബി റെഡ്യൂസിങ് എനി ലോങ്ങർ. അപ്പോൾ ലേണിംഗ് കർവ് എഫക്റ്റ് കുറഞ്ഞു, അപ്പോൾ ഈ ലേബർ ഷിഫ്റ്റ് ദിയർ അറ്റൻഷൻ ടു ഡിഫറെൻറ്റ് പ്രൊഡക്ട്സ്, ദെർഫോർ കോസ്റ്റ് ഇൻക്രീസസ്. പിന്നെ എന്നിട്ട് അതർ വേരിയബിൾ ഓവർഹെഡ്സിലെ ഒപ്റ്റിമം ബാച്ച് സൈസസ് ഈസ് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ്, ദെർഫോർ ഓവർഹെഡ്സ് റിമെയിൻസ് ദ സെയിം, ഇനി കുറയില്ല. ഫിക്സ്ഡ് ഓവർഹെഡ് ഓൾസോ റിമെയിൻസ് ദ സെയിം. വോളിയം കുറയുമ്പോൾ ഫിക്സ്ഡ് ഓവർഹെഡ് ഈസ് നോട്ട് ലൈക്ലി ടു ഡിക്രീസ്. അപ്പോൾ അതാണ് മെച്യൂരിറ്റി ഫേസിൽ. അപ്പോൾ രണ്ടെണ്ണത്തിലും ഇത്തിരി കൂടി ഡീറ്റെയിൽ ആയി പറയുന്നുണ്ട്, ആ പോയിൻറ്റ്സ് ഇവിടെ എഴുതാമെന്ന് മാത്രം. ഗ്രോത്തിലും മെച്യൂരിറ്റിയിലും. കേസ് ഓഫ് സ്കിമ്മിങ്ങിലും കണ്ട യൂണിറ്റ് സെല്ല് പ്രൈസിങ്ങിൻ്റെ കുറേ ക്യാരക്ടറും യൂണിറ്റ് പ്രൊഡക്ഷൻ കോസ്റ്റിൻ്റെ കുറേ ക്യാരക്ടറും. പ്രൊഡക്ഷൻ കോസ്റ്റ് ആകുമ്പോൾ ഡിവൈഡ് ചെയ്ത് പറയപ്പെടും, മെറ്റീരിയൽ, ലേബർ, അതർ വേരിയബിൾ ഓവർഹെഡ്സ്, ഫിക്സ്ഡ് ഓവർ ഹെഡ്സ്. ഇതാണ് ഇപ്പം എന്നിട്ട് പ്രൊഡക്റ്റ് ഇൻ ന്യൂ മാർക്കറ്റ്. അടുത്ത പോയിൻ്റ് എന്നിട്ട് പ്രൈസ് അഡ്ജസ്റ്റ്മെൻറ്റ് പോളിസീസ് എന്തൊക്കെയാണെന്നുള്ളത്. ഹാവിങ് സെറ്റ് പ്രൈസസ്, ഓക്കെ, നമ്മൾ പ്രൈസ് സെറ്റ് ചെയ്തു, ഒന്നാണെങ്കിൽ സ്കിമ്മിങ് അല്ലെങ്കിൽ പിന്നെ എന്നിട്ട് പെനട്രേഷൻ. കമ്പനീസ് വിൽ നീഡ് ടു അഡ്ജസ്റ്റ് ദിയർ ബേസിക് പ്രൈസസ് ടു അക്കൗണ്ട് ഫോർ വേരിയസ് കസ്റ്റമർ ഡിഫറൻസസ് ആൻഡ് ചേഞ്ചിങ് സിറ്റുവേഷൻ. ഓക്കെ. അതിൽ കുറേ ഇതുകളുണ്ട്. ഫസ്റ്റ് എന്നിട്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഡിസ്കൗണ്ട്. ഓക്കെ, ഡിസ്ട്രിബ്യൂട്ടറിനോട് ഡിസ്കൗണ്ട് കൊടുത്തു, കാരണം എന്നിട്ട് കുറേ ക്വാണ്ടിറ്റി വാങ്ങിച്ചു, ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട്. പിന്നെ ക്യാഷ് ഡിസ്കൗണ്ട് കസ്റ്റമറിന് കൊടുത്തു, പിന്നെ കസ്റ്റമർ അത് വാങ്ങിച്ചിട്ട് പ്ലെയിനിൽ കയറിപ്പോയി, പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. പിന്നെ എന്നിട്ട് ജിയോഗ്രഫിക് പ്രൈസിങ്. ഇത്രയും കാര്യങ്ങളുണ്ട്. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ പ്രൈസ് ഡിഡക്ഷൻ ദാറ്റ് സിസ്റ്റമാറ്റിക്കലി മേക്ക് ദ നെറ്റ് പ്രൈസ് വേരി അക്കോർഡിംഗ് ടു ബയേഴ്സ് പൊസിഷൻ ഇൻ ദ ചെയിൻ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ. ഹോൾസെയിലർ, അതായത് മാനുഫാക്ചറർ ഉണ്ടാവും, പിന്നെ എന്നിട്ട് ഹോൾസെയിലർ ഉണ്ടാവും, ഡീലർ ഉണ്ടാവും, റീറ്റെയിലർ ഉണ്ടാവും. അപ്പോൾ ഇവർ ഈ ചെയിനിൽ എവിടെയാണെന്ന് വെച്ചിട്ട് അവരുടെ പ്രൈസ് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ പ്രൈസ് ഡിഡക്ഷൻ ദാറ്റ് സിസ്റ്റമാറ്റിക്കലി മേക്ക് ദ നെറ്റ് പ്രൈസ് വേരി. എന്താ കാരണം, അക്കോർഡിംഗ് ടു ബയേഴ്സ് പൊസിഷൻ ഇൻ ദ ചെയിൻ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. Okay, discounts are given to various distributors in the trade channel, wholesalers, dealers, retailers. As these discounts creates differential prices for different customers on the basis of marketing functions performed by them. അതാണ് ഡിസ്കൗണ്ട്സ് ക്രിയേറ്റ്സ് ഡിസ്കൗണ്ട് കൊടുക്കുന്നു, അത് എന്ത് ക്രിയേറ്റ് ചെയ്യുന്നു, ഡിഫറൻഷ്യൽ പ്രൈസസ് ഫോർ ഡിഫറെൻറ്റ് കസ്റ്റമേഴ്സ്. ഇവിടെ കസ്റ്റമറിൻ്റെ ഹോൾസെയിലർ ആയിരിക്കാം, ഡീലർ ആയിരിക്കാം, റീറ്റെയിലർ ആയിരിക്കും, ഓൺ ദ ബേസിസ് ഓഫ് മാർക്കറ്റിംഗ് ഫംഗ്ഷൻ പെർഫോം ബൈ ദം. അതുകൊണ്ട് ഇതിനെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഡിസ്കൗണ്ട് അല്ലെങ്കിൽ എന്നിട്ട് ഫങ്ഷണൽ ഡിസ്കൗണ്ട് എന്നും വിളിക്കുന്നു. ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്നിട്ട് പ്രൈസ് റിഡക്ഷനിലെടുത്ത് ക്വാണ്ടിറ്റി പർച്ചേസ്ഡ്, വോളിയം ഓഫ് യൂണിറ്റ്സ് പർച്ചേസ്ഡ്. അപ്പം നമ്മുടെ ഫിസിക്കൽ യൂണിറ്റ്സ് ഓഫ് പെർട്ടിക്കുലർ കൊമോഡിറ്റി. അങ്ങനെയാണെങ്കിൽ ദിസ് മെത്തഡ് ഈസ് നോട്ട് അപ്ലിക്കബിൾ ഇൻ ദ കേസ് ഓഫ് ഹെട്രോജിനസ് കൊമോഡിറ്റീസ് ആറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ആഡ് ഇൻ ടേംസ് ഓഫ് ഫിസിക്കൽ യൂണിറ്റ്സ്. ഓക്കെ, ഹോമോജീനിയസിനാണ് ഇത് അപ്ലിക്കബിൾ, ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട്സ്. അടുത്ത് ക്യാഷ് ഡിസ്കൗണ്ട്സിൽ ഇപ്പോൾ പ്രൈസ് റിഡക്ഷൻ ബേസ്ഡ് ഓൺ പ്രോംപ്റ്റ്നെസ് ഓഫ് പേയ്മെൻറ്റ്. ഓക്കെ, അതായത് ക്യാഷ് ഓൺ ഡെലിവറി അല്ലെങ്കിൽ ബൈ നൗ പേ ലേറ്റർ, അതാകുമ്പോൾ ഡിസ്കൗണ്ട് കുറയും. ക്രെഡിറ്റ് ഇപ്പം തന്നെ പേ ചെയ്ത് കഴിഞ്ഞാൽ ക്രെഡിറ്റ് റിസ്ക് കുറവാണ്, അപ്പം ഞാൻ നല്ല ഡിസ്കൗണ്ട് കൊടുത്ത് നല്ല ഒരു ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യും.
പക്ഷേ പിന്നീട് പേ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് കൂടുതലാണ്, അപ്പോൾ ഞാൻ ഡിസ്കൗണ്ടും കുറയ്ക്കും. ഓക്കെ, പ്രൈസ് റിഡക്ഷൻ ബേസ്ഡ് ഓൺ പ്രോംപ്റ്റ്നെസ് ഓഫ് പേയ്മെൻറ്റ്. ഇറ്റ് ഈസ് എ കൺവീനിയൻറ്റ് ഡിവൈസ് ടു ഐഡൻറ്റിഫൈ ആൻഡ് ഓവർകം ബാഡ് ക്രെഡിറ്റ് റിസ്ക്. ഓക്കെ, where credit risk is high, the percentage of cash discount given is also high. If a buyer decides to purchase goods on credit, he has to pay a higher price by foregoing the cash discount. Okay, പിന്നെ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. പ്രൈസ് ഡിസ്ക്രിമിനേഷൻ മീൻസ് ചാർജിങ് ഡിഫറെൻറ്റ് പ്രൈസസ് on the basis of the customer's product, place or time. If the following conditions are satisfied, price discrimination പറ്റും. For example, the maker must be capable of being segmented. For price discrimination, the customer should not be able to resell the product. The chances of competitors underselling in the segment of higher prices should not be possible. And the time differentials. The objective of the seller is to take advantage of the fact that buyers' demand elasticity varies over time. എൻ്റെ ഒരു എക്സാമ്പിൾ നമ്മുടെ എയർ ടിക്കറ്റ് എടുക്കുമ്പോൾ ക്രിസ്മസ് ഹോളിഡേ സമയത്ത് ഭയങ്കര കൂടുതലായിരിക്കും. അടുക്കും തോറും ഡേറ്റ് ഓഫ് ജോയിൻ അടുക്കും തോറും നമ്മൾ ബുക്കിങ്ങിൻ്റെ റേറ്റ് ഭയങ്കര കൂടുതലായിരിക്കും. ജോഗ്രഫിക് പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ്, അതെന്തുകൊണ്ടാണ് ട്രാവൽ ചെയ്യാനുള്ള കോസ്റ്റ്, ഡെലിവറി കോസ്റ്റ് വരുമ്പോൾ SLM must consider the cost of shipping goods to the buyer. അപ്പോൾ ഇവിടെ these costs grow in importance as freight becomes a larger part of the total variable cost. Okay, the strategy chosen can influence the geographic limits of a firm's market location, production facilities, sources of its raw materials and competitive strength in various geographic markets. അപ്പോൾ കസ്റ്റമറിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് വെച്ചിട്ട് നമ്മൾ പല പ്രൈസും ഓഫർ ചെയ്യും. അപ്പോൾ എന്നിട്ട് ജോഗ്രഫിക് പ്രൈസിങ് എന്നതാണ്. ലൊക്കേഷൻ മാത്രമല്ല, ഫേമിൻ്റെ മാർക്കറ്റ് എവിടെയാണ്, നമ്മുടെ ലൊക്കേഷൻ ഓഫ് പ്രൊഡക്ഷൻ ഫെസിലിറ്റീസ് എവിടെയാണ്, സോഴ്സ് ഓഫ് റോ മെറ്റീരിയൽ നമ്മുടെ എവിടെയാണ്, അങ്ങനെ അതുമായി ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഭാഗം കഴിഞ്ഞു. അടുത്ത് പറയാൻ പോകുന്നത് പ്രൈസിങ് മെത്തേഡ്സ്. അപ്പോൾ പ്രൈസിങ് മെത്തേഡ്സിൽ എന്നിട്ട് കോമ്പറ്റീഷൻ ബേസ്ഡ് ഉണ്ട്, കോസ്റ്റ് ബേസ്ഡ്, വാല്യൂ ബേസ്ഡ്. ഫസ്റ്റ് കോസ്റ്റ് ബേസ്ഡ് പറയാം. കോസ്റ്റ് ബേസ്ഡ് എന്ന് പറയുമ്പോൾ രണ്ടെണ്ണം ഉണ്ട്. അവിടെ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ്. അത് കണ്ടുപിടിച്ചിട്ട് ഫിക്സഡ് കോസ്റ്റ് വേരിയബിൾ കോസ്റ്റ് ഇതിൻ്റെ കൂടെ ഒരു പെർസെൻറ്റേജ് പ്രോഫിറ്റ് ആഡ് ചെയ്യുക. ഇത് വേരിയബിൾ കോസ്റ്റ് മാത്രമേ ഇതിൻ്റെ കൂടെ ഒരു പെർസെൻറ്റേജ് പ്രോഫിറ്റ് ആഡ് ചെയ്യാം. അപ്പോൾ ഈ കോസ്റ്റ് ബേസ്ഡ് പ്രൈസിങ് എവിടെ അപ്ലിക്കബിൾ? കോസ്റ്റ് ബേസ്ഡ് ഈസ് ജനറലി സൂട്ടബിൾ വെൻ ഫേം ഓപ്പറേറ്റ്സ് ഇൻ എ ലെസ് കോമ്പറ്റേറ്റീവ് എൻവയോൺമെൻറ്റ്. ലെസ് കോമ്പറ്റേറ്റീവ് എൻവയോൺമെൻറ്റ് ആകുമ്പോൾ നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഒരു കമ്പാരിസൺ ഒന്നുമില്ല, നമുക്ക് എത്ര വേണമെങ്കിലും വരാം. അപ്പോൾ കോസ്റ്റ് പ്ലസ് ഒരു ഇത് ലെസ് കോമ്പറ്റേറ്റീവ് എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ കസ്റ്റമൈസ്ഡ് ബേസ്ഡ് ഓൺ റിക്വയർമെൻറ്റ്സ് ഓഫ് ദ കസ്റ്റമർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്നിട്ട് പ്രിഫർ ചെയ്യാം കോസ്റ്റ് ബേസ്ഡ്. ലെസ് കോമ്പറ്റേറ്റീവ് പിന്നെ കസ്റ്റമൈസ്ഡ് ഓർഡേഴ്സ് ആണെങ്കിൽ അതെങ്ങനെയാണ്? അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് എന്നിട്ട് എസ്റ്റിമേറ്റ് ദ കോസ്റ്റ് ഓഫ് ദ പ്രൊഡക്റ്റ് ആൻഡ് ഫിക്സ് എ മാർജിൻ ഓഫ് പ്രോഫിറ്റ്. ദ ടേം കോസ്റ്റ് ഹിയർ മീൻസ് ഫുൾ കോസ്റ്റ്. ഫുൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ വേരിയബിൾ പ്ലസ് ഫിക്സഡ്. ഫുൾ കോസ്റ്റ് അറ്റ് കറണ്ട് ഔട്ട്പുട്ട് ആൻഡ് വേജസ് ലെവൽ സിൻസ് ദീസ് ആർ റിഗാർഡ് ആസ് മോസ്റ്റ് റെലവൻറ്റ് ദ പ്രൈസ് ഡിറ്റർമിനേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഡിപ്രിസിയേഷൻ കൺസിഡർ ചെയ്യണോ വേണ്ടേ എന്നുള്ളതാണ്. ഡിപ്രിസിയേഷൻ്റെ പോയിന്റ് ഇവിടെ പറയണം. അതായത് if a firm wants to survive and stay in business, it has to maintain the fixed capital intact, or that its fixed asset may be replaced at the end of their useful working life out of the funds generated from profits retained in the business. അത് സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റാണ്. ഫിക്സഡ് ക്യാപിറ്റൽ ഇൻടാക്റ്റ് ആയിരിക്കണം. അപ്പോൾ അസറ്റ്സ് വാങ്ങിക്കുമ്പോൾ അത് ഫുള്ളി ഡിപ്രിഷിയേറ്റ് ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ തന്നെ എന്തിട്ട് ഡിപ്രിഷിയേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ തന്നെ ഒരു എമൗണ്ട് സെറ്റ് ഓഫ് ചെയ്ത് വെക്കുക, ഇത് ഈ അസറ്റ് റീപ്ലേസ് ചെയ്യാൻ. അപ്പോൾ ഇൻ എ പീരീഡ് ഓഫ് റിലേറ്റീവ്ലി സ്റ്റേബിൾ പ്രൈസ് ലെവൽ, ഡിപ്രിസിയേഷൻ ബേസ്ഡ് ഓൺ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ഓഫ് ഫിക്സ്ഡ് അസറ്റ്സ്, ഓക്കെ, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് വരാം, വുഡ് പെർഹാപ്സ് ബി അഡ്വക്കേറ്റ് ഫോർ അച്ചീവിങ് ദിസ് ഒബ്ജക്റ്റ്. അതിൻ്റെയാണ് പർപ്പസ് ഓഫ് ഡിപ്രിസിയേഷൻ. ഇൻ പീരീഡ്സ് വെൻ ദ പ്രൈസ് ലെവൽ ഈസ് കണ്ടിന്യൂസ്ലി ചേഞ്ചിങ്, the firm may not be left with adequate funds generated out of the accumulated depreciation at the end of the life of the plant to replace the plant at a higher price. ഓക്കെ, ഡിപ്രിസിയേഷൻ ഇൻസഫിഷ്യൻ്റ് ആയിട്ട് വരാം. അങ്ങനെയാണെങ്കിൽ ഹെൻസ് ഡിപ്രിസിയേഷൻ ഷുഡ് ബി പ്രോപ്പർലി ബി ഇൻക്ലൂഡഡ് ആസ് എ പാർട്ട് ഓഫ് ദ കോസ്റ്റ് സോ ആസ് ടു ലീവ് സഫിഷ്യൻറ്റ് പ്രോഫിറ്റ്സ് ഫോർ അസറ്റ് റീപ്ലേസ്മെൻറ്റ്. അപ്പോൾ ഡിപ്രിസിയേഷനും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം ആസ് എ പാർട്ട് ഓഫ് എ കോസ്റ്റ്. എന്തിന്? ഫോർ അസറ്റ് റീപ്ലേസ്മെൻറ്റ്. അതായത് നമ്മളൊരു പ്രൊഡക്റ്റ് ഇപ്പോൾ പ്രൈസ് ചെയ്യുമ്പോൾ കോസ്റ്റിൽ വേരിയബിൾ കോസ്റ്റ് മാത്രമേ എടുക്കുള്ളൂ എന്ന് പറഞ്ഞു, ഡിപ്രിസിയേഷൻ കൺസിഡർ ചെയ്യില്ല. പക്ഷേ ഡിപ്രിസിയേഷനും കൂടി കൺസിഡർ ചെയ്യണം. കാരണം എന്നിട്ടാ ഡിപ്രിസിയേഷൻ്റെ ഈ എമൗണ്ടും കൂടി ഈ കോസ്റ്റ് റിക്കവർ ചെയ്യും. ഈ കോസ്റ്റ് റിക്കവർ ചെയ്യുമ്പോൾ എനിക്ക് ആ സഫിഷ്യൻ്റ് എമൗണ്ട് കിട്ടും, എന്ത്, അസറ്റ് റീപ്ലേസ് ചെയ്യാൻ ഫ്യൂച്ചറിൽ. അതാണ് ഈ ക്വസ്റ്റ്യൻ, ഈ പോയിൻ്റ് പറയണത്. ഓക്കെ, അതൊരു നല്ല പോയിൻ്റാണ്, എവിടെയെങ്കിലും എഴുതി വയ്ക്കാൻ പറ്റുമത് ചോദിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ പ്രൈസിങ് ബേസ്ഡ് ഓൺ ടോട്ടൽ കോസ്റ്റ് ഈസ് സബ്ജക്ട് ടു 2 ലിമിറ്റേഷൻ. കോസ്റ്റ് പ്ലസ് പ്രൈസിങ്ങിന് 2 ലിമിറ്റേഷൻ എന്നിട്ട് ദ എലൊക്കേഷൻ ഓഫ് ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ ഓവർ ഹെഡ് ഈസ് ബേസ്ഡ് ഓൺ ആർബിട്രറി ബേസിസ്. ഓക്കെ, ഓവർ ഹെഡ്സിൻ്റെ അലൊക്കേഷൻ അതൊന്നും ആർബിട്രറി ബേസിസാണ്. ആൻഡ് അലൊക്കേഷൻ ഓവർ ഹെഡ്സ് വിൽ റിക്വയർ എസ്റ്റിമേഷൻ ഓഫ് നോർമൽ ഔട്ട്പുട്ട് വിച്ച് ഓഫൻ കനോട്ട് ബി ഡൺ പ്രിസൈസ്ലി. ഓക്കെ, നോർമൽ ഔട്ട്പുട്ട് ഇത്രയാണ് നമുക്ക് വേണ്ടത്,
അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് പ്രെഡിക്റ്റ് ചെയ്താലും ആക്ച്വൽ ഔട്ട്പുട്ട് അതിനേക്കാളും കുറവായിരിക്കും, കൂടുതലായിരിക്കും. അപ്പോൾ എന്നിട്ട് 2 നെഗറ്റീവ് അലൊക്കേഷൻ ഓഫ് ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ ഓവർ ഹെഡ്സ്, അഡ്മിൻ, ഓഫീസ് എക്സ്പെൻസസ്, ഇതൊക്കെ ആർബിട്രറി ബേസിസ് ആണ്. അപ്പോൾ കോസ്റ്റിംഗ് ശരിയാവില്ല, പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് മാറിപ്പോവും. ദ അലൊക്കേഷൻ ഓവർ ഹെഡ് വിൽ റിക്വയർ എസ്റ്റിമേഷൻ ഓഫ് നോർമൽ ഔട്ട്പുട്ട്. അത് ചെയ്യാൻ എളുപ്പമല്ല. അപ്പോൾ ഈ കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കി എന്ത് ചെയ്യണം, ഇത് ഒഴിവാക്കിയാൽ മതിയില്ലേ, ഈ ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ ഓവർ ഹെഡ്സ് ഒഴിവാക്കുക. അപ്പോൾ വേരിയബിൾ കോസ്റ്റ് വിച്ച് ആർ കൺസിഡേർഡ് ആസ് റെലവൻറ്റ് കോസ്റ്റ് ആർ യൂസ്ഡ് ഫോർ പ്രൈസിങ്. അതിൻ്റെ കൂടെ ഒരു മാർക്കപ്പ് ആഡ് ചെയ്യുക ടു ഇൻക്ലൂഡ് ഫിക്സഡ് കോസ്റ്റ് അലൊക്കേഷൻ ഓൾസോ. ഓക്കെ. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് ആർബിട്രറിലി ആഡിങ് എ പെർസെൻറ്റേജ് ഓൺ കോസ്റ്റ് ഫോർ പ്രോഫിറ്റ്, ദ ഫേം ഡിറ്റർമൈൻസ് എൻ ആവറേജ് മാർക്കപ്പ് ഓൺ കോസ്റ്റ് നെസസറി ടു പ്രൊഡ്യൂസ് എ ഡിസൈർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ദ റേറ്റ് ഓഫ് റിട്ടേൺ ടു ബി ഏൺ ബൈ ദ ഫേം ഓൺ ദ ഇൻഡസ്ട്രി മസ്റ്റ് ഡിപ്പെൻഡ് അപ്പോൺ ദ റിസ്ക് ഇൻവോൾവ്. ഓക്കെ. ഒരു റേറ്റ് ഓഫ് റിട്ടേൺ കണ്ടുപിടിച്ചിട്ട് അത് ആഡ് ചെയ്യാം എന്ത് കോസ്റ്റ് അത്രേ ഉള്ളൂ. പിന്നെ ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. അതായത് പ്രിൻസിപ്പിൾസ് ഓഫ് കോസ്റ്റിംഗ് പ്ലസ് എന്നുള്ള ലേണിംഗ് കർവ് ഇവിടെയാണ് ഉപയോഗിക്കുന്നത്. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഡിഫറൻസിയേഷൻ. ഫസ്റ്റ് കോസ്റ്റ് ബേസ്ഡ് ആയിരുന്നു, ഇനി കോമ്പറ്റീഷൻ ബേസ്ഡ് പ്രൈസിങ്. ഇപ്പോൾ കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ തന്നെ എന്തുണ്ടാവും, കോമ്പറ്റീഷനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ പ്രൈസിങ് ബേസ്ഡ് ഓൺ അതേഴ്സ്, വാട്ട് ദി കോമ്പറ്റീറ്റേഴ്സ് ആർ ചാർജിങ്. പ്രൈസ് മെയിൻലി ഓൺ കൺസിഡറേഷൻ ഓഫ് വാട്ട് ദി കോമ്പറ്റീറ്റേഴ്സ് ആർ ചാർജിങ്. അതാണ് ഇവിടെ ഉണ്ടാവുന്നത്. ദ പ്രൈസിങ് പോളിസി അണ്ടർ സച്ച് എ സിറ്റുവേഷൻ ഈസ് കോൾഡ് കോമ്പറ്റേറ്റീവ് പ്രൈസിങ് ഓർ കോമ്പറ്റീഷൻ ഓറിയൻറ്റഡ് പ്രൈസിങ്. കോമ്പറ്റേറ്റീവ് പ്രൈസിങ് അല്ലെങ്കിൽ അതിന് പറയുന്ന വേറെ പേരുന്നുണ്ട് കോമ്പറ്റീഷൻ ഓറിയൻറ്റഡ് പ്രൈസിങ്. ഇറ്റ് ഈസ് നോട്ട് നെസസറി അണ്ടർ കോമ്പറ്റേറ്റീവ് പ്രൈസിങ് ടു ചാർജ് ദ സെയിം പ്രൈസ് ആസ് ചാർജ് ബൈ ദ കൺസേൺ കോമ്പറ്റീറ്റേഴ്സ് ചാർജ് ചെയ്യണം തന്നെ നമ്മൾ ചാർജ് ചെയ്യണമെന്നില്ല. പക്ഷേ അണ്ടർ സച്ച് എ പ്രൈസിങ് ദ കൺസേൺ മേ കീപ്പ് ഇറ്റ്സ് പ്രൈസ് ലോവർ. അതായത് കമ്പനി മേ കീപ്പ് ദ പ്രൈസ് ലോവർ ഓർ ഹയർ ദാൻ ഇറ്റ്സ് കോമ്പറ്റീറ്റേഴ്സ് ബൈ എ സർട്ടൻ പെർസെൻറ്റേജ്. ഓക്കെ. ഇറ്റ്സ് ഓൺ കോസ്റ്റ് ഓർ ഡിമാൻഡ് മേ ചേഞ്ച്. നമ്മുടെ സ്വന്തം കോസ്റ്റും സ്വന്തം ഡിമാൻഡും ചേഞ്ച് ചെയ്യും. ഇതൊന്നും ഒരു എംഫസിസും ഇല്ല. ബാക്കിയുള്ളവർ എന്ത് ചെയ്യുന്നു എന്നാണ് ഡിപ്പെൻഡ് ചെയ്ത് നോക്കണം. ദ കമ്പനി മെയിൻറ്റെയിൻ ഇറ്റ്സ് പ്രൈസ് ബിക്കോസ് ദ കോമ്പറ്റീറ്റേഴ്സ് മേ മെയിൻറ്റെയിൻ ദെയർ പ്രൈസസ്. ഓക്കെ. Conversely, the concern will change the price when its competitors change the price. അതായത് vice versa, even if its own cost or demand have not altered. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോമ്പറ്റേറ്റീവ് പ്രൈസിങ്. അപ്പോൾ ഈ കോമ്പറ്റേറ്റീവ് പ്രൈസിങ്ങിൽ തന്നെ രണ്ടെണ്ണമുണ്ട്. എന്നിട്ട് ഗോയിങ് റേറ്റും പിന്നെ സീൽഡ് ബിഡ്. ഇതെന്ന് പറയുമ്പോൾ ബിഡിങ്. ഗോയിങ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ എത്രയാണ് അതിൻ്റെ ഒരു ആവറേജ് എടുക്കുക. അപ്പോൾ ഗോയിങ് റേറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ കോമ്പറ്റേറ്റീവ് പ്രൈസിങ് മെത്തേഡ് അണ്ടർ വിച്ച് എ ഫേം ട്രൈസ് ടു keep its price at the average level charged by the industry. Okay, the use of such a practice of pricing is especially useful where it is difficult to measure cost. എവിടെയൊക്കെയാണ് സൂട്ടബിൾ എന്നാണ് ഇനി പറയാൻ പോകുന്നത്. where it's difficult to measure cost, അല്ലെങ്കിൽ എന്നിട്ട് ലീസ്റ്റ് ഡിസ്റപ്റ്റീവ് ഫോർ ഇൻഡസ്ട്രീസ് ഹാർമണി അവിടെ, അല്ലെങ്കിൽ പ്രാക്ടീസിന് എന്നിട്ട് ഹോമോജീനിയസ് പ്രൊഡക്റ്റ് മാർക്കറ്റ്സ്. ഹോമോജീനിയസ് ആണ്, വളരെ ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണെങ്കിൽ അവിടെ, അല്ലെങ്കിൽ ഫോർത്ത് എന്നിട്ട് ഹൈലി കോമ്പറ്റേറ്റീവ് കണ്ടീഷൻ ഇൻ എ ഹോമോജീനിയസ് പ്രൊഡക്റ്റ് മാർക്കറ്റ് സച്ച് ആസ് എന്നിട്ട് ഫുഡ്, റോ മെറ്റീരിയൽസ്, ടെക്സ്റ്റൈൽ. ദി കൺസേൺ റിയലി ഹാസ് നോ പ്രൈസിങ് ഡിസിഷൻ ടു മേക്ക്. അവിടെയാണെങ്കിൽ എന്നിട്ട് ഗോയിങ് റേറ്റ്, അതായത് നമുക്ക് ഇൻഡിവിജ്വലി പറ്റില്ല, എത്രയാണ് ഇൻഡസ്ട്രിയിൽ പോണത് ആ ഒരു ഇത്. ദ മേജർ ചാലഞ്ച് ബിഫോർ സച്ച് എ കൺസേൺ ഇസ് ഗുഡ് കോസ്റ്റ് കൺട്രോൾ. അപ്പോൾ പ്രൈസ് നമുക്ക് ഇവിടെ കൺട്രോൾ ഇല്ല, കാരണം എന്നിട്ട് ഇൻഡസ്ട്രിയുടെ ആവറേജ് അങ്ങനെ എടുക്കുക. ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ കൺസേൺ എന്നിട്ട് ചെയ്യാൻ പറ്റുക ആകെ കോസ്റ്റ് കൺട്രോൾ. സിൻസ് പ്രൊമോഷൻ നോട്ടുന്ന ദ മേജർ മാർക്കറ്റിംഗ് കോസ്റ്റ് അറൈസ് ഇൻ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. അഞ്ചാമത്തെ എവിടെ ഇൻ പ്യുവർ ഒളിഗോപ്പൊളിയിൽ എന്താണ് വെരി ഫ്യൂ ലാർജ് കൺസേൺസ് ആണ് ഡോമിനേറ്റ് ദ ഇൻഡസ്ട്രി. ഒളിഗോപ്പൊളി അപ്പോൾ ലാർജ് ഉണ്ട്, ഐഡൻറ്റിക്കൽ അല്ല, സിമിലറാണ്. ദ കൺസേൺ ഓൾസോ ടെൻഡ് ടു ചാർജ് ദ സെയിം പ്രൈസ് ആസ് ഇറ്റ് ഇസ് ബീൻ ചാർജ് ബൈ ദ കോമ്പറ്റേറ്റേഴ്സ് ചാർജ് ചെയ്യുന്നത്. സിൻസ് ദർ ആർ ഓൾ എ ഫ്യൂ concerns, each firm is quite aware of the other prices. അവിടെ ഫുൾ മ്യൂച്വൽ ഇൻ്റർഡിപ്പെൻഡൻസി ഉള്ളത്. സോ ആർ ദ ബയേഴ്സ്. അവെയറാണ് എന്ത് പ്രൈസസ്, സെല്ലർ, ബയേഴ്സും അവെയറാണ്. അതായത് ഒളിഗോപ്പൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂച്വലി ഡിപ്പെൻഡൻ്റ്. പുട്ടിനും റോമൻ അബ്രാമിച്ചും ഇവർ രണ്ടുപേരും ഡിപ്പെൻഡൻ്റ് എന്ന് ഓൾറെഡി പറഞ്ഞു. അപ്പോൾ പ്യുവർ ഒളിഗോപ്പൊളിയിലാണെങ്കിൽ എന്നിട്ട് എനിക്കിപ്പോൾ പുട്ടിന് റോമൻ അബ്രാമിച്ചിൻ്റെ പ്രൈസ് എത്രയാണെന്ന് അറിയാം. അപ്പോൾ അവിടെയും എന്തുപയോഗിക്കാം, ഗോയിങ് റേറ്റ് പ്രൈസിങ്. അപ്പോൾ ഗോയിങ് റേറ്റ് പ്രൈസിങ് എന്താ ചുരുക്കി പറഞ്ഞാൽ കീപ്പ് ഇറ്റ്സ് പ്രൈസ് അറ്റ് ദ ആവറേജ് ലെവൽ ചാർജ്ഡ് ബൈ ദി ഇൻഡസ്ട്രി. അപ്പോൾ എവിടേക്ക് ഉപയോഗിക്കുക, ഡിഫിക്കൽട്ട് ടു മെഷർ ദ കോസ്റ്റ്, അതെവിടെയാണോ അവിടെ. ഈ റേറ്റ് അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ നോട്ട് ഓൺലി yield ഫെയർ റിട്ടേൺ ബട്ട് വുഡ് ബി ലീസ്റ്റ് ഡിസ്റപ്റ്റീവ് ഫോർ ഇൻഡസ്ട്രീസ് ഹാർമണി ആയിരിക്കും. തേർഡ്, ഹോമോജീനിയസ് പ്രൊഡക്റ്റ് മാർക്കറ്റ്സ് ആണെങ്കിൽ അവിടെ ഉപയോഗിക്കും. ഫോർത്ത്, ഹൈലി കോമ്പറ്റേറ്റീവ് കണ്ടീഷൻസ് ഉള്ളൊരു മാർക്കറ്റാണ്, അത് ഹോമോജീനിയസ് പ്രൊഡക്ട്സ് സച്ച് ആസ് ഫുഡ്, റോ മെറ്റീരിയൽ, ടെക്സ്റ്റൈൽ.
നോ പ്രൈസിങ് ഡിസിഷൻ ടു മേക്ക്. അവിടെയാണെങ്കിലും ഫേമിന് ഒരു കൺട്രോൾ ഇല്ല പവർ. അവിടെയാണെങ്കിലും അപ്പം എന്നിട്ട് ഗോയിങ് റേറ്റ് ഉപയോഗിക്കും. 5 പ്യുവർ ഒളിഗോപ്പൊളി ഫ്യൂ കൺസേൺസ് ആണ് അവർ, ദേ നോ പ്രൈസ് ചാർജ് ബൈ ദി കോമ്പറ്റീറ്റേഴ്സ്. അവിടെയും ഇത് ഉപയോഗിക്കും. ദിസ് ഡസ് നോട്ട് മീൻ ദാറ്റ് ഗോയിങ് പ്രൈസ് ഇൻ എൻ ഒളിഗോപ്പൊളി മാർക്കറ്റ് വിൽ ബി ഇൻ പ്രാക്ടീസ് ഇൻഡെഫിനിറ്റ്ലി. ഇറ്റ് കനോട്ട് സിൻസ് ഇൻഡസ്ട്രി കോസ്റ്റ് ആൻഡ് ഡിമാൻഡ് ചേഞ്ച് ഓവർ ടൈം. ഓക്കെ, അത് വെറുതെ ഒരു ലൈനാണ്. അടുത്ത് സീൽഡ് ബിഡ് പ്രൈസിങ്. സീൽഡ് ബിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവണപ്രഭുവിൽ ബിഡ് വയ്ക്കുമ്പോൾ ചതി കാണിക്കുമല്ലോ, ആ ഒരു സംഭവം ആലോചിക്കുക. അപ്പോൾ സീൽഡ് ബിഡിൽ ദ ഫേംസ് കമ്പീറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ബിഡ്സ്. ശ്രീധരനും പിന്നെന്താ മുണ്ടക്കൽ ശേഖരൻ്റെ ഇത് വിജയരാഘവൻ റെപ്രസെൻറ്റേറ്റീവായിട്ട് വരും. മോഹൻലാലിൻ്റെ ബിഡ് തൂക്കും. അത് ദ ഫേംസ് കോമ്പീറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ബിഡ്സ് സച്ച് ആസ് ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചർ OEM അല്ലെങ്കിൽ ഡിഫൻസ് വർക്ക് കോൺട്രാക്ട്. അവിടെയാണ് ഉപയോഗിക്കുന്നത്. ദ ബിഡ് ഈസ് ദ ഫേംസ് ഓഫർ പ്രൈസ്. അപ്പോൾ ബിഡ് എന്ന് പറയുന്നത് കമ്പനി എത്ര കൊടുക്കും എന്നുള്ളതാണ്. ആൻഡ് ഇറ്റ്സ് എ പ്രൈം എക്സാമ്പിൾ ഓഫ് പ്രൈസിങ് ബേസ്ഡ് ഓൺ എക്സ്പെക്റ്റേഷൻസ് ഓഫ് നമ്മൾ വെക്കണ പ്രൈസ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത് വെക്കണം. ദാറ്റ് കോമ്പറ്റീറ്റേഴ്സ് വിൽ പ്രൈസ് റാദർ ദാൻ ഓൺ എ റിജിഡ് റിലഗേഷൻ ബേസ്ഡ് ഓൺ ദ കൺസേൺ ഓൺ കോസ്റ്റ് ഓഫ് ഡിമാൻഡ്. അതായത് പറഞ്ഞത് പ്രൈസ് ബേസ്ഡ് ഓൺ എക്സ്പെക്റ്റേഷൻസ് ഓഫ് ഹൗ കോമ്പറ്റീറ്റേഴ്സ് വിൽ പ്രൈസ്. കോമ്പറ്റീറ്റേഴ്സ് എങ്ങനെ പ്രൈസ് ചെയ്യുന്നത് വിചാരിച്ചിട്ടാണ് ഞാൻ പ്രൈസ് ചെയ്യണത്. അല്ലാണ്ട് എൻ്റെ കോസ്റ്റോ എൻ്റെ ഡിമാൻഡോ ബേസില്ല. അവൻ എത്ര കൂട്ടിയും അപ്പം അതിനേക്കാളും കുറവും ഞാൻ കൂട്ടിയ. ഓക്കെ, അപ്പോൾ ബിഡ് എന്ന് പറഞ്ഞാൽ ഫേംസ് ഓഫർ പ്രൈസ്. ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ ഫേം ഇൻ ദ ബിഡിങ് സിറ്റുവേഷൻ ഈസ് ടു ഗെറ്റ് ദ കോൺട്രാക്ട്. ദിസ് മീൻസ് ദാറ്റ് ഇറ്റ് ഹോപ്സ് ടു സെറ്റ് ദ പ്രൈസ് ലോവർ ദാൻ സെറ്റ് ബൈ എനി ഓഫ് ദ അതർ ബിഡിങ് ഫേംസ്. നമ്മുടെ സീൽഡ് ബിഡ് പ്രൈസിങ്. ബിഡ് എന്ന് എഴുതണം. ഇപ്പോൾ ബിഡ് ഓഫർ പ്രൈസാണ്. എന്തിനത് ചെയ്യണമെന്നുള്ളതാണ് ഡിപ്പെൻഡൻ്റ് ആണ്. ഇത് നമ്മുടെ കോസ്റ്റും ഡിമാൻഡും ഇല്ല, എക്സ്പെക്റ്റേഷൻസ് ഓഫ് ഹൗ കോമ്പറ്റീറ്റേഴ്സ് വിൽ പ്രൈസ്, അങ്ങനെ എഴുതാം. അടുത്ത് വാല്യൂ ബേസ്ഡ് പ്രൈസിങ്. വാല്യൂ ബേസ്ഡ് പ്രൈസിങ്ങിൽ എന്നിട്ട് ദർ ഇസ് എൻ ഇൻക്രീസിങ് ടെൻഡ് ടു പ്രൈസ് ദ പ്രൊഡക്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് കസ്റ്റമേഴ്സ് പെർസെപ്ഷൻ ഓഫ് ഇറ്റ്സ് വാല്യൂ. കസ്റ്റമർ എത്ര മൂല്യം കൊടുക്കുന്നു അത് ബേസ്ഡ് ഓഫ് ഇറ്റ്സ് വാല്യൂ. ദിസ് മെത്തേഡ് ഹെൽപ്സ് ദ ഫേം ഇൻ റെഡ്യൂസിങ് ത്രെറ്റ് ഓഫ് പ്രൈസ് വാർസ്. പക്ഷേ ഇവിടെ കസ്റ്റമർ എത്ര വാല്യൂ കൊടുക്കുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് മാർക്കറ്റ് റിസർച്ച് വേണം. അപ്പോൾ മാർക്കറ്റ് റിസർച്ച് ഈസ് വെരി ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഒബ്ജക്റ്റീവ് വാല്യൂ മെത്തേഡ് ഉണ്ട്, വാല്യൂ ബേസ്ഡ് തന്നെ ഒബ്ജക്റ്റീവ് വാല്യൂ മെത്തേഡ്. അപ്പോൾ ഒബ്ജക്റ്റീവ് വാല്യൂ ഓർ ട്രൂ എക്കണോമിക് വാല്യൂ എന്ന് പറയുന്നത്, ഒബ്ജക്റ്റീവ് വാല്യൂ TEV ടെവസ് എന്നാലോചിക്കുക. അപ്പോൾ എന്നിട്ട് ട്രൂ എക്കണോമിക് വാല്യൂ. ശരിക്കും ടെവസിൻ്റെ വാല്യൂ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടീമിൽ എന്തായിരുന്നു അങ്ങനെ ആലോചിച്ചാൽ മതി. ട്രൂ എക്കണോമിക് വാല്യൂ ഓഫ് ടെവസ് ഇൻ MUFC. അപ്പോൾ ട്രൂ എക്കണോമിക് വാല്യൂ ഇറ്റ് ഇസ് എ മെഷർ ഓഫ് ബെനിഫിറ്റ് ദാറ്റ് എ പ്രൊഡക്റ്റ് ഈസ് ഇൻറ്റൻഡഡ് ടു ഡെലിവർ. ബെനിഫിറ്റ്സ് ആണ് പോസിറ്റീവ്സ് ഇൻറ്റൻഡഡ് ടു ഡെലിവർ ടു ദ കൺസ്യൂമേഴ്സ് റിലേറ്റീവ് ടു അതർ പ്രൊഡക്ട്സ് വിതൗട്ട് ഗിവിങ് എനി റിഗാർഡ് വെദർ ദ കൺസ്യൂമർ ക്യാൻ റെക്കഗ്നൈസ് ദീസ് ബെനിഫിറ്റ്സ് ഓർ നോട്ട്. ഓക്കെ, കൺസ്യൂമറിന് ഇത് മനസ്സിലാവുമെന്നില്ലെന്ന് വിഷയമല്ല. എത്ര ബെനിഫിറ്റ്, മെഷർ ഓഫ് ബെനിഫിറ്റ്സ് ദ പ്രൊഡക്റ്റ് ഈസ് ഇൻറ്റൻഡഡ് ടു ഡെലിവർ ടു ദ കൺസ്യൂമേഴ്സ് റിലേറ്റീവ് ടു അതർ പ്രൊഡക്ട്സ്. അപ്പോൾ ട്രൂ എക്കണോമിക് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് ദ നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് പ്ലസ് വാല്യൂ ഓഫ് ദ പെർഫോമൻസ് ഡിഫറൻഷ്യൽ. ഇതാണ് ഇക്വേഷൻ. ട്രൂ എക്കണോമിക് വാല്യൂ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് അതിൻ്റെ കോസ്റ്റ് പ്ലസ് വാല്യൂ ഓഫ് പെർഫോമൻസ് ഡിഫറൻഷ്യൽ. പെർഫോമൻസ് ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ ഓഫ് എഡീഷണൽ ഫീച്ചേഴ്സ് പ്രൊവൈഡഡ് ബൈ ദ സെല്ലേഴ്സ് ഓഫ് എ പ്രൊഡക്റ്റ്. ഓക്കെ, ഒരു എക്സാമ്പിളാണ് കസ്റ്റമർ വാണ്ട്സ് ടു ബൈ എ സിസ്റ്റം ഫോർ എ സിംഗിൾ ഇയർ ആഫ്റ്റർ വിച്ച് ഇറ്റ് വിൽ ബി സ്ക്രാപ്ഡ് വിത്ത് പ്ലാൻസ് ടു യൂസ് ഇറ്റ് ഫോർ 2500 hours. ഇപ്പോൾ കോസ്റ്റ് സ്ട്രക്ചർ ഓഫ് സിമിലർ പ്രൊഡക്ട്സ് സിസ്റ്റം എക്സും സിസ്റ്റം എക്സ് സ്ക്വയറും രണ്ട് പ്രൊഡക്ട്സ് ഉണ്ട്. ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, പ്രോബബിലിറ്റി ഓഫ് സിസ്റ്റം ക്രാഷ്, പ്രൈസ്. ഫൈൻഡ് ദ ട്രൂ എക്കണോമിക് വാല്യൂ ഫോർ ദ സിസ്റ്റം എക്സ് സ്ക്വയർ. ദ കോസ്റ്റ് ദ സിസ്റ്റം ക്രാഷ് ടു ദ ബയർ ഈസ് 1 lakh. അപ്പോൾ സിസ്റ്റം എക്സിനെ വെച്ചിട്ട് ഇതാക്കാം. സെക്ഷന് കോസ്റ്റ് ഓഫ് ദ നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞാൽ സിസ്റ്റം എക്സാണ്. എക്സ് സ്ക്വയറിൻ്റെ വില കണ്ടുപിടിക്കണം. നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് എക്സാണ്. അപ്പോൾ അതെടുക്കുമ്പോൾ ഫസ്റ്റ് എന്നുള്ള സിസ്റ്റം ക്രാഷിംഗ് കോസ്റ്റ് 1 lakh. ക്രാഷ് കോസ്റ്റ് 1 lakh തന്നിട്ടുണ്ട്. 1 lakh ഇൻറ്റു 10% മൈനസ് 0.5%. എന്നിട്ട് പ്രോബബിലിറ്റി സിസ്റ്റം ക്രാഷ്. അപ്പോൾ പ്രോബബിലിറ്റി 10%. എക്സ് സ്ക്വയർ ആണെങ്കിൽ 0.5. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് അതിൻ്റെ ഒരു കോസ്റ്റാണല്ലോ. സിസ്റ്റം ക്രാഷിങ്സിൻ്റെ പ്രോബബിലിറ്റി ഡിഫറൻസ് ഇൻറ്റു കോസ്റ്റ്. പിന്നെ എന്നിട്ട് പ്രൈസ് ഓഫ് നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് 37,500. ഇത് രണ്ടും എടുത്തു. പിന്നെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഉണ്ട്.
യൂസ് ഇറ്റ് ഫോർ 2500 hours. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് പെർ അവറാണ് നോക്കുന്നത്, അതിൻ്റെ വ്യത്യാസം. അപ്പോൾ അത് ബെനിഫിറ്റാണ് വരിക, കാരണം 5 - 7 പോയിൻറ്റ്സ് ഇതാണ് പെർഫോമൻസ് ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വ്യത്യാസങ്ങൾ കണ്ട നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്സും പിന്നെ ഇതിൻ്റെ ഡിഫറൻസസും. അപ്പോൾ അങ്ങനെ കിട്ടും 4750. ഇത് മൈനസ് ആവാൻ വരിക, കാരണം ഇത് തന്നെയാണ് കൂടുതൽ കോസ്റ്റ്ലി. അപ്പോൾ അടുത്തൊന്നിട്ട് പെർസീവ്ഡ് വാല്യൂ. ഫസ്റ്റ് ട്രൂ എക്കണോമി. അപ്പം ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ടെവസ് ആയിരുന്നു. ഇനി പെർസീവ്ഡ് വാല്യൂ. ദാറ്റ് ഇസ് ദ വാല്യൂ ദ കൺസ്യൂമർ അണ്ടർസ്റ്റാൻഡ്സ് ദ പ്രൊഡക്റ്റ് ടു ഡെലിവർ ഇറ്റ്. അപ്പോൾ ഫസ്റ്റ് കേസിൽ എന്നിട്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ടെവസിൻ്റെ കേസിൽ എന്നിട്ടായിരുന്നു കമ്പനിക്ക് അറിയണ്ട കസ്റ്റമർ അതിന് മൂല്യം കൽപ്പിക്കുന്നില്ല ഉണ്ടോ ഇല്ലേ എന്നുള്ളത്, കമ്പനിക്ക് മാത്രം അറിഞ്ഞാൽ മതി. ഇവിടെ പക്ഷേ കൺസ്യൂമർ അണ്ടർസ്റ്റാൻഡ്സ്, കൺസ്യൂമർ ശരിക്കും മനസ്സിലാവണം. ദ വാല്യൂ ദറ്റ് ദ കൺസ്യൂമർ അണ്ടർസ്റ്റാൻഡ്സ് ദ പ്രൊഡക്റ്റ് ടു ഡെലിവർ ഇറ്റ്. ഇറ്റ് ഇസ് ദ പ്രൈസ് ഓഫ് എ പ്രൊഡക്റ്റ് ദാറ്റ് എ കൺസ്യൂമർ ഇസ് വില്ലിംഗ് ടു സ്പെൻഡ് ടു ഹാവ് ദാറ്റ് പ്രൊഡക്റ്റ്. കൺസ്യൂമർ ഇസ് വില്ലിംഗ് ടു വെൻ, അതായത് കൺസ്യൂമറിന് ശരിക്കും മനസ്സിലാവും എന്താ പ്രൊഡക്റ്റ് തരാൻ പോകണമെന്നുള്ളത്. The time of fixing the price, it is to be kept in mind that any price which is set below the perceived value but above the cost of goods sold give incentive to both the buyers and the sellers. Okay, അത് ഈ ഡയഗ്രം നോക്കിയാൽ മനസ്സിലാവും. ഇതാണ് നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വന്നത്. ഇതിൻ്റെ നടുവിൽ ഏതിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും പെർസീവ്ഡ് വാല്യൂ. പ്രൊഡക്ഷൻ അല്ല, കോസ്റ്റ് ഓഫ് സെയിൽസ്. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പ്ലസ് സെല്ലിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാർക്കറ്റിംഗ് എക്സ്പെൻസസ് അതൊക്കെ ആഡ് ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടും. കോസ്റ്റ് ഓഫ് സെയിൽസും പെർസീവ്ഡ് വാല്യൂ. ഇപ്പോൾ കൺസ്യൂമർ ഒരു പെർസീവ്ഡ് വാല്യൂ ഇത്ര എന്ന് വിചാരിച്ചു, എൻ്റെ ഇത് ഇത്ര, ഇതിൻ്റെ ഇടയിൽ ഞാൻ പ്രൈസ് ചെയ്യാം. ഇതിൻ്റെ ഇടയിൽ പ്രൈസ് ചെയ്യുമ്പോൾ എന്തുണ്ടാവണേ, ഇടയിൽ പ്രൈസ് ചെയ്യുമ്പോൾ ഈ ഭാഗം കൺസ്യൂമറിന് ബെനിഫിറ്റ്, ഇത് എൻ്റെ ഗെയിൻ, രണ്ടുപേർക്കും ഗെയിൻ ഉണ്ടാവും. വിൻ വിൻ സിറ്റുവേഷൻ. ട്രൂ എക്കണോമിക് വാല്യൂ ഇതിനേക്കാളൊക്കെ കൂടുതലായിരിക്കും. ട്രൂ എക്കണോമിക് വാല്യൂ കാരണം കൺസ്യൂമർ ശരിക്കും നമുക്ക് മനസ്സിലായ ആവശ്യം മാത്രമേ അവർക്ക് വാല്യൂ കൊടുക്കുള്ളൂ. ശരിക്കുള്ള വാല്യൂ അവർക്ക് മനസ്സിലായതും പ്ലസ് ഈ മനസ്സിലാവാത്ത ഭാഗവും, അതാണ് ട്രൂ എക്കണോമിക് വാല്യൂ എന്ന് പറയുന്നത്. പിന്നെ ഒരു ഫ്രെയിം വർക്ക് ചോദിക്കുന്നുണ്ട്. വാട്ട് ഫ്രെയിം വർക്ക് ഷുഡ് ബി കൺസിഡേർഡ് ബൈ എ ഫേം ടു ക്രിയേറ്റ് വാല്യൂ ഫോർ ദ കസ്റ്റമേഴ്സ്. എങ്ങനെ കസ്റ്റമേഴ്സിന് വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ക്രിയേറ്റിംഗ് വാല്യൂ ഫോർ ദ കസ്റ്റമേഴ്സ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് എ ഫേം. അതായത് ഇൻട്രോ ലൈൻസ് എഴുതാം. എ ഫേം മേക്സ് ഓൾ ദ എഫേർട്സ് ടു ക്രിയേറ്റ് വാല്യൂ ആൻഡ് ടു അച്ചീവ് ദിസ് ഇറ്റ് ഫോർമുലേറ്റ്സ് ഇറ്റ്സ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഇൻ ദാറ്റ് ഡയറക്ഷൻ. Understanding customers' wants and needs is foundation for building this value. Customers' wantsum needsum desires ഒക്കെ മനസ്സിലാക്കണം. To create value a firm makes the following framework. അതെന്താ, develop a product that satisfy the wants and needs of the customers. ഓക്കെ, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുക. ഫോർ എക്സാമ്പിൾ മഹേന്ദ്ര താർ എന്ന് വിചാരിക്കുക. ഒരു നീഡ് എന്നിട്ട് ഷോ ഓഫും പിന്നെ 4x4 പ്രൊഡക്റ്റ് സാറ്റിസ്ഫൈ ചെയ്യണം. After identification and development, it designs a promotion program. Promotion program എന്നിട്ട് മഹേന്ദ്ര താറുണ്ടാ വി ലിവ് യങ് വി ലിവ് ഫ്രീ ആ സാധനം ഉണ്ടാക്കി. പ്രൊമോഷൻ പ്രോഗ്രാം ടു കൺവേ ദ വാല്യൂ. ഇറ്റ് ചൂസസ് ദ റൈറ്റ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ. എന്നിട്ട് ഇറാം മോട്ടോഴ്സ് അതിൻ്റെ ഡീലേഴ്സ് വിച്ച് പ്രോഡക്റ്റ് വിൽ റീച്ച് ടു ദ കൺസ്യൂമർ. അറ്റ് ലാസ്റ്റ് ഇറ്റ് ഹാസ് ടു ഡിസൈൻ എ പ്രൈസിങ് സ്ട്രാറ്റജി. പ്രൈസിങ് നമ്മുടെ 16 lakh to 20 lakh പ്രൈസിങ് സ്ട്രാറ്റജി ഉണ്ടാക്കി. ദാറ്റ് ക്രിയേറ്റ്സ് ഇൻസെൻറ്റീവ് ടു ദ പർച്ചേസർ ടു ബൈ ദ പ്രൊഡക്റ്റ് ആൻഡ് സെല്ലർ ടു സെൽ ദ പ്രൊഡക്റ്റ്. അതുണ്ടാക്കി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്താ ഫ്രെയിം വർക്ക്? എ പ്രൊഡക്റ്റ് ഉണ്ടാക്കുക, ഡെവലപ്പ് എ പ്രൊഡക്റ്റ് ദാറ്റ് സാറ്റിസ്ഫൈ ദ വാണ്ട്സ് ആൻഡ് നീഡ്സ് ഓഫ് ദ കസ്റ്റമേഴ്സ്. ആഫ്റ്റർ ഐഡൻറ്റിഫിക്കേഷൻ ഡെവലപ്മെൻറ്റ് ഒരു പ്രൊമോഷൻ പ്രോഗ്രാം ഡിസൈൻ ചെയ്യുക ടു കൺവേ ദ വാല്യൂ. റൈറ്റ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ ഉണ്ടാക്കുക ടു റീച്ച് ദ കസ്റ്റമേഴ്സ് പ്രൊഡക്റ്റ്. പിന്നെ എന്താ ഡിസൈൻ എ പ്രൈസിങ് സ്ട്രാറ്റജി ദാറ്റ് ഗിവ്സ് ഇൻസെൻറ്റീവ് ടു ദ പർച്ചേസർ ടു ബൈ ദ പ്രൊഡക്റ്റ് ആൻഡ് സെല്ലർ ടു സെൽ. അപ്പോൾ ഇതെങ്ങനെ ആലോചിക്കുക? ആദ്യം താറുണ്ടാക്കുമ്പോൾ വാണ്ട്സ് ആൻഡ് നീഡ്സ് 4x4 ആണ്, ഓഫ് റോഡ് പോകാം, നല്ല റോഡ് പ്രസൻസ് ഉണ്ട്. പിന്നെ എന്നിട്ട് പ്രൊമോഷൻ സ്ട്രാറ്റജി ലിവ് യങ് ലിവ് ഫ്രീ, റൈറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഇറാം മോട്ടോഴ്സ്, പ്രൈസിങ് 16 to 20 lakh. ഇതിന് എന്നിട്ട് ഫ്രെയിം വർക്ക് ടു ക്രിയേറ്റ് വാല്യൂ ഫോർ ദ കസ്റ്റമേഴ്സ്. പിന്നെ സമ്മറി പറഞ്ഞ പ്രൈസിങ് മെത്തേഡ്സിൻ്റെ കോമ്പറ്റീഷൻ ബേസ്ഡ് പ്രൈസിങ്, അതായത് ബേസ്ഡ് ഓൺ അതേഴ്സ്. അപ്പോൾ കമ്പനി സെറ്റ്സ് ഇറ്റ്സ് പ്രൈസ് കൺസിഡറിങ് വാട്ട് ദ കോമ്പറ്റീറ്റേഴ്സ് ആർ ചാർജിങ്. ഓക്കെ, കമ്പനിയുടെ ഓൺ കോസ്റ്റ് ഓർ ഡിമാൻഡ് മേ ചേഞ്ച് ബട്ട് കമ്പനി മെയിൻറ്റെയിൻ പ്രൈസ് because competitors are maintaining price and vice versa. Company own cost or demand have not changed but company change price because the competitors are changing price. അതിൽ രണ്ടെണ്ണമുണ്ട്, ഗോയിങ് റേറ്റ് പ്രൈസ്, സീൽഡ് ബിഡ് പ്രൈസ്. ഗോയിങ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് പ്രൈസ് ചാർജ്ഡ് ബൈ ദ ഇൻഡസ്ട്രി, ലീസ്റ്റ് ഡിസ്റപ്റ്റീവ് ഫോർ ഇൻഡസ്ട്രി ഹാർമണി, സൂട്ടബിൾ ഇൻ ഹൈ കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ആൻഡ് എന്താ ഫോർ ന്യൂ പ്രൊഡക്ട്സ്. മാർക്കറ്റ് ഡിറ്റർമൈൻഡ് പ്രൈസ് ആണ്. ഓൾസോ
used in oligopoly, pure oligopoly, where the price charged by competitors are taken. Company must consider cost because price can't increase. കോസ്റ്റ് കൺട്രോൾ കൺസിഡർ ചെയ്യണം, കാരണം പ്രൈസ് കൂട്ടാൻ പറ്റില്ല. സീൽഡ് ബിഡ് എന്ന് പറയുമ്പോൾ ബിഡിംഗ് ആണ് നമ്മുടെ ഓഫർ പ്രൈസ്. ഫേംസ് ഓഫർ പ്രൈസ് ബേസ്ഡ് ഓൺ എക്സ്പെക്ടേഷൻ ഓഫ് ഹൗ കോമ്പറ്റീറ്റേഴ്സ് വിൽ പ്രൈസ്. ഒബ്ജക്റ്റീവ് ഇസ് ടു ഗെറ്റ് ദ കോൺട്രാക്ട്. ഫേം കോമ്പീറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ബിഡ്സ്. എക്സാമ്പിൾ ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചർ, ഇനി ഡിഫൻസ് കോൺട്രാക്ട് വർക്ക്. പിന്നെ പ്രൈസിങ് മെത്തേഡിൽ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ കോസ്റ്റ് ബേസ്ഡ് പ്രൈസിങ്, നമ്മുടെ കോസ്റ്റ് ബേസ്ഡ്. എസ്റ്റിമേറ്റ് ദ കോസ്റ്റ് ഓഫ് ദ പ്രൊഡക്റ്റ്, എത്ര വരും എന്നുള്ളത്. ആഡ് എ മാർജിൻ, ഡിറ്റർമൈൻ ദ പ്രൈസ്. ഫുൾ കോസ്റ്റ് ബേസ്ഡ്, ഫുൾ കോസ്റ്റ് അറ്റ് കറണ്ട് ഔട്ട്പുട്ട് ആൻഡ് വേജ് ലെവൽ കൺസിഡേർഡ്. ഇൻ ലോങ് റൺ പ്രൈസിങ് കമ്പനി മസ്റ്റ് റിക്കവർ ഇറ്റ്സ് ഫുൾ കോസ്റ്റ് ഇൻക്ലൂഡിങ് ഫിക്സഡ് കോസ്റ്റ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഡിപ്രിസിയേഷൻ. അതും കൂടിയും കോസ്റ്റിൽ കയറി വരണം, കാരണം അസറ്റ് റീപ്ലേസ് ചെയ്യാൻ സഫീഷ്യൻറ്റ് ഫണ്ട്സ് വേണമെന്നാണ് പറയുന്നത്. 2 limitations of pricing based on total cost. എന്താ ലിമിറ്റേഷൻ? നെഗറ്റീവ്. Allocation of interdepartmental overheads is based on arbitrary basis. Second, allocation of overhead will require estimation of normal output, which often can't be done exactly. ശരിക്കും ചെയ്യാൻ പറ്റില്ല, എക്സാക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. ദീസ് ലിമിറ്റേഷൻസ്, ഈ രണ്ട് നെഗറ്റീവ്, അലൊക്കേഷൻ, ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ ഓവർഹെഡ്സും എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല ഔട്ട്പുട്ടും. ഇതിങ്ങനെ ഒഴിവാക്കുക. വേരിയബിൾ കോസ്റ്റ് ഓവർകം ചെയ്യുന്നത് വേരിയബിൾ കോസ്റ്റ് ബേസ്ഡ് പ്രൈസിങ്. വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ റെലവൻറ്റ് കോസ്റ്റ് പ്ലസ് കോൺട്രിബ്യൂഷൻ, ഒരു കോൺട്രിബ്യൂഷൻ ആഡ് ചെയ്യുക. ഇപ്പോൾ വേരിയബിൾ കോസ്റ്റ് റെലവൻറ്റ് കോസ്റ്റ് എടുക്കുക, പ്ലസ് അതിൻ്റെ കൂടെ എന്നിട്ട് ഒരു ചെറിയ മാർക്കപ്പ് ആഡ് ചെയ്യാം. ഈ മാർക്കപ്പ് എന്നിട്ട് ഫോർ ഫിക്സഡ് കോസ്റ്റ് ചെറിയ പ്രോഫിറ്റ് എലമെൻറ്റും. പിന്നെ ആവറേജ് മാർക്കപ്പ്. ഓക്കെ, ഈ മാർക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർബിട്രറി ആയിട്ട് ചെയ്യണ്ട, ബേസ്ഡ് ഓൺ എന്നിട്ട് ഡിസൈർഡ് റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ. ഇപ്പോൾ സൂട്ടബിലിറ്റി ഓഫ് കോസ്റ്റ് ബേസ്ഡ് പ്രൈസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമൈസ്ഡ് പ്രൊഡക്ട്സ് ഓർ ഇങ്ങോട്ട് കോമ്പറ്റേറ്റീവ്, ലെസ് കോമ്പറ്റേറ്റീവ് ആണ്, ലെസ് കോമ്പറ്റീഷൻ ഇല്ല. അങ്ങനെ കോമ്പറ്റീഷനിലോടുത്ത് നമ്മുടെ കോസ്റ്റ് റിക്കവർ ചെയ്യാൻ എനിക്ക് ഭയങ്കര വലിയ പ്രൈസ് സെറ്റ് ചെയ്യാൻ പറ്റില്ല. അവിടെ എപ്പോഴും സ്ട്രാറ്റജി ഉപയോഗിക്കണം. കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ ഇത് ലെസ് കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ളടത്ത് ഇത് ഉപയോഗിക്കുക. ലെസ് കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ളടത്ത് കോമ്പറ്റീഷൻ ഇല്ല, അപ്പോൾ കൺസ്യൂമേഴ്സിന് പ്രൈസ് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് എൻ്റെ കോസ്റ്റ് പ്രൊഡക്ഷൻ ഇത്രയാണ് വരുന്നതെന്ന് പറഞ്ഞ് എനിക്ക് തോന്നിയത് ചാർജ് ചെയ്യും. ലെസ് കോമ്പറ്റേറ്റീവും കസ്റ്റമൈസ്ഡ് പ്രൊഡക്റ്റും. കസ്റ്റമൈസ്ഡ് പറയുമ്പോൾ കൃത്യം ഇവന് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്കൊരു കോസ്റ്റ് ഷീറ്റ് ഉണ്ടാവും അതിന്, അത് വരണം. അടുത്ത് വാല്യൂ ബേസ്ഡ് പ്രൈസിങ്. വാല്യൂ ബേസ്ഡ് പ്രൈസിങ് എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ മാർക്കറ്റ് റിസർച്ചാണ്. പ്രൈസ് ദ പ്രൊഡക്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് കസ്റ്റമേഴ്സ് പെർസെപ്ഷൻ ഓഫ് ഇറ്റ്സ് വാല്യൂ, വെദർ ദ കസ്റ്റമർ അണ്ടർസ്റ്റാൻഡ്സ് ഇറ്റ് ഓർ നോട്ട്. അപ്പോൾ ഇത് ബേസ്ഡ് ഓൺ മാർക്കറ്റ് റിസർച്ചാണ്. റെഡ്യൂസസ് ദ ത്രെറ്റ് ഓഫ് പ്രൈസ് വാർസ്. അപ്പോൾ ഫസ്റ്റ് എന്നിട്ടോ ഫസ്റ്റ് അതിൽ വരുന്നത് ഒബ്ജക്റ്റീവ് വാല്യൂ ഓർ ട്രൂ എക്കണോമിക് വാല്യൂ. ട്രൂ എക്കണോമിക് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ മെഷർ ഓഫ് ബെനിഫിറ്റ്സ് that a product is intended to deliver to the customer relative to the other product. Intended to deliver to the customer, അത് മാത്രമല്ല റിലേറ്റീവ് ടു അതർ പ്രൊഡക്ട്സ് ആൻഡ് without giving any regard whether the consumer can recognize these benefits or not. But true economic value in the formula is the cost of next best alternative plus performance differential. Additional features provided by the seller. Second, perceived value. Consumer perceives value that the consumer understands the product to deliver it. അതായത് കൺസ്യൂമറിന് മനസ്സിലാവുന്ന ഈ പ്രോഡക്റ്റ് ഇത്ര വാല്യൂ തരുന്നത്. അത് ദ പ്രൈസ് ഓഫ് എ പ്രൊഡക്റ്റ് ദ കൺസ്യൂമർ ഈസ് വില്ലിങ് ടു പേ ടു ഹാവ് ദ പ്രൊഡക്റ്റ്. അപ്പോൾ ഇങ്ങനെ പിന്നെ ആ ഗ്രാഫ് ഓർമ്മ വരിക. ഇതിൻ്റെ നടുവിൽ പെർസീവ്ഡ് വാല്യൂ, നമ്മുടെ കോസ്റ്റ്, ഇതിൻ്റെ രണ്ടിൻ്റെ നടുവിലാണ് പ്രൈസ് വെക്കേണ്ടത്. അപ്പോൾ കൺസ്യൂമറിൻ്റെ ബെനിഫിറ്റ്, നമുക്ക് ഈ ബെനിഫിറ്റ്. ട്രൂ എക്കണോമിക് വാല്യൂ ഏറ്റവും കൂടുതൽ. ഈ കോസ്റ്റ് ബേസ്ഡ് മെത്തേഡ് ചെയ്യുമ്പോൾ സ്പെഷ്യൽ പോയിൻറ്റ്സ് കുറച്ച് ശ്രദ്ധിക്കണം. കാൽക്കുലേഷൻ ഈസ് ടു ബി ഡൺ ഓൺ ടോട്ടൽ ബേസിസ്, അതായത് പെർ യൂണിറ്റ് അല്ല, ടോട്ടൽ ബേസിസ്. കാൽക്കുലേറ്റ് ദ ടോട്ടൽ സെയിൽസ് ദെൻ കൺവേർട്ട് ഇൻ ടു പെർ യൂണിറ്റ്. ഓക്കെ, ആദ്യം സെയിൽസും ഇതൊക്കെ കണ്ടുപിടിച്ചിട്ട് ഏറ്റവും ലാസ്റ്റ് പെർ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്താൽ മതി. ഇഫ് മോർ ദാൻ വൺ ഫിഗർ ഈസ് മിസ്സിംഗ് ഇൻ ക്വസ്റ്റ്യൻ ദെൻ അസ്യൂം സെയിൽസ് പ്രൈസ് ഈസ് ഇക്വൽ ടു എക്സ്. സെയിൽസ് പ്രൈസ് എക്സ് ആയിട്ട് ചെയ്യാം. if multiple selling price is given and question asks for most profitable course of action, അങ്ങനെയാണെങ്കിൽ select alternative which gives maximum profit. പിന്നെ പ്രോഫിറ്റ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് സെയിൽസ്, അതായത് 10% ഓഫ് സെയിൽസ് ആണെങ്കിൽ നമ്മളിങ്ങോട്ട് സെയിൽസ് 100 ആയിട്ട് അസ്യൂം ചെയ്യാം. അപ്പോൾ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു സെയിൽസ് 100 ആണ്, പ്രോഫിറ്റ് 10 ആണ്, കോസ്റ്റ് 90 ആണ്. അപ്പോൾ പ്രോഫിറ്റ് ഓൺ കോസ്റ്റ് എത്ര വരിക? 10/90 1/9 ഓഫ് കോസ്റ്റായി. അപ്പോൾ 20% ഓഫ് സെയിൽസ് എന്ന് പറയുമ്പോൾ C + 20 ഇസ് ഈക്വൽ ടു 100. സെയിൽസ് 100 ആയി. അപ്പം നമ്മുടെ കോസ്റ്റ് 80 ആണ്. അപ്പോൾ ഇത് ബേസ്ഡ് ഓൺ ഇതെന്ന് പറയുമ്പോൾ 20 / 80 1/4, അതായത് 25% ഓഫ് കോസ്റ്റ്. ഇവിടെ
ഇത്ര പെർസെൻറ്റേജ് ഓഫ് ഇത്ര എന്ന് പറയുമ്പോൾ ഈ സാധനം ഇപ്പോൾ 20% ഓഫ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ കോസ്റ്റ് 100 ആയി, പ്രോഫിറ്റ് 20 ആയി, അപ്പോൾ സെല്ലിംഗ് പ്രൈസ് 120 ആയി. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് ഓൺ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ 20 ഡിവൈഡഡ് ബൈ 120 എങ്ങനെ എടുക്കുക. ഇത്ര പെർസെൻറ്റേജ് ഓഫ് എന്താണോ പറയുന്നത് അതെപ്പോഴും. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസിങ് പോളിസി. പ്രൈസിങ് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസിങ് പോളിസി പ്ലേസ് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ എ ബിസിനസ് ബിക്കോസ് long run survival of a business depends upon the firm's ability to increase its sales and derive maximum profit from the existing and new capital investment. അപ്പോൾ ഇതൊരു ഇൻട്രോ ലൈനായിട്ട് എല്ലായിടത്തും എഴുതാം റിഗാർഡിങ് പ്രൈസിങ് പോളിസി. ഓക്കെ, കാരണം പ്രൈസിങ് പോളിസി പ്ലേസ് എ ഹ്യൂജ് റോൾ ഇൻ ദ ലോങ് റൺ സർവൈവൽ ഓഫ് ദ ബിസിനസ്. കാരണം ലോങ് റൺ സർവൈവൽ ഓഫ് ദ ബിസിനസ് ഡിപ്പെൻഡ്സ് upon firm's ability to increase sales and derive maximum profit from the existing and new capital investment. അപ്പോൾ ഇത് പറയണതെന്ന് വെച്ചാൽ പ്രൈസിങ് പോളിസി ഇമ്പോർട്ടൻ്റാണ്. സാധാരണ നമ്മൾ പ്രൈസിങ്ങിൽ കോസ്റ്റ് മാത്രമേ കൺസിഡർ ചെയ്യാറുള്ളൂ. പക്ഷേ കോസ്റ്റ് മാത്രമല്ല, വേറെ ടു ഇമ്പോർട്ടൻറ്റ് ഡിറ്റർമിനൻസ് ഉണ്ട്. അതായത് എന്നിട്ട് കൺസ്യൂമർ ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്നിട്ട് എലാസ്റ്റിസിറ്റി, പിന്നെ എന്നിട്ട് കോമ്പറ്റേറ്റീവ് എൻവയോൺമെൻറ്റ്. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ ഡിറ്റർമിനൻസ് എന്നിട്ട് ട്രിപ്പിൾ സി ആണ് ഡിറ്റർമിനൻസ് ഓഫ് പ്രൈസിങ്. കോസ്റ്റ്, കൺസ്യൂമർ ഡിമാൻഡ്, കോമ്പറ്റേറ്റീവ് എൻവയോൺമെൻറ്റ്. ഇപ്പോൾ ഇവിടെ കോമ്പറ്റേറ്റീവ് എൻവയോൺമെൻറ്റ്, ഇവിടെ കോസ്റ്റ് സി ഡി എന്ന് പറയുമ്പോൾ ഇവിടെ കൺസ്യൂമർ ഡിമാൻഡ്. അതായത് ഇത് എലാസ്റ്റിസിറ്റി, ഇതാണ് എലാസ്റ്റിസിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് കൺസ്യൂമർ ഡിമാൻഡിന്. അപ്പോൾ പ്രൈസിങ് പോളിസി ആൻഡ് ദ റിലേറ്റീവ് പ്രൈസ്, നമ്മുടെ പോളിസിയും നമ്മുടെ റിലേറ്റീവ് പ്രൈസ് സ്ട്രക്ചർ ഷുഡ് കൺസിഡർ ദ ഫോളോയിങ്. ഇത് മൂന്നും ഒരു കൺസിഡറേഷനിൽ വേണം ഡിഫോൾട്ടായിട്ട്. എന്നിട്ട് ആ പ്രൈസ് ഷുഡ് പ്രൊവൈഡ് എൻ ഇൻസെൻറ്റീവ് വേണം. അതായത് നമുക്കൊരു പ്രോഫിറ്റ് അല്ലെങ്കിൽ ഒരു ആഡഡ് മോട്ടിവേഷൻ. അപ്പോൾ പ്രൊവൈഡ് എൻ ഇൻസെൻറ്റീവ് ഫോർ അഡോപ്റ്റിംഗ് ഇംപ്രൂവ് ടെക്നോളജി ആൻഡ് മാക്സിമം പ്രൊഡക്ഷൻ. അപ്പോൾ ഒരു ഇൻസെൻറ്റീവ് വേണം. സെക്കൻഡ് എന്നിട്ട് എൻകറേജ് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ നടക്കുന്ന റിസോഴ്സസിൻ്റെ അത് ആ പ്രൈസിൽ റിഫ്ലക്റ്റ് ആവണം. തേർഡ് എന്നുണ്ട് പ്രൊമോട്ട് എക്സ്പോർട്ട് പ്രൊമോട്ട് ചെയ്യുക പ്ലെയിൻ. ഫോർത്ത് എന്നുണ്ട് അവോയ്ഡ് അഡ്വേഴ്സ് എഫക്ട്സ് ഓൺ ദ റെസ്റ്റ് ഓഫ് ദി എക്കോണമി. ഓക്കെ, നമ്മളിപ്പോൾ ലോസിൽ വിറ്റിട്ട് നഷ്ടം, സൊസൈറ്റിമേ കുറേ കോസ്റ്റ് വരും, ശമ്പളം കൊടുക്കുന്നില്ല. അപ്പോൾ അങ്ങനത്തെ കേസ് വരാൻ പാടില്ല. അഡ്വേഴ്സ് എഫക്റ്റ് ഓൺ ദ റെസ്റ്റ് ഓഫ് ദി എക്കോണമി വരാൻ പാടില്ല. കാരണം ഇതിൽ കുറേ പേര് ഇൻവെസ്റ്റ് ചെയ്യില്ല ബിസിനസ്സിൽ. അപ്പോൾ ബിസിനസ് പൊട്ടിക്കഴിഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സിനെ എഫക്റ്റ് ചെയ്യും, എക്കോണമീനെ എഫക്റ്റ് ചെയ്യും. therefore അവോയ്ഡ് അഡ്വേഴ്സ് എഫക്ട്സ് ഓൺ ദ റെസ്റ്റ് ഓഫ് ദി എക്കോണമി. പിന്നെ എന്നിട്ട് ഒരു ബാലൻസ് വേണം എപ്പോഴും. വർക്ക് ടുവേർഡ്സ് ബെറ്റർ ബാലൻസ് ബിറ്റ്വീൻ ദ ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഡിമാൻഡ് ആൻഡ് സപ്ലൈയിൽ നിന്നിട്ട് ഒരു നല്ലൊരു ബാലൻസ് വേണം. അപ്പോൾ എന്തൊക്കെയാണ്? നല്ലൊരു ഇൻസെൻറ്റീവ് വേണം, ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, പ്രൊമോട്ട് എക്സ്പോർട്ട്, അവോയ്ഡ് അഡ്വേഴ്സ് എഫക്റ്റ് ഓൺ ദ റെസ്റ്റ് ഓഫ് ദി എക്കോണമി. ഫിഫ്ത്ത് എന്നിട്ട് ഒരു ബാലൻസ് ബിറ്റ്വീൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ. അതാണ് എന്ത് പ്രൈസിങ് പോളിസി ആൻഡ് റിലേറ്റീവ് പ്രൈസ് സ്ട്രക്ചർ ഷുഡ് റിഫ്ലക്ട് ദ ഫോളോയിങ്. പിന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് പ്രൊഡക്റ്റ് പ്രൈസിങ്. പ്രിൻസിപ്പിൾസ് എന്താണെന്നുള്ളതാണ്. അതായത് കോസ്റ്റ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യാൻ പാടില്ല ആസ് എൻ ഇമ്പോർട്ടൻറ്റ് ഡിറ്റർമിനൻ്റ് ഓഫ് പ്രൈസ്. എന്തൊക്കെയുണ്ട്? സാധാരണ കോസ്റ്റ് മാത്രമല്ല, പിന്നെ എന്നിട്ട് കൺസ്യൂമർ ഡിമാൻഡും പിന്നെ എൻവയോൺമെൻറ്റൽ ഇതും കോമ്പറ്റേറ്റീവ് എൻവയോൺമെൻറ്റും. അപ്പോൾ ദ ടെൻഡൻസി ഷുഡ് ബി ടു യൂഷ്വൽ ടെൻഡൻസി എന്നിട്ട് ടു ലോവർ ദ പ്രൈസ് ഇൻ സച്ച് എ വേ ആസ് യു ചൂസ് ദ റൈറ്റ് കോമ്പിനേഷൻ. ഇപ്പോഴും നമ്മൾ പ്രൈസ് കുറയ്ക്കാൻ, അതായത് കോസ്റ്റ് കുറയ്ക്കുക എന്ന് പറയണം. പക്ഷേ എപ്പോഴും നമ്മൾ എന്ത് ശ്രദ്ധിക്കണം? ഒരു റൈറ്റ് കോമ്പിനേഷൻ ചൂസ് ചെയ്യുക ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ടു മാക്സിമൈസ് പ്രോഫിറ്റ്. ദ ഇമ്പോർട്ടൻറ്റ് ഡിറ്റർമിനൻസ് ഓഫ് പ്രൈസ് ദെയർഫോർ ആർ കോമ്പറ്റേറ്റീവ് സിറ്റുവേഷൻ പ്രിവെയിലിംഗ് ഇൻ ദ മാർക്കറ്റ് ആൻഡ് എലാസ്റ്റിസിറ്റീസ്. അതുകൊണ്ടാണ്, അതായത് കോസ്റ്റ് മാത്രമല്ല ഇത് രണ്ടിനും എന്ന് പറയണത്. കൺസ്യൂമർ ഡിമാൻഡ്, അതായത് എലാസ്റ്റിസിറ്റീസും പിന്നെ കോമ്പറ്റേറ്റീവ് എൻവയോൺമെൻറ്റും പ്രിവെയിലിംഗ് ഇൻ ദ മാർക്കറ്റ്. അപ്പോൾ ടു അറൈവ് അറ്റ് ദ റൈറ്റ് പ്രൈസ് ദ ഫോളോയിങ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ് ഷുഡ് ബി കെപ്റ്റ് ഇൻ മൈൻഡ്. എന്തൊക്കെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്? പ്രൈസ് കസ്റ്റമൈസേഷൻ. അപ്പോൾ അതിവിടെ പറയാം. അതെന്നിട്ട് പ്രിൻസിപ്പിൾസ് ഓഫ് പ്രൊഡക്റ്റ് പ്രൈസിങ്. ഇപ്പോൾ കോസ്റ്റ് മാത്രമല്ല, വേറെ സി ഉണ്ട്. കൺസ്യൂമർ ഡിമാൻഡ്, കോമ്പറ്റേറ്റീവ് എൻവയോൺമെൻറ്റ്. അതിൽ ഫസ്റ്റ് എന്നിട്ട് പ്രൈസ് കസ്റ്റമൈസേഷൻ എന്ന് പറയുമ്പോൾ PCDT, ബേസ്ഡ് ഓൺ പ്രൊഡക്റ്റ് ലൈൻ, ബേസ്ഡ് ഓൺ കൺസ്യൂമർ പാസ്റ്റ് ബിഹേവിയർ, ബേസ്ഡ് ഓൺ ഡെമോഗ്രാഫിക്, ബേസ്ഡ് ഓൺ ടൈം ഡിഫറൻഷ്യൽ. പ്രൊഡക്റ്റ് ലൈൻ, the product of the customer of a particular demographic is based on time differential. അതാണ് PCDT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ഓഫ് ദ കസ്റ്റമർ ഈസ് ബേസ്ഡ് ഓൺ ഡിമാൻഡ് ആസ് വെൽ ആസ് ടൈം. അത് ബേസ്ഡ് ഓൺ പ്രൊഡക്റ്റ് ലൈൻ നമുക്ക് ഡിഫറെൻറ്റ് പ്രൈസസ് ചാർജ് ചെയ്യാം.
അതായത് പ്രൊഡക്റ്റ് ലൈൻ ഇപ്പോൾ 32 GB ഫോൺ അല്ലെങ്കിൽ 128 GB ഡിഫറെൻറ്റ് പ്രൈസസ് ആണ്. പ്രൈസ് ബേസ്ഡ് ഓൺ ദ റിക്വയർമെൻറ്റ് ഓഫ് ദ കസ്റ്റമർ. ഓക്കെ, അപ്പോൾ ഈ പ്രൈസ് കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞാൽ പ്രൈസ് കസ്റ്റമൈസ്ഡ് ബേസ്ഡ് ഓൺ ദ ടേസ്റ്റ്, പ്രിഫറൻസ് ആൻഡ് പെർസീവ്ഡ് വാല്യൂ ബൈ ദ കസ്റ്റമർ. പെർസീവ്ഡ് വാല്യൂ ഓഫ് ദ കസ്റ്റമർ, കസ്റ്റമർ എന്ത് മൂല്യം കൊടുക്കുന്നു, എന്തിന്, ടേസ്റ്റ്, പ്രിഫറൻസ് ആൻഡ് പെർസീവ്ഡ് വാല്യൂ ഓഫ് ദ കസ്റ്റമർ, അതുമ്മ ബേസ്ഡ്. അപ്പോൾ ബേസ്ഡ് ഓൺ പ്രൊഡക്റ്റ് ലൈൻ ആണെങ്കിൽ ബേസ്ഡ് ഓൺ ദ റിക്വയർമെൻറ്റ്സ് ഓഫ് ദ കസ്റ്റമറാണ്. കസ്റ്റമർ പാസ്റ്റ് ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോംപ്റ്റ് പേയ്മെൻറ്റ് ഉണ്ട്, ഗുഡ് പേയ്മെൻറ്റ് ഹിസ്റ്ററി, എങ്ങനെയാണെങ്കിൽ മോർ ഡിസ്കൗണ്ട് കൊടുക്കാം. അടുത്ത് ബേസ്ഡ് ഓൺ ഡെമോഗ്രാഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏജ്, സോഷ്യൽ സ്റ്റാറ്റസ്, പ്രൈസിങ് എക്സെട്ര. അതായത് ഇപ്പോൾ റെയിൽവേസിൽ സീനിയർ സിറ്റിസന് ടിക്കറ്റ് കൊടുക്കുന്നത് അങ്ങനത്തെ. ബേസ്ഡ് ഓൺ ടൈം ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ ബ്രോഡ്ബാൻഡ് പ്ലാൻ എന്ന് വിചാരിക്കുക, 1 മന്തിന് ഇത്ര GB തരും, പക്ഷേ 1 ഇയറിന് എടുത്ത് കഴിഞ്ഞാൽ 60 GB തരും. അപ്പോൾ ഒരു ടൈം ഡിഫറൻഷ്യലിനും നമുക്ക് ഡിഫറെൻറ്റ് പ്രൈസസ് ചാർജ് ചെയ്യും. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ, പ്രൈസ് സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ചേഞ്ച് ഇൻ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എന്താ, ചേഞ്ച് ഇൻ കസ്റ്റമർ ബിഹേവിയർ ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ്. ഓക്കെ, ചേഞ്ച് ഇൻ പ്രൈസ് ഇതെന്ന് പറയുന്നത് എന്താ, പ്രൈസ് അറ്റ് വിച്ച് ഡിമാൻഡ് ഫോർ ദ പ്രൊഡക്റ്റ് സ്റ്റാർട്ട്സ് ഡിക്ലൈനിങ് ഈസ് ദ സ്റ്റാർട്ടിങ് പോയിൻ്റ് ഓഫ് പ്രൈസ് സെൻസിറ്റിവിറ്റി. ഓക്കെ, പ്രൈസ് സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ചേഞ്ച് ഇൻ പ്രൈസ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ഡിമാൻഡ്, അതായത് ചേഞ്ച് ഇൻ കൺസ്യൂമർ ബിഹേവിയർ മാറുന്നു ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ്. ബിഹേവിയറും പ്രൈസോ BP, ചേഞ്ച് ഇൻ കൺസ്യൂമർ ബിഹേവിയർ ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ്. അപ്പോൾ അതിൻ്റെ ഡിമാൻഡ് ഫോർ ദ പ്രൊഡക്റ്റ് സ്റ്റാർട്ട്സ് ഡിക്ലൈനിങ്, ദാറ്റ് ഈസ് ദ പോയിൻ്റ് ഓഫ് പ്രൈസ് സെൻസിറ്റിവിറ്റി. But 9 factors that contribute to price sensitivity എന്നുണ്ട് PS സ്റ്റഡീസ് എന്ന് പറയുന്നത്. PS സ്റ്റഡീസിൽ ഒന്നുണ്ട്, ഫസ്റ്റ് യൂണീക്ക് വാല്യൂ, മോർ യൂണീക്ക് ലെസ് പ്രൈസ്, ലോവർ ദ പ്രൈസ് സെൻസിറ്റിവിറ്റി. സബ്സ്റ്റിറ്റ്യൂഷൻ അവെയർനെസ് കൂടുന്തോറും ലാർജർ സെൻസിറ്റിവിറ്റി, കാരണം കുറേ സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടെന്ന് കൺസ്യൂമറിന് അറിയാൻ പറ്റും. അപ്പോൾ മോർ പ്രോൺ ടു എന്തുണ്ട്, സെൻസിറ്റിവിറ്റിയാണ്. ഡിഫിക്കൽട്ട് ടു കമ്പാരിസൺ, അതായത് ഹയർ ഡിഫിക്കൽട്ട് ആണെങ്കിൽ ലെസ് നമ്മുടെ പ്രൈസ് സെൻസിറ്റിവിറ്റി ലോ ആയിരിക്കും. ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് എക്സ്പെൻഡിച്ചർ ദ പ്രൊഡക്റ്റ് റെപ്രസെൻ്റ് എ ലോവർ പ്രൊപ്പോർഷൻ ഓഫ് ദ കൺസ്യൂമർ ഇൻകം ആണെങ്കിൽ ലോ പ്രൈസ് സെൻസിറ്റിവിറ്റി. അതായത് എൻ്റെ ഇൻകത്തിൻ്റെ ഒരു ചെറിയ ശതമാനമാണ് അരി, അങ്ങനത്തെ സാധനങ്ങൾ. അത് അരി എന്തായാലും വാങ്ങിക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ എന്നിട്ട് തീപ്പെട്ടി ചെറിയൊരു എമൗണ്ടാണ്, അപ്പം ഇവിടെ പ്രൈസ് സെൻസിറ്റിവിറ്റി കുറവാണ്. ആൻഡ് ബെനിഫിറ്റ്, എക്സ്പെൻഡിച്ചർ ഓൺ ദ പ്രൊഡക്റ്റ് ഈസ് ലോ കമ്പയർഡ് ടു ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് ദ എൻഡ് പ്രൊഡക്റ്റ്. ഓക്കെ, എക്സ്പെൻഡിച്ചർ കുറവാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ സെൻസിറ്റിവിറ്റിയും കുറവായിരിക്കും. ഷെയർഡ് കോസ്റ്റ് എഫക്റ്റ്, ദ കോസ്റ്റ് ഓഫ് ദ പ്രൊഡക്റ്റ് ഈസ് ഷെയർഡ് ബൈ അനദർ പാർട്ടി, അങ്ങനെയാണെങ്കിൽ പ്രൈസ് സെൻസിറ്റിവിറ്റി കുറവായിരിക്കും. സങ്ക് ഇൻവെസ്റ്റ്മെൻറ്റ് എഫക്റ്റ്, അത് വിച്ച് ആർ യൂസ്ഡ് അലോങ് വിത്ത് അസറ്റ്സ്. അതായത് ഇപ്പോൾ ഒരു അസറ്റ് ഉണ്ട്, അത് വാങ്ങിക്കും. ഇപ്പോൾ ഒരു കാറ് വാങ്ങിച്ചു, അതിൻ്റെ ഇത് മാറ്റണമെങ്കിൽ ടയർ വാങ്ങിക്കണം. അപ്പോൾ ടയർ എന്ന് പറഞ്ഞാൽ എന്തായാലും കാറ് വാങ്ങിച്ചു, കാറ് നന്നായിട്ടുണ്ടെങ്കിൽ നല്ല ടയർ വേണം, അപ്പോൾ അത് വാങ്ങിക്കും. അപ്പോൾ സങ്ക് ഇഫക്റ്റ്, അപ്പോൾ ടയർ ഒരു എക്സാമ്പിളാണ്. അതായത് ഇപ്പോൾ കാറ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ടയർ മാറ്റാനായിട്ട്. അല്ലെങ്കിൽ ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ, സങ്ക് ഇൻവെസ്റ്റ്മെൻറ്റ്, ഒരു ഐപാഡ് വാങ്ങിച്ചു, ആപ്പിൾ പെൻസിൽ. ഇപ്പോൾ ഇത് ഉപയോഗിക്കാൻ ആപ്പിൾ പെൻസിൽ നെസസറി, ഐപാഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ പ്രൈസ് സെൻസിറ്റിവിറ്റി ഈസ് ലോ ഇൻ പ്രൊഡക്റ്റ് വിച്ച് ആർ യൂസ്ഡ് അലോങ് വിത്ത് അസറ്റ്സ് പ്രീവിയസ്ലി ബോട്ട്. അപ്പോൾ പെൻസിലിന് എത്ര പ്രൈസ് ആയാലും കുഴപ്പമില്ല, കാരണം എന്താ, ഇത് ഉപയോഗിക്കണമെങ്കിൽ ഇത് വേണം. അതാണ് സങ്ക് ഇൻവെസ്റ്റ്മെൻറ്റ് എഫക്റ്റ്. ഇത് കുറവാണെങ്കിൽ ഇത് കുറവ്. പ്രൈസ് ക്വാളിറ്റി, ഹയർ ദ പെർസീവ് ക്വാളിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ്. അതായത് ഐഫോൺ ഭയങ്കരമായിട്ട് ക്വാളിറ്റി കൂടി കഴിഞ്ഞാൽ പ്രൈസ് എന്നിട്ട് ലോവർ ദ പ്രൈസ് സെൻസിറ്റിവിറ്റി. അതാണ് അവർ 1,00,000 രൂപ വരെ ചാർജ് ചെയ്യുന്നത് ഐഫോണിന്. ഇൻവെൻറ്ററി എഫക്റ്റ്, ദ പ്രൊഡക്റ്റ് കനോട്ട് ബി സ്റ്റോർഡ്, ദ ബയർ വിൽ ബി ലെസ് പ്രൈസ് സെൻസിറ്റീവ്. PS സ്റ്റഡീസ് എന്ന് ഉദ്ദേശിക്കുന്നത് വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല എന്നാലും. അപ്പോൾ എന്തൊക്കെയുള്ളത്, യൂണീക്ക് വാല്യൂ, സബ്സ്റ്റിറ്റ്യൂട്ട് അവെയർനെസ്, ഡിഫിക്കൽട്ട് കമ്പാരിസൺ, ടോട്ടൽ എക്സ്പെൻഡിച്ചർ, ആൻഡ് ബെനിഫിറ്റ്, ഷെയർഡ് കോസ്റ്റ്, സങ്ക് ഇൻവെസ്റ്റ്മെൻറ്റ്, പ്രൈസ് ക്വാളിറ്റി, ഇൻവെൻറ്ററി. അപ്പോൾ പ്രൈസ് സെൻസിറ്റിവിറ്റി ട്രാക്സ് ബോത്ത് ദ നേച്ചർ ഓഫ് ദ പ്രൊഡക്ട്സ് ആൻഡ് ബയേഴ്സ് ബിഹേവിയർ ടു ഡിറ്റർമൈൻ പ്രൈസസ്. ഓക്കെ, പിന്നെ ഈ പ്രൈസ് സെൻസിറ്റിവിറ്റി മെഷർ ചെയ്യാനായിട്ടൊരു മെത്തേഡ് ഉണ്ട്. അതിനാണ് എന്നിട്ട് പറഞ്ഞത് കൺട്രോൾഡ് എക്സ്പെരിമെൻറ്റേഷൻ. In this method, customers are offered different brands at different prices and customers' responses are obtained. Then the company's brand prices are changed
and customers' response at each price level is recorded. The price at which demand for the product starts declining is the level where the price sensitivity begins, and based on the response level, sensitivity can be measured. It depends upon the nature of the product and buyer's characteristics. അതാണ് ഒന്നൊരു കൺട്രോൾഡ് എക്സ്പെരിമെൻറ്റേഷൻ. അത് പ്രൈസ് സെൻസിറ്റിവിറ്റിക്ക് മെഷർ ചെയ്യാനുള്ളത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്തുട്ടാ ഈ ഏരിയ പ്രിൻസിപ്പിൾസ് ഓഫ് പ്രൊഡക്റ്റ് പ്രൈസിങ്, കോസ്റ്റ് മാത്രമല്ല എന്തുട്ടാ കൺസ്യൂമർ ഡിമാൻഡും കോമ്പറ്റേറ്റീവ് എൻവയൺമെൻറ്റ്. കൺസ്യൂമർ ഡിമാൻഡ് നമ്മൾ എന്ത് പറയും, എലാസ്റ്റിസിറ്റി എന്ന് പറയും. ഇതുമേ രണ്ടുമേയും കൂടിയും ഡിപ്പെൻഡൻ്റാണ്. ഓക്കെ, ഇനി നല്ലൊരു പ്രൈസിങ് കുറച്ച് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണം. അത് അഞ്ചെണ്ണം നമ്മൾ പറഞ്ഞു. പ്ലെയിനും എക്സ്പോർട്ട് വേണം, ടെക്നോളജി, അഡ്വേഴ്സ് എഫക്റ്റ് ഓൺ ദ പ്രൊഡക്റ്റ് ഒന്നും പാടില്ല, അങ്ങനത്തെ കേസ്. പിന്നെ അത് കഴിഞ്ഞ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ പ്രൈസ് കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ ടേസ്റ്റ് പ്രിഫറൻസ് ഓഫ് ദ കൺസ്യൂമേഴ്സ്. അത് PCDT. അത് ബേസ്ഡ് ഓൺ പ്രൊഡക്റ്റ് ലൈൻ, ബേസ്ഡ് ഓൺ കൺസ്യൂമർ പാസ്റ്റ് ബിഹേവിയർ, ഡെമോഗ്രഫിക്, ടൈം ഡിഫറൻഷ്യൽ. പ്രൊഡക്റ്റ് ലൈൻ GB 12 versus 36. കസ്റ്റമർ പാസ്റ്റ് എന്ന് പറയുമ്പോൾ പേയ്മെൻറ്റ് ഹിസ്റ്ററിമേ ബേസ്ഡ് ചെയ്ത് മോർ ഡിസ്കൗണ്ട് കൊടുക്കും. ഡെമോഗ്രഫിക് എന്ന് പറയുമ്പോൾ ഒരു സോഷ്യൽ സ്റ്റേറ്റസ് പ്രൈസിങ്, അതായത് റെയിൽവേ സ്റ്റേഷൻ. ടൈം ഡിഫറൻസിയേഷൻ എന്ന് പറയുമ്പോൾ വൗച്ചർ 1 month versus 1 year. പ്രൈസ് സെൻസിറ്റിവിറ്റി എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ കൺസ്യൂമർ ബിഹേവിയർ ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ്. അത് ചേഞ്ച് ഇൻ ബിഹേവിയർ ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസാണ്. അത് മെഷർ ചെയ്യാൻ എന്നിട്ട് ഉപയോഗിക്കണം. കൺട്രോൾഡ് എക്സ്പെരിമെൻറ്റേഷൻ എന്ന് പറഞ്ഞ മെത്തേഡ് ഉണ്ട് ഇത് അളക്കാൻ ഉപയോഗിക്കുന്നത്. പിന്നെ അതിന് കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. 9 factors that constitute price sensitivity: unique value effect, substitute awareness effect, difficult comparison, total expenditure and benefit, shared cost, sunk investment, price quality, inventory effect. PS studies ആണ് അതിൻ്റെ ഷോർട്ട് കട്ട് കീ. ഇത്രയേ ഉള്ളൂ ഇത് പറയുന്ന ടോപ്പിക്. എന്തുണ്ട്, പ്രൈസിങ് ആൻഡ് ഡിഫറെൻറ്റ് മാർക്കറ്റ് സ്ട്രക്ചർ. മാർക്കറ്റിന് പലതരം സ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ മാർക്കറ്റ് സ്ട്രക്ചർ ബേസ് എങ്ങനെ ഡിവൈഡ് ചെയ്ത് നോക്കണം? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മോണോപ്പൊളി, മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, ഒളിഗോപ്പൊളി. അപ്പോൾ PMMO. അപ്പോൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാർക്കറ്റ് പെർഫെക്റ്റാണ്. അതായത് ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ് ഉണ്ട്, ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ഉണ്ട്. സെല്ലിങ് എ ഹോമോജീനിയസ് പ്രൊഡക്റ്റ്. ഹോമോജീനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഐഡൻറ്റിക്കൽ പ്രൊഡക്റ്റ് യൂസിങ് ഐഡൻറ്റിക്കൽ പ്രൊഡക്ഷൻ പ്രോസസ് ആൻഡ് ഓൾ ഓഫ് ദം ഹാവ് പെർഫെക്റ്റ് ഇൻഫർമേഷൻ. പെർഫെക്റ്റ് ഇൻഫർമേഷൻ ഉണ്ട് എല്ലാവർക്കും എന്തിനെ കുറിച്ച്, അബൌട്ട് ദ മാർക്കറ്റ് ആൻഡ് പ്രൈസ്. അതുകൊണ്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല. പെർഫെക്റ്റ് മാർക്കറ്റ് അലൗസ് ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ഓഫ് ദ ഫേംസ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദി ഇൻഡസ്ട്രി. ഇങ്ങനെ കയറിയും ഇറങ്ങും ചെയ്യാം, കാരണം പെർഫെക്റ്റ് ഇൻഫർമേഷൻ ഉണ്ട്. അപ്പോൾ എന്തായിരിക്കും പെർഫെക്റ്റ് മാർക്കറ്റ് കണ്ടീഷനിൽ നമ്മുടെ പ്രൈസിങ് പോളിസി? നോ പ്രൈസിങ് പോളിസി ഓഫ് ഇറ്റ്സ് ഓൺ ആസ് ദ സെല്ലേഴ്സ്. വിൽക്കുന്ന ആൾക്കാർ ആ പ്രൈസ് ടേക്കേർ എന്ന് പറഞ്ഞാൽ എന്നിട്ട് മാർക്കറ്റിൽ എന്താണോ പ്രൈസ് അതെടുക്കുക. ഇറ്റ് ഹാസ് ടു ആക്സെപ്റ്റ് ദ പ്രൈസ് ഡിറ്റർമൈൻഡ് ബൈ ദ മാർക്കറ്റ് and sell as much as they are capable of selling at the prevailing market price. Since each firm produces homogeneous products, homogeneous എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിക്കൽ പ്രൊഡക്ട്സ്. അതായത് ഇവിടെ നിന്ന് ഈ കടയിൽ നിന്ന് വാങ്ങിച്ചില്ലെങ്കിൽ എനിക്ക് അപ്പുറത്തെ കടയിൽ പോയി വാങ്ങിക്കാം വില കുറവിൻ്റെ. അപ്പോൾ ഒരാൾക്ക് മാത്രം ഇറ്റ് കനോട്ട് ഇൻക്രീസ് ദ പ്രൈസ് ബിയോണ്ട് ദ മാർക്കറ്റ് പ്രൈസ്. ഇഫ് ഇറ്റ് ഡസ് സോ ദെൻ ഇറ്റ് ഹാസ് ടു ലൂസ് ഓൾ ഓഫ് ദ മാർക്കറ്റ് ഡിമാൻഡ് ടു ദ കോമ്പറ്റീറ്റേഴ്സ്. ഞാൻ കൂട്ടി വിൽക്കാൻ ശ്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ മാർക്കറ്റ് ഷെയർ പോകും ടു കോമ്പറ്റീറ്റേഴ്സ്. ദർ ഇസ് നോ കൺട്രോൾ ഓവർ ദ മാർക്കറ്റ് പ്രൈസ് വിച്ച് വിൽ ഇക്വേറ്റ് ദ ക്വാണ്ടിറ്റീസ് അവൈലബിൾ വിത്ത് ക്വാണ്ടിറ്റീസ് വിത്ത് ദ ബയേഴ്സ് ആർ വില്ലിങ് ടു ബൈ. അപ്പോൾ കൺട്രോൾ ഓവർ മാർക്കറ്റ് പ്രൈസ് ഇല്ല. പിന്നെ എന്താ ഉള്ളത്? ഓൺലി കൺട്രോൾ ഓവർ എന്നിട്ട് ക്വാണ്ടിറ്റി ടു സെൽ. ദ ഫേം ഹാസ് ടു ടേക്ക് എ ഡിസിഷൻ ഇൻ ഫേവർ ഓഫ് ദ ക്വാണ്ടിറ്റി ടു സെൽ. ദ ഫേം ക്യാൻ കണ്ടിന്യൂ ടു പ്രൊഡ്യൂസ് സോ ലോങ് ആസ് ഇറ്റ്സ് മാർജിനൽ കോസ്റ്റ്. അതായത് ആ ഡിഫറൻഷ്യൽ കോസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോൾ 10 കിലോന് ഇത്ര കോസ്റ്റ്, 20 കിലോന് ഇത്ര, അതാണ് മാർജിൻ. ആ ഡിഫറൻസ് ഇൻ കോസ്റ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദ സെല്ലിംഗ് പ്രൈസ് അപ് ടു ദ പോയിന്റ് അറ്റ് വിച്ച് ദ മാർജിനൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു പ്രൈസ്. Increase in output will add to the revenue and thereafter the increase will add to cost. അപ്പോൾ മാർജിനൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു മാർജിനൽ റവന്യൂ. ഇതിന് മാർജിനൽ കോസ്റ്റ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർജിനൽ റവന്യൂ ഡു നോട്ട് പ്രൊഡ്യൂസ്. അതാണ് പറയണത്. അത് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ അതെ, ഇപ്പോൾ ടോട്ടൽ റവന്യൂ ഇങ്ങനെ കൊണ്ടുവരിക. യൂണിറ്റ്സ് കൂടുമ്പോൾ എന്താ, റവന്യൂ കൂടി, പക്ഷെ ടോട്ടൽ കോസ്റ്റും കൂടി. അപ്പോൾ എവിടെ വെച്ചിട്ട് നിർത്തേണ്ടതെന്നുള്ളതാണ്. ഇപ്പോൾ 1 യൂണിറ്റിന് റവന്യൂ 40, ടോട്ടൽ കോസ്റ്റ് 30. 0 യൂണിറ്റ്സിന് 20 കോസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് അത് ഫിക്സഡ് കോസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എത്ര? 10. അപ്പോൾ 4th യൂണിറ്റ് നോക്കുക. 4th യൂണിറ്റിന് റവന്യൂ 160, ടോട്ടൽ കോസ്റ്റ് 125. അപ്പോൾ പ്രോഫിറ്റ് എത്രയായി? 35. പ്രോഫിറ്റ് 35 പക്ഷേ മാർജിനൽ കോസ്റ്റ് എത്രയാണ്? മാർജിനൽ കോസ്റ്റ് ഇൻക്രീസ് ചെയ്ത് 3rd യൂണിറ്റ് 85 നിന്ന് 125.
85 നിന്ന് 125 അപ്പോൾ മാർജിനൽ കോസ്റ്റ് എത്രയായി 40 ആയി. പക്ഷെ പ്രോഫിറ്റ് അപ്പോൾ എന്നിട്ട് 35. അപ്പോൾ മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത് മാർജിനൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ദ പ്രൈസ് പെർ യൂണിറ്റ്. ദസ് ആദ്യത്തെ ക്യാൻ മാക്സിമൈസ് ദ പ്രോഫിറ്റ് അറ്റ് ദ 4th യൂണിറ്റ് ലെവൽ. മാക്സിമം പ്രോഫിറ്റ് 35ലാണ്. ഇപ്പോൾ ഇവിടെ റവന്യൂ മാർജിനൽ കോസ്റ്റ് മാർജിനൽ റവന്യൂ 40, ഇതും 40 ഇതും 40. അതാണ് മാർജിനൽ റവന്യൂ ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഈ പോയിന്റിലാണ് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുക. അതാണ് ഇപ്പോൾ എന്നിട്ട് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. അപ്പോൾ ഇത് വേറൊരു ചാപ്റ്ററിൽ, അതായത് ചാപ്റ്റർ 5 ഡിസിഷൻ മേക്കിങ്ങിൽ ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ എന്താണ് നമ്മൾ പ്രൈസ് സെറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് പ്രൈസ് സെറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഉത്തരം. അപ്പോൾ അവിടെ ലിങ്ക് ചെയ്തിട്ടത് പറയുന്നുണ്ട്. അടുത്ത് മൊണോപ്പൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംശയമില്ല, ആപ്പിൾ അല്ലെങ്കിൽ എന്നിട്ട് ഫസ്റ്റും ഇവിടെ റിലയൻസ് ജിയോ വൻ മൊണോപ്പൊളി ആയിരുന്നു. മൊണോപ്പൊളി അല്ലെങ്കിൽ ഇന്ത്യൻ റെയിൽവേസ് മൊണോപ്പൊളിയാണ്. പക്ഷേ അതൊരു ഗവൺമെൻറ് റെഗുലേഷൻ ഉണ്ട്, അതുകൊണ്ടാണ് മാത്രം. മൊണോപ്പൊളി ഇസ് എ മാർക്കറ്റ് കണ്ടീഷൻ വേർ ദർ ഇസ് വൺ സപ്ലയർ, ഒരു സപ്ലയർ ഓർ പ്രൊഡ്യൂസിങ് ഹോമോജീനിയസ്. ഹോമോ ആണ് എല്ലാ സപ്ലയേഴ്സും. വൺ സപ്ലയർ വിസ് എ ഹോമോ എന്ന് പറയുന്നത് ഐഡൻറ്റിക്കൽ പ്രൊഡക്ട്സ് ഫോർ വിച്ച് ദർ ഇസ് നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല, ബട്ട് ഹാസ് മെനി ബയേഴ്സ്. അതായത് വൺ ആപ്പിൾ ഇസ് ഈക്വൽ ടു മെനി ബയേഴ്സ്, കുറേ ബയേഴ്സ് ഉണ്ട്. അണ്ടർ ദ മൊണോപ്പൊളി എ ഫേം ഇസ് എ പ്രൈസ് സെറ്റർ. അപ്പോൾ ഏറ്റവും നല്ല ഉദാഹരണം ആപ്പിൾ തന്നെയാണ്. പ്രൈസ് സെറ്റർ എന്തുകൊണ്ടാണ്? അവർക്ക് എന്ത് തോന്നിയ പ്രൈസ് വേണമെങ്കിലും ഫിക്സ് ചെയ്യാം. ഇറ്റ് ക്യാൻ ഫിക്സ് എനി പ്രൈസ്, ബട്ട് ഹിയർ ഓൾസോ ദ പ്രൈസിങ് ഈസ് ഡൺ ടേക്കിംഗ് എലാസ്റ്റിസിറ്റി ഓഫ് ദ ഡിമാൻഡ് ഫോർ ദ പ്രൊഡക്റ്റ് ഇൻ ടു കൺസിഡറേഷൻ. എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ ദ പ്രൊഡക്റ്റ് ഇൻ ടു കൺസിഡറേഷൻ. പ്രൈസ് സെറ്ററാണ്, പക്ഷേ നമ്മൾ തോന്നിയോണം ഇപ്പോൾ 2 ലക്ഷം രൂപയൊന്നും വാങ്ങിക്കില്ല, നമ്മൾ 1 ലക്ഷം രൂപ ഐഫോൺ വാങ്ങിക്കുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇറ്റ് ഹാസ് ടു ഫിക്സ് എ പ്രൈസ്. The pricing is done taking elasticity of demand for the product into consideration. That means though the seller or producer can fix any price, but it will go for the price where the demand for the product and the consequent profit will be maximum. അതായത് ഒരു പോയിന്റ് കഴിഞ്ഞ് ഒരു കൂട്ടി കഴിഞ്ഞാൽ ആരും വാങ്ങിക്കില്ല, ഡിമാൻഡ് കുറയും, അതുവരെ ഇത് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ പോയിന്റ് പോയിന്റ് കണ്ടുപിടിക്കണം. വേർ ഡിമാൻഡ് ആൻഡ് ദ പ്രൊഡക്റ്റ്, ഡിമാൻഡ് ഫോർ ദ പ്രൊഡക്റ്റ് ആൻഡ് ദ മാക്സിമം ആൻഡ് ദ പ്രോഫിറ്റ് ഈസ് മാക്സിമം. മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാർജ് നമ്പർ ഓഫ് ഫേംസ് പ്രൊഡ്യൂസിങ്. ഇവിടെ സിമിലർ, ഇവിടെ ഈ ലാർജ് ഉള്ള ആൾ സിമിലർ അല്ല. അതായത് ഇതപ്പോൾ ഇങ്ങനെ ആലോചിക്കാം, മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ ലാർജായി സാധനം ലാർജായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഹോമോ അല്ല. അപ്പോൾ എന്നിട്ട് സിമിലർ ബട്ട് നോട്ട് ഐഡൻറ്റിക്കൽ പ്രൊഡക്ട്സ്. സിൻസ് ദർ ഇസ് എ ലിമിറ്റ് ടു ദ ഗ്രോത്ത് ഓഫ് കോമ്പറ്റീറ്റേഴ്സ്, the excess profit earned by the monopolistic situation attracts new competition. ഇങ്ങനെയാണ് മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ വരുന്നത് എന്നുള്ളത്. അത് ആദ്യം ഒരു മോണോപ്പൊളി ആയിട്ടാണ് തുടങ്ങുക, പക്ഷേ ഒരു ലിമിറ്റ് ഉണ്ട്, ഗ്രോത്ത് ടു ദ കോമ്പറ്റീറ്റേഴ്സ്. അപ്പോൾ ദ എക്സസ് പ്രോഫിറ്റ്സ് ഏൺഡ് ബൈ ദ മോണോപ്പൊളിസ്റ്റിക് സിറ്റുവേഷൻ അട്രാക്ട്സ് ന്യൂ കോമ്പറ്റീഷൻ. This will have a long run effect on the excess profits, which will tend to diminish because of the price competition with close substitutes. ഓക്കെ, അതായത് ആദ്യം ഇനീഷ്യലി ഭയങ്കര അട്രാക്റ്റീവാണ്, അതായത് മോണോപ്പൊളിയാണ്, ഹൈ പ്രോഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കോമ്പറ്റീഷൻ വരും. കോമ്പറ്റീഷൻ കൂടുമ്പോൾ വേറെ പ്ലെയേഴ്സ് വന്നു കഴിഞ്ഞാൽ ലാഭം കുറഞ്ഞു തുടങ്ങി. ലോങ് റണ്ണിൽ എഫക്റ്റ് ഓൺ എക്സസ് പ്രോഫിറ്റ്സ് വിൽ ടെൻഡ് ടു ഡിമിനിഷ് ബിക്കോസ് ദ പ്രൈസ് കോമ്പറ്റീഷൻ. ഇവർ എൻ്റർ ചെയ്യുന്നിട്ട് പ്രൈസ് കട്ട് ചെയ്തിട്ടായിരിക്കും, പ്രൈസ് കുറച്ചിട്ട്, വിത്ത് ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. ദ കമ്പനി വിൽ however have to compare marginal cost and marginal revenue, maximizing its profit. But under monopolistic competition, consumers may buy more at a lower price than at higher price. അതായത് കുറേ വാങ്ങിക്കും അറ്റ് ലോവർ പ്രൈസ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇതിൻ്റെ മറ്റേ സൂപ്പർ മാർക്കറ്റിലൊക്കെ ലോവർ പ്രൈസ് കുറേ വാങ്ങിക്കും. ദ പ്രോഫിറ്റ് ക്യാൻ ബി മാക്സിമൈസ്ഡ് ബൈ ഇക്വേറ്റിംഗ് മാർജിനൽ റവന്യൂ വിത്ത് മാർജിനൽ കോസ്റ്റ്. Profit can be maximized by equating marginal revenue with marginal cost. ഓക്കെ, അടുത്തത് ഒളിഗോപ്പൊളി എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് സ്ട്രക്ചർ വെർ ദർ ആർ ഫ്യൂ ഫേംസ്, വളരെ കുറച്ച് ഫേംസ്, 1, 2, 3 producers selling homogeneous or identical products. In this type of market structure, the firms are aware of the mutual interdependence of investment, production process, advertising, sales plan of its rival firm. And any change in any variable by a firm is likely to have an equal reaction on the part of other competing firms.
ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റിയൽ എസ്റ്റേറ്റിൽ ഒരാൾ സ്ഥലത്തിൻ്റെ ഇത് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ DHL അങ്ങനത്തെ കുറേ ബിൽഡേഴ്സ് ഉണ്ടല്ലോ, ബിൽഡേഴ്സ് വില കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെയായിരിക്കും. റിയൽ എസ്റ്റേറ്റ് ഇത് അതിനെ ഒളിഗോപ്പൊളി എന്ന് വിളിക്കാം. റഷ്യ റിയൽ എസ്റ്റേറ്റ് ഒളിഗാർക്സ്, ഫ്യൂ ഫോംസ് ഒളിഗാർക്സ്. നല്ല എക്സാമ്പിൾ എന്നുണ്ട് ചെൽസിയുടെ ഓണർ എന്ന് പറഞ്ഞിട്ട് റോമൻ അബ്രാമോവിച്ച്. അയാളെന്നുണ്ട് ഒളിഗോപ്പൊളി ആയിരുന്നു റഷ്യയിൽ. പുട്ടിന് അയാൾ കുറച്ച് ആൾക്കാർ അതാണ് ഒളിഗോപ്പൊളി എന്ന് വിളിക്കുന്നത്, റഷ്യൻ മാഫിയ. ഫ്യൂ ഫോംസ് പ്രൊഡ്യൂസിങ് ഹോമോ ആയിരിക്കാം, ഹോമോജീനിയസ്, അതായത് ഐഡൻറ്റിക്കൽ, അവർ ഹോമോ ആണ്. ഫേംസ് ആർ അവെയർ ഓഫ് ദി മ്യൂച്വൽ ഇൻ്റർഡിപെൻഡൻസ്, അതായത് പുട്ടിൻ ഈസ് അവെയർ ഓഫ് ഇയാൾ റോമൻ അബ്രാമോവിച്ചിൻ്റെ ഇയാൾ കള്ളപ്പണം കൊടുക്കുന്നു, ഇയാൾ ചെൽസിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ റോമൻ അബ്രാമോവിച്ചിന് എന്താ പുട്ടിൻ്റെ എല്ലാ കള്ളത്തരങ്ങളും അറിയാം. അതാണ് ഇപ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും. There is mutual interdependence of investment, production process, advertising and sales plan of its rival firms. Hence, any change in any variable by a firm is likely to have an equal reaction on the part of other competing firms. അപ്പോൾ നമ്മൾ ഫേം ഒരു ഒളിഗോപ്പൊളിയിൽ നമ്മൾ പ്രൈസ് സെറ്റ് ചെയ്യുമ്പോൾ while determining the price of its product in an oligopolistic firm not only consider the demand of the product but also reactions of other firms in the industry to any action or decision it may take. ബാക്കിയുള്ളവർ എന്ത് ചെയ്യണമെന്നും കൂടി നമ്മൾ ചിന്തിക്കും. The firms in the oligopolistic market maintain the price of the product either by close analysis of each other's behavior. അത് മാർക്കറ്റും കൺസ്യൂമർ ഡിമാൻഡിനേക്കാളും കൂടുതലും പുട്ടിന് ഇവനെ നോക്കും, ഇവൻ റോബനാമിനെ വെച്ച് പുട്ടിനെ നോക്കും. ക്ലോസ് അനാലിസിസ് ഓഫ് ഈച്ച് അതേഴ്സ് ബിഹേവിയർ ബൈ മീൻസ് ഓഫ് കോപ്പറേഷനും വേണം, കൊലൂഷനും വേണം. ഓക്കെ, അതിൽ പ്രൈസിങ് സ്ട്രാറ്റജി ഓഫ് ഒളിഗോപ്പൊളീസ് എന്നിട്ടാ പ്രിഡേറ്ററി പ്രൈസിങ് ആണ് ഫസ്റ്റ്. പ്രിഡേറ്ററി എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രിഡേറ്ററി എന്ന് പറയുമ്പോൾ നമുക്ക് ലോസ് ഉണ്ടാവും. ഫുൾ കോസ്റ്റിനേക്കാളും അടിയിൽ വിൽക്കും. അപ്പോൾ കീപ്പിംഗ് പ്രൈസ് ആർട്ടിഫിഷ്യലി ഓഫൻ ബിലോ ദ ഫുൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ എന്നിട്ടാ ഈ പ്രിഡേറ്ററി പറയുമ്പോൾ ഡ്രൈവ് ഔട്ട് കോമ്പറ്റീഷൻ. They may also operate a limit pricing strategy to discourage entrants. It's also called entry forestalling price. പിന്നെ ഒരിക്കലുള്ള സ്കീം എന്നിട്ട് ഫസ്റ്റ് പ്രിഡേറ്ററി പ്രൈസിങ് അല്ലെങ്കിൽ എൻട്രി ഫോർസ്റ്റോളിംഗ് പ്രൈസ് ഉണ്ടായിരിക്കും. ഡിസ്കറേജ് എൻട്രൻസ്. ഒളിഗോപ്പൊളിസ്റ്റിക് മേ കൊലൂഡ് വിത്ത് റൈവൽസ് ആൻഡ് റൈസ് പ്രൈസ് ടുഗദർ. അടുത്ത് കോസ്റ്റ് പ്ലസ് പ്രൈസിങ്. എ സ്ട്രേറ്റ് ഫോർവേഡ് പ്രൈസിങ് മെത്തേഡാണ്. വേറെ ഫെയിം സെറ്റ്സ് എ പ്രൈസ് ബൈ കാൽക്കുലേറ്റിംഗ് ഇറ്റ്സ് ആവറേജ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ദെൻ ആഡിങ് എ പ്രോഫിറ്റ് പെർസെൻറ്റേജ്, ഫിക്സ്ഡ് മാർക്കപ്പ്. അതിന് പ്രോഫിറ്റ് പെർസെൻറ്റേജിൻ്റെ വേറെ വാക്കുന്നുണ്ട്, എ ഫിക്സ്ഡ് മാർക്കപ്പ് ടു അച്ചീവ് എ ഡിസൈഡ് പ്രോഫിറ്റ് ലെവൽ. There are different versions of cost plus pricing including full cost. അതായത് ഫുൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ വേരിയബിൾ പ്ലസ് ഫിക്സഡ്. പിന്നെ എന്നിട്ട് കോൺട്രിബ്യൂഷൻ പ്രൈസിങ്, അതായത് സെല്ലിംഗ് മൈനസ് വേരിയബിൾ കോസ്റ്റ് പ്ലസ് ഒരു പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ്. അപ്പോൾ പ്രൈസിങ് സ്ട്രാറ്റജി ഫോർ ഒളിഗോപ്പൊളീസ് എന്നിട്ട് പ്രിഡേറ്ററി പ്രൈസിങ്, എൻട്രി ഫോർസ്റ്റോളിംഗ് പ്രൈസ്, അല്ലെങ്കിൽ എന്നിട്ട് കൊലൂഡ് വിത്ത് റൈവൽസ് ആൻഡ് റൈസ് പ്രൈസ് ടുഗദർ, അല്ലെങ്കിൽ കോസ്റ്റ് പ്ലസ് പ്രൈസിങ്. അതിൽ ഫിക്സഡും ടോട്ടൽ കോസ്റ്റും പിന്നെ എന്നിട്ട് കോൺട്രിബ്യൂഷൻ. അത് വേരിയബിൾ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്, ഇവിടെ ടോട്ടൽ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. പിന്നെ നോൺ പ്രൈസ് സ്ട്രാറ്റജീസ്. നോൺ പ്രൈസ് കോമ്പറ്റീഷൻ ഇൻ ദ ഫേവേർഡ് സ്ട്രാറ്റജി ഫോർ ഒളിഗോപ്പൊളിസ്റ്റ്. അതൊരു പ്രത്യേക പോയിൻ്റ്. അതായത് നോൺ പ്രൈസ് വാർ ഒഴിവാക്കും. ബിക്കോസ് പ്രൈസ് കോമ്പറ്റീഷൻ ക്യാൻ ലീഡ് ടു ഡിസ്ട്രക്റ്റീവ് പ്രൈസ് വാർസ്. എക്സാമ്പിൾസ് ഒന്നുമില്ല. ട്രൈങ് ടു ഇംപ്രൂവ് ക്വാളിറ്റി ആൻഡ് ആഫ്റ്റർ സെയിൽ സർവീസിങ് സച്ച് ആസ് ഓഫറിങ് എക്സ്റ്റെൻഡഡ് ഗ്യാരണ്ടീസ്. അത് നോൺ പ്രൈസ് കോമ്പറ്റീഷനാണ്. സ്പെൻഡിങ് ഓൺ അഡ്വർടൈസിങ്, sponsorship and product placement, sales promotion, buy one get one free, loyalty schemes common in the supermarket such as Reliance One Card. അപ്പോൾ അതൊക്കെയാണ് എന്നിട്ട് നോൺ പ്രൈസ് സ്ട്രാറ്റജീസ്. എൻ്റെ എക്സാമ്പിൾ അത് ഒളിഗോപ്പൊളിസ്റ്റിനെ ഇഷ്ടമാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സമ്മറി പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് സമ്മറി എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഡോക്യുമെൻറ്റിലേക്ക് വരാം. ഓക്കെ, പ്രൈസിങ് ഉണ്ട് ഡിഫറെൻറ്റ് മാർക്കറ്റ് സ്ട്രക്ചറുകൾ പലതുണ്ട്. PMO, പെർഫെക്റ്റ് മോണോപ്പൊളി, മോണോപ്പൊളിസ്റ്റിക്, ഒളിഗോപ്പൊളി. പെർഫെക്റ്റ്ലി ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ്, ഭയങ്കര ലാർജാണ്. ഹോമോ ആണ് അവർ. സെല്ലിങ് ഹോമോജീനിയസ്, ഓൾ ഓഫ് ദം ഹാവ് പെർഫെക്റ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദ മാർക്കറ്റ് ആസ് വെൽ ആസ് ദ പ്രൈസ്. അതുകൊണ്ട് തന്നെ ഫ്രീ എൻട്രി ആൻഡ് ഫ്രീ എക്സിറ്റ് ആണ്. പ്രൈസിങ് സ്ട്രാറ്റജി എന്നിട്ട് നമുക്ക് സ്വന്തമായിട്ടൊരു പ്രൈസിങ് സ്ട്രാറ്റജി ഇല്ല. നമ്മൾ പ്രൈസ് ടേക്കേഴ്സാണ്. സെല്ലേഴ്സ് പ്രൈസ് ടേക്കേഴ്സാണ്. ആക്സെപ്റ്റ് ദ പ്രൈസ് ഡിറ്റർമൈൻഡ് ബൈ ദ മാർക്കറ്റ്. കാരണം എന്നിട്ട് മാർക്കറ്റിനേക്കാളും കൂടുതൽ ചാർജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കോമ്പറ്റീഷൻ, നമ്മുടെ ഷെയർ പോവും. ഇറ്റ് കാൺ ഇൻക്രീസ് ദ പ്രൈസ് ബിയോണ്ട് ദ മാർക്കറ്റ് പ്രൈസ്. അപ്പോൾ ഇവിടെ പ്രൈസിങ് സ്ട്രാറ്റജി എന്നിട്ട് മാർക്കറ്റ് പ്രൈസ്.
ഡിസിഷൻ ഓൺലി അബൌട്ട് ദ ക്വാണ്ടിറ്റി ടു ബി സോൾഡ് ആണ് ഇതിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ. മോണോപ്പൊളിയിൽ സമ്മറി പറഞ്ഞു കഴിഞ്ഞാൽ വൺ സപ്ലയർ ഉണ്ട്, ആപ്പിൾ, വൺ സപ്ലയർ, ഹോമാണ് അവരും. പിന്നെ എന്താ, നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഒന്നുമില്ല, അതുകൊണ്ട് അവർക്ക് പ്രൈസ് എത്ര വേണമെങ്കിലും കൂട്ടാം. ബട്ട് മിനി ബയേഴ്സ്, ഒരു വൺ ലാർജ് സെല്ലർ ആപ്പിൾ, മിനി ബയേഴ്സ് എല്ലാവരും മാനിക്കും. പ്രൈസിങ് സ്ട്രാറ്റജി എന്നിട്ട് പ്രൈസിങ് ബേസ്ഡ് ഓൺ എലാസ്റ്റിസിറ്റി ഓഫ് ദി ഡിമാൻഡ്. ഇവിടെ പ്രൈസ് മേക്കറാണ്, പക്ഷേ എന്നാലും ഒരു എലാസ്റ്റിസിറ്റി ഉണ്ട്. ഒരു പോയിന്റിൽ ഇങ്ങോട്ട് മാക്സിമം റവന്യൂ പ്ലസ് മാക്സിമം വോളിയം ഗ്രോത്ത്. അപ്പോൾ ഫേം ഈസ് പ്രൈസ് സെറ്ററാണ് ഇവിടെ മോണോപ്പൊളിയിൽ. മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ എന്നിട്ട് ലാർജ് നമ്പർ ഓഫ് ഫേംസ് പ്രൊഡ്യൂസിങ് സിമിലർ. മോണോപ്പൊളിസ്റ്റിക് എന്ന് പറയുമ്പോൾ LISറ്റിക്, മോണോപ്പൊളിസ്റ്റിക്. അപ്പോൾ L എന്ന് പറയുമ്പോൾ വൺ, ലാർജ് നമ്പർ ഓഫ് ഫേംസ്, വൺ അല്ല കുറേ ഉണ്ട്. വൺ ആണെങ്കിൽ എന്താ മോണോപ്പൊളി. ലാർജ് നമ്പർ ഓഫ് ഫേംസ് ഉണ്ട്. ലിസ്റ്റിക്, I അല്ല S ആണ്. ലിസ്റ്റിക്കിൽ L ആണ്, I അല്ല S ആണ്. L എന്ന് പറയുമ്പോൾ ലാർജ് നമ്പർ ഓഫ് ഫേംസ്, I അല്ല, ഐഡൻറ്റിക്കൽ അല്ല, സിമിലർ. ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് അവൈലബിൾ, സിമിലർ ആയതുകൊണ്ട് തന്നെ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് അവൈലബിൾ ആണ്. പ്രൈസിങ് സ്ട്രാറ്റജി എന്നിട്ട് കൺസ്യൂമർ മേ ബൈ മോർ അറ്റ് ലോവർ പ്രൈസ്, ഇറ്റ് ഈസ് ബിലോ ദ മാർക്കറ്റ്. ഒളിഗോപ്പൊളിയിൽ എന്നിട്ട് പ്രത്യേകത, ഒളിഗോപ്പൊളിയിൽ ഫ്യൂ ഫേംസ് ആണ് പ്രൊഡ്യൂസിങ് ആൻഡ് സെല്ലിംഗ് ഹോമോജീനിയസ് ഓർ ഐഡൻറ്റിക്കൽ പ്രൊഡക്ട്സ്. Firms are aware of the plans of the rival firm. Any changes may have equal action by the competitors. Pricing strategy എന്നിട്ട് പ്രൈസ് ഓൺ ഡിമാൻഡ്, അല്ലെങ്കിൽ പ്രിഡേറ്ററി പ്രൈസിങ്, കോസ്റ്റ് പ്ലസ് പ്രൈസിങ്, ഫോർസ്റ്റോളിംഗ് പ്രൈസിങ് എക്സെട്ര. അപ്പോൾ പ്രൈസ് ഈസ് ഡിറ്റർമൈൻഡ് ബേസ്ഡ് ഓൺ ഒന്നല്ലെങ്കിൽ ഡിമാൻഡ് മാത്രമല്ല, വാട്ട് ദ റിയാക്ഷൻ ഓഫ് ദ റൈവൽ ഫേംസ്, സ്റ്റഡി മാർക്കറ്റ്, റിയാക്ഷൻ ഓഫ് അതർ ഫേംസ് ഇൻ ദ ഇൻഡസ്ട്രി. അത് വെച്ചിട്ടാണ് നമ്മൾ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. പ്രൈസിങ് സ്ട്രാറ്റജി അപ്പോൾ എന്നിട്ട് പ്രിഡേറ്ററി പ്രൈസിങ്, ഫോർസ്റ്റോളിംഗ് പ്രൈസ്, അല്ലെങ്കിൽ ഒരു കോസ്റ്റ് പ്ലസ് പ്രൈസിങ്. അതിൽ തന്നെ ഫുൾ കോസ്റ്റ് അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ പ്രൈസിങ്. ഫുൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ടോട്ടൽ കോസ്റ്റ്, കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ വേരിയബിൾ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. എൻട്രി ഫോർസ്റ്റോളിംഗ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻറ്റൻഷൻ ടു ഡ്രൈവ് കോമ്പറ്റീറ്റേഴ്സ് ഔട്ട് ഓഫ് ദ മാർക്കറ്റ്. അല്ലെങ്കിൽ പിന്നെ എന്നിട്ട് ഒളിഗോപ്പൊളിസ്റ്റ് മേ കൊലൂഡ് വിത്ത് ദ റൈവൽസ് ആൻഡ് റൈസ് പ്രൈസസ് ടുഗെദർ. പ്രിഡേറ്ററി എന്ന് പറയുമ്പോൾ എന്ത് സ്ട്രാറ്റജി? പ്രിഡേറ്ററി എന്ന് പറയുമ്പോൾ കീപ്പിംഗ് പ്രൈസസ് ആർട്ടിഫിഷ്യലി ലോ, അതായത് ടോട്ടൽ കോസ്റ്റിനേക്കാളും കുറവ്, ഞാൻ ലോസിലായിരിക്കും. അതെന്തുകൊണ്ടാണ്? ടു ഡ്രൈവ് ഔട്ട് ദ ഫുൾ കോമ്പറ്റീഷൻ ഓഫ് പ്രൊഡക്ഷൻ, ഫുൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ ഇനി ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, ഓക്കെ, അത് ഒരിക്കലും എക്സിസ്റ്റ് ചെയ്യാത്ത കണ്ടീഷനാണ്, കാരണം എല്ലായിടത്തും പെർഫെക്റ്റ് ആയിരിക്കില്ല. മോണോപ്പൊളി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ ആപ്പിളാണ്. മോണോപ്പൊളിസ്റ്റിക് എന്ന് പറയുമ്പോൾ ആപ്പിൾ, സാംസങ്, അങ്ങനത്തെ കുറച്ച് ആൾക്കാർ. ഒളിഗോപ്പൊളി എന്ന് പറയുമ്പോൾ പുട്ടിനും പിന്നെ റോമൻ അബ്രാമിച്ച്, ചെൽസിയുടെ. ഇതേ മ്യൂച്വൽ ഡിപ്പെൻഡൻസ് ഉണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത ഭാഗം പറയാൻ പോകുന്നത് സ്ട്രക്ചേർഡ് അപ്രോച്ച് ടു പ്രൈസിങ് ഡിസിഷൻസ്. എന്താണ് നമ്മുടെ അപ്രോച്ച് ടുവേർഡ്സ് പ്രൈസിങ് ഡിസിഷൻ എങ്ങനെയായിരിക്കും എന്നാണ്. ലോജിക്കൽ ആൻഡ് ആക്സെപ്റ്റബിൾ വേ ഓഫ് സ്ട്രക്ചറിങ് ദ പ്രോസസ്സ് എങ്ങനെയാണ്? ഫസ്റ്റ് ഒബ്ജക്റ്റീവ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുക, കമ്പനി ആൻഡ് മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്. സെക്കൻഡ് എന്ന് പറയുക സെറ്റ് പ്രൈസിങ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് പോളിസി. ഫസ്റ്റ് കമ്പനി ഒബ്ജക്റ്റീവ്, സെക്കൻഡ് പ്രൈസിങ് ഒബ്ജക്റ്റീവ്സ്. തേർഡ് എന്ന് പറയുക അസസ് ടാർഗറ്റ് മാർക്കറ്റ്സ്. ആദ്യം അസസ് ചെയ്തു, ഈ ഓറഞ്ച് കളറിലുള്ള ഫുൾ അസസ്മെൻറ്റ്സാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ പോളിസി, ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. അസസ് ചെയ്യുക ടാർഗറ്റ് മാർക്കറ്റ്. ഓക്കെ, പിന്നെ നമ്മൾ അസസ് ചെയ്യേണ്ടത് എന്നിട്ട് പിന്നെ അസസ് ചെയ്യേണ്ടത് കോസ്റ്റ് സ്ട്രക്ചർ. ഓക്കെ, പിന്നെ അസസ് ചെയ്യേണ്ടത് കസ്റ്റമർ ഡിമാൻഡ്, പിന്നെ അസസ് ചെയ്യേണ്ടത് കോമ്പറ്റീറ്റേഴ്സ്. ഇതൊക്കെ അസസ് ചെയ്ത് കഴിഞ്ഞ് സെലക്ട് ചെയ്യുക. സെലക്ട് പ്രൈസിങ് മെത്തേഡ്, ഓക്കെ, സ്കിമ്മിങ്, പെനട്രേഷൻ എക്സെട്ര. പിന്നെ സെലക്ട് സ്പെസിഫിക് പ്രൈസിങ്. ഏത് പ്രൈസിങ് മെത്തേഡ്? സെലക്ട് സ്പെസിഫിക് പ്രൈസിങ്. അതാണ് സ്ട്രക്ചേർഡ് അപ്രോച്ച്. അപ്പോൾ വളരെ എളുപ്പമാണ്. ഫസ്റ്റ് എന്നിട്ട് കമ്പനി ആൻഡ് മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുക, സെറ്റ് പ്രൈസിങ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് പോളിസി, പിന്നെ അസസ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് അസസ് ചെയ്യുന്നത് ടാർഗറ്റ് മാർക്കറ്റ്സ്, പിന്നെ അസസ് ചെയ്യുന്നത് കോസ്റ്റ് സ്ട്രക്ചർ. ഓക്കെ, പിന്നെ കസ്റ്റമർ ഡിമാൻഡ്, പിന്നെ കോമ്പറ്റീറ്റേഴ്സിന് അസസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് സെലക്ട് പ്രൈസിങ് മെത്തേഡ്, ലാസ്റ്റ് സ്പെസിഫിക് പ്രൈസിങ് സെലക്ട് ചെയ്യാം. അടുത്തത് സെൻസിറ്റിവിറ്റി അനാലിസിസ് ആൻഡ് പ്രൈസിങ് ഡിസിഷൻ. വാട്ട് ഈസ് സെൻസിറ്റിവിറ്റി? അപ്പോൾ സിമ്പിൾ അനാലിസിസ് ഓഫ് പാസ്റ്റ് പ്രൈസിങ് ഡിസിഷൻ ക്യാൻ ഇൻസ്ക്രിബ് പുവർ പ്രൈസിങ് കൺട്രോൾസ്. പാസ്റ്റിനെ കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്തിട്ട് കാര്യമില്ല. പാസ്റ്റ് പ്രൈസിങ് ഡിസിഷൻ കാരണം simple analysis of past pricing decision can inscribe poor pricing controls and sources of value of leakage and more sophisticated pricing sensitive sources of leakage. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് പാസ്റ്റിനെ കുറിച്ച് സ്റ്റഡി ചെയ്തിട്ട് വലിയ കാര്യമില്ല. പക്ഷേ മോർ സൊഫിസ്റ്റിക്കേറ്റഡുള്ള പ്രൈസ് സെൻസിറ്റിവിറ്റി അനാലിസിസ് എന്ന് പറയുന്ന സാധനം
can identify opportunities to increase or decrease prices to drive sales. Product pricing decision must be balanced against cost and competitive market condition. The sensitivity analysis is required to determine how the sales and cost will respond to changes in the market condition. The sensitivity analysis എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ how sales and cost ഇത് രണ്ടും ഇങ്ങനെയാണ് ചേഞ്ച് ചെയ്യുക ഡ്യൂ ടു ചേഞ്ച് ഇൻ മാർക്കറ്റ് കണ്ടീഷൻസ്. അപ്പം മൊത്തം ചേഞ്ച് ആവുക. അപ്പോൾ ചേഞ്ച് ദാറ്റ് ഈസ് ഹൗ സെയിൽസ് ആൻഡ് കോസ്റ്റ് വിൽ റെസ്പോണ്ട് ടു ചേഞ്ചസ്. അതായത് സെയിൽസും കോസ്റ്റ് എങ്ങനെ ചേഞ്ച് ചെയ്യും അല്ലെങ്കിൽ ഇതെങ്ങനെ റെസ്പോണ്ട് ചെയ്യും ടു ചേഞ്ചസ് ഇൻ മാർക്കറ്റ് കണ്ടീഷൻ. അതാണ് സെൻസിറ്റിവിറ്റി അനാലിസിസ്. സെൻസിറ്റിവിറ്റി അനാലിസിസ് പെർഫോം ബൈ ചൂസിങ് ദി ക്രിട്ടിക്കൽ പാരാമീറ്റേഴ്സ് അപ്പോൺ വിച്ച് വി ബേസ്ഡ് അവർ പ്രൊഫോമർ കമ്പ്യൂട്ടേഷൻസ് and systematically changing them to assess how the changes will affect the overall outcome. Okay, ഈ ഫാക്ടേഴ്സ്, ചില ഫാക്ടേഴ്സ് ഉണ്ട് സെൻസിറ്റിവിറ്റി അനാലിസിസിന്. ഇത് എക്സ്റ്റേണൽ ആണ്. ഈ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഫാക്ടേഴ്സ് ദാറ്റ് എഫക്ട് ദി സെൻസിറ്റിവിറ്റി. ഫസ്റ്റ് എന്നിട്ട് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്. അതെന്നിട്ട് മാർക്കറ്റ് ഡിമാൻഡ്, ചേഞ്ച് ഇൻ മാർക്കറ്റ് പ്രൈസ്, എക്സ്ചേഞ്ച് റേറ്റ് ഫ്ലക്ച്വേഷൻ. അതായത് ഇപ്പോൾ ഔട്ട്സൈഡ്, എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ ഔട്ട്സൈഡ് ഇൻഫ്ലുവൻസസ്, മാർക്കറ്റ് ഡിമാൻഡ്, മാർക്കറ്റ് പ്രൈസ്, എക്സ്ചേഞ്ച് റേറ്റ് ഫ്ലക്ച്വേഷൻ. പിന്നെ കുറേ ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ R&D കോസ്റ്റ്, പ്രൊഡക്ഷൻ കോസ്റ്റ്, മാർക്കറ്റിംഗ് കോസ്റ്റ്, ഇൻട്രൊഡക്ഷൻ ഡേറ്റ്സ്, പ്രൊഡക്റ്റ് പ്രൈസസ് എക്സെട്ര. ഇതൊക്കെയാണ് ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് എന്ന് പറഞ്ഞാൽ സെൻസിറ്റിവിറ്റി അനാലിസിസ്. സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് അപ്പോൾ ചേഞ്ച് ഇൻ സെയിൽസ് ഓർ ചേഞ്ച് ഇൻ കോസ്റ്റ്, അല്ലെങ്കിൽ ഹൗ സെയിൽസ് ആൻഡ് കോസ്റ്റ് റെസ്പോണ്ട് ടു ചേഞ്ചസ് ഇൻ ദ മാർക്കറ്റ്. അപ്പോൾ ഈ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ, ചേഞ്ച് ഇൻ മാർക്കറ്റ് കണ്ടീഷൻസ്. അപ്പോൾ മാർക്കറ്റ് കണ്ടീഷൻസ് എന്തുകൊണ്ട് ചേഞ്ച് ചെയ്യാൻ രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് സെൻസിറ്റിവിറ്റി, അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഫാക്ടേഴ്സ്. അതാണ് ഇവിടെ സെൻസിറ്റിവിറ്റി അനാലിസിസ് ആൻഡ് പ്രൈസിങ് ഡിസിഷൻസ്. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ പ്രൈസിങ് ഓഫ് സർവീസസ് ആണ്. സർവീസസ് പ്രൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ എന്തൊക്കെയാണ് ഇഷ്യൂസ് എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ സർവീസ് പ്രൊവൈഡേഴ്സാണ്. ഫയർ ഫൈറ്റർ, ഡോക്ടേഴ്സ്, കൺസൾട്ടൻറ്റ്, പോലീസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ വെൻ സർവീസ് ആർ യൂണീക്ലി ടൈലർഡ് ടു ഈച്ച് കസ്റ്റമേഴ്സ് നീഡ്സ്, അതായത് സ്പെഷ്യലി എന്നുള്ള സ്പെഷ്യൽ പാക്കേജ് എന്ന് പറയില്ലേ, സ്പെഷ്യൽ സർവീസ്, കസ്റ്റമൈസ്ഡ് സർവീസാണ്. അല്ലെങ്കിൽ പ്രൈസിങ് കനോട്ട് ബി ഈസി. ഈച്ച് സർവീസ് ട്രാൻസാക്ഷൻ ഈസ് ലൈക്ലി ടു ഹാവ് ഡിസ്റ്റിങ് പ്രൈസിങ് സ്ട്രക്ചർ. ഇപ്പോൾ യൂണീക്ലി ടൈലേർഡ് ടു ഈച്ച് കസ്റ്റമേഴ്സ് നീഡ്സ്. ഇപ്പോൾ വണ്ടിയൊക്കെ മോഡിഫൈ ചെയ്യുമ്പോൾ ഒരു കറക്റ്റ് പ്രൈസ് പറയാൻ പറ്റില്ല. ഒരാൾ എത്ര എക്സ്റ്റെൻഡ് മോഡിഫിക്കേഷന് പോകും അതിനനുസരിച്ച് അതിൻ്റെ പ്രൈസ് പറയും. അതാണ് ഇത് യൂണീക്ലി ടൈലേർഡ് ടു ഈച്ച് കസ്റ്റമേഴ്സ്. അപ്പോൾ ഡിസ്റ്റിങ് പ്രൈസിങ് സ്ട്രക്ചർ. സെക്കൻഡ്, in certain services customers participation is essential. The customer may have to incur certain intangible cost over and above the monetary cost while making use of a service. The pricing decision in such services should accommodate the intangible cost that a customer may have to bear with. Okay, അത് അപ്പോൾ ഒരു പ്രശ്നമായിട്ട് മാറും. അതായത് ബയ്യർ ഒരു ഇൻടാഞ്ചിബിൾ കോസ്റ്റ് ഇൻകർ ചെയ്യണം. അപ്പോൾ അത് ഇൻകർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പ്രൈസിങ്ങിൽ അത് റിഫ്ലക്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. കസ്റ്റമർ പാർട്ടിസിപ്പേഷൻ ഈസ് എസെൻഷ്യൽ. Customer may have to incur certain intangible cost over and above the monetary cost. The pricing decision in such services should accommodate the intangible cost that a customer may have to bear with. Third point in that, some of the services like healthcare, education, communication, transport, etc. fall within the larger domain of the government. Therefore, price of these services need to be regulated. അടുത്ത issue, some services pricing is determined in a collective manner. ട്രേഡ് അസോസിയേഷൻ, പ്രൊഫഷണൽ ബോഡീസ് അങ്ങോട്ട് ഇങ്ങനെ സർവീസ് എടുക്കുമ്പോൾ ICA എക്സെട്ര. ദേ മേ ഇമ്പോസ് ബ്രോഡ് ഗൈഡ് ലൈൻസ് ഫോർ ഫിക്സിങ് ദി പ്രൈസ്. അപ്പോൾ അതൊരു പ്രശ്നമാണ്. അപ്പോൾ പ്രൈസിങ് ഓഫ് സർവീസ് എന്ന് പറഞ്ഞാൽ സർവീസ് സെക്ടർ. അപ്പോൾ അതിൻ്റെ പ്രശ്നം, ഫസ്റ്റ് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർ മോഡിഫിക്കേഷൻ. അപ്പോൾ യൂണീക്ലി ടൈലർ മെയ്ഡാണ് ഡിസ്റ്റിങ് പ്രൈസിങ് സ്ട്രക്ചർ. ഓരോ കസ്റ്റമേഴ്സിന് ഓരോ പ്രൈസ്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ പാർട്ടിസിപ്പേഷൻ. ബോട്ടോക്സ് ഒക്കെ അടിക്കുമ്പോൾ ഒക്കെ ഇപ്പോൾ സൺലൈറ്റ് പാടില്ല, മൈക്കിൾ ജാക്സൺ പുറത്തിറങ്ങാൻ പാടില്ല. അതൊരു ഇൻടാഞ്ചിബിൾ കോസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ഡോക്ടർ ബോട്ടോക്സ് ചെയ്യുന്ന ഡോക്ടർ ഇതൊക്കെ എന്ത് ഫാക്ടർ ചെയ്യുന്നതാണ് ഇൻടാഞ്ചിബിൾ കോസ്റ്റ്. ഹാവ് ടു ബെയർ വിത്ത് ഇറ്റ്. തേർഡ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഹെൽത്ത് കെയർ സെക്ടർ ഗവൺമെൻറ് റെഗുലേറ്റഡ് ആണ്. ഗവൺമെൻറ് റെഗുലേറ്റഡ് ആകുമ്പോൾ സർവീസ് ടെൻഡ് ടു ബി റെഗുലേറ്റഡ്. ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ, കമ്മ്യൂണിക്കേഷൻ, ട്രാൻസ്പോർട്ട്. ഫോർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ certain associations provide services in a collective manner. For example, professional trade association, professional association bodies, institution. They may impose a broad or general guidelines for fixing the price. അതാണ് ഇവിടെ പ്രൈസിങ് ഓഫ് സർവീസസ് ഇതിൻ്റെ ഇഷ്യൂസ്.